السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين وأشهد أن لا إله إلا الله وحده لا شريك له أشهد أن محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وأصحابه أجمعين أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, നബിമാരിലുള്ള വിശ്വാസം, അതുമായി ബന്ധപ്പെട്ട ചില അടിസ്ഥാന പാഠങ്ങളാണ് കഴിഞ്ഞ ദർസിൽ നമ്മൾ മനസ്സിലാക്കിയത്. നബിമാരിൽ ഏറ്റവും ശ്രേഷ്ഠനായ സയ്യിദ് വലദി ആദം സന്തതികളുടെ നേതാവായ ഖാതമുൽ അംബിയ, നബിമാരിൽ അവസാനത്തെ ആളായ മുഹമ്മദ് ബിൻ അബ്ദുല്ലാ സ്വലവാത്തുല്ലാഹി വസ്സലാമുഹു വബറകാതുഹു അലൈഹി, നമ്മുടെ റസൂലായ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ നബിയായി അംഗീകരിക്കുന്ന സന്ദർഭത്തിൽ അവിടുത്തെ റസൂലായി വിശ്വസിക്കുന്ന ഒരാൾ അയാൾ മനസ്സിലാക്കേണ്ട ചില പ്രധാനപ്പെട്ട അടിത്തറകളെക്കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് വിവരിക്കാനുള്ളത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ വിശ്വസിക്കുക എന്നത് ഒരാൾ മുസ്ലിമാകാനുള്ള ഒന്നാമത്തെ കടമ്പയാണ്. ഒരാൾക്ക് ഇസ്ലാമിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അയാൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല, മറിച്ച് അതോടൊപ്പം അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് അയാൾ പറയൽ നിർബന്ധമാണ്. അത് പറഞ്ഞിട്ടില്ലെങ്കിൽ അവൻ മുസ്ലിമല്ല. അവൻ എല്ലാ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും എല്ലാ തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്ത് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ അവൻ കാഫിറാണ്, അവൻ ശാശ്വതനായ നരകത്തിന് അർഹതയുള്ളവനാണ്. അതുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെ ഖരീനത്താണ്, അതിൻ്റെ മറുപകുതിയാണ് മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്നത്. ചില ഉലമാക്കൾ പറഞ്ഞു, ഹദീസുകളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കാര്യം ഒറ്റക്കു പറയപ്പെട്ടാൽ അതിനോടൊപ്പം മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്നതുകൂടി ഉദ്ദേശിക്കുന്നുണ്ട്. അതവിടെ നേർക്കുനേരെ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും. ഉദാഹരണത്തിന്, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ചില ആളുകൾ പറഞ്ഞു അവിടെ ഉദ്ദേശം കേവലം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് മാത്രമല്ല, മറിച്ച് അതിനോടൊപ്പം മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്നതിൽ കൂടി അവൻ വിശ്വസിച്ചാൽ മാത്രമേ, അതിൽ കൂടി അവന് വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ അള്ളാഹുവിൻ്റെ അടുക്കൽ അത് സ്വീകരിക്കപ്പെടുകയുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുക എന്നത് ഒരാൾ മുസ്ലിമാകാനുള്ള അടിസ്ഥാനപരമായ വിശ്വാസമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്നതിനുള്ള തെളിവുകൾ എന്താണ്? ഒന്നാമത്തെ കാര്യം അതാണ്. ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും നമ്മൾ ആവർത്തിച്ചു പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട കാര്യമാണത്. അള്ളാഹു സുബ്ഹാനഹു വ തആല, ആകാശഭൂമികളെ പഠിച്ച റബ്ബ്, നമ്മിലേക്ക് നിയോഗിച്ച ദൂതനാണ് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നതിനുള്ള തെളിവുകൾ എന്താണ്? ഈ വിഷയത്തിൽ പഴയ കാലഘട്ടം മുതലേ പണ്ഡിതന്മാർക്ക് വലിയ വലിയ ഗ്രന്ഥങ്ങളുണ്ട്. ദലായിലുൻ നുബുവ എന്ന പേരിൽ എഴുതപ്പെട്ട പല ഗ്രന്ഥങ്ങളും മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ നബിയാണ് എന്നതിനുള്ള തെളിവുകൾ വിവരിക്കാൻ വേണ്ടി മാത്രം എഴുതപ്പെട്ടതാണ്. വളരെ പഴയ കാലഘട്ടം മുതലേ ഈ വിഷയത്തിൽ ഗ്രന്ഥങ്ങളുണ്ട്. ചില ഉലമാക്കൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണ് എന്നതിനുള്ള തെളിവുകൾ 1000 കവിയുന്നതാണ്. പ്രധാനപ്പെട്ട 5 തെളിവുകൾ, ഈ 5 തെളിവുകൾ 5 ഭാഗങ്ങളാണ്. അതിന് കീഴിൽ ധാരാളം തെളിവുകളുണ്ട്. പ്രധാനപ്പെട്ട 5 തെളിവുകൾ ചില ഉലമാക്കൾ അവരുടെ കിതാബുകൾ കൊടുത്തതായി കാണാം. അത് മാത്രം ഇൻഷാ അല്ലാഹ് വിവരിച്ചു പോവുകയാണ്. ഒന്നാമത്തെ കാര്യം, മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണ്, അള്ളാഹുവിൻ്റെ ദൂതനാണ്, അള്ളാഹുവിൻ്റെ സന്ദേശം ലഭിക്കുന്ന പ്രവാചകനാണ് എന്നതിനുള്ള ഒന്നാമത്തെ തെളിവ്, ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ്. അല്ല, ചരിത്രത്തിൽ നബിമാർക്ക് നൽകപ്പെട്ടതിൽ നിങ്ങൾക്കറിയാം, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിന് ചില അത്ഭുതങ്ങൾ നൽകപ്പെട്ടിരുന്നു. അദ്ദേഹം മരിച്ചവരെ അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി ജീവിപ്പിച്ചിട്ടുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന വടി അത് താഴെയിട്ടാൽ പാമ്പായി മാറുമായിരുന്നു, സർപ്പമായി മാറുമായിരുന്നു. ഇങ്ങനെ കഴിഞ്ഞുപോയ നബിമാർക്ക് നൽകപ്പെട്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദൃഷ്ടാന്തം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് നൽകപ്പെട്ടിട്ടുള്ളത്.
ഏതാണത്? അള്ളാഹുവിൻ്റെ ഗ്രന്ഥമായ വിശുദ്ധ ഖുർആനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിനൽ അംബിയാഇ നബിയ്യുൻ, ഏതൊരു നബിയാകട്ടെ, ഇല്ല ഉഅതിയ മാ മിസ്ലുഹു ആമന അലൈഹിൽ ബശർ, മനുഷ്യർ, ബുദ്ധിയുള്ള ആളുകൾ, ജനങ്ങൾ അവർക്ക് ചിന്തിച്ചാൽ, ആലോചിച്ചാൽ ഇതൊരു ദൃഷ്ടാന്തമാണ്, അള്ളാഹു സുബ്ഹാനഹു തആല അവതരിപ്പിച്ചതാണ്, ഇത് മനുഷ്യന് സാധിക്കുന്ന ഒരു കാര്യമല്ല, ആകാശഭൂമികളുടെ സൃഷ്ടാവായ റബ്ബിൽ നിന്ന് വന്നെത്തിയതാണ് ഇത് എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ദൃഷ്ടാന്തങ്ങൾ, തെളിവുകൾ, ആയത്തുകൾ നൽകപ്പെടാത്ത ഒരു നബിയുമില്ല. വഇന്നമാ കാന അല്ലദീ ഊതീതു വഹ്യൻ ഔഹാഹു അല്ലാഹു ഇലയ്യ, അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നൽകിയിരിക്കുന്ന ദൃഷ്ടാന്തം എന്താണെന്ന് വെച്ചാൽ അല്ലാഹുവിൽ നിന്നുള്ള വഹയാണ്, സന്ദേശമാണ്. ഫഅർജു അൻ അകൂന അക്സറഹും താബിഅൻ യൗമൽ ഖിയാമഹ, അതുകൊണ്ട് അന്ത്യനാളിൽ നബിമാരിൽ വെച്ച് ഏറ്റവും അധികം അനുയായികൾ എനിക്കായിരിക്കും ഉണ്ടാകുക എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഏറ്റവും വലിയ ദൃഷ്ടാന്തം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് നൽകപ്പെട്ടത്. ചില ഉലമാക്കൾ പറഞ്ഞു, മറ്റു നബിമാർക്കെല്ലാം നൽകപ്പെട്ട ദൃഷ്ടാന്തങ്ങൾ അവരുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് നോക്കിക്കാണാവുന്നതാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൃഷ്ടാന്തം ഹൃദയത്തിൻ്റെ കണ്ണുകൊണ്ട് നോക്കിക്കാണാവുന്നതാണ്, ഹൃദയത്തെ തുറപ്പിക്കുന്നതാണ്. നേരെ കണ്ണുകൊണ്ട് അത്ഭുതമാണ് എന്നതിനോടൊപ്പം അത് ഹൃദയത്തിൻ്റെ കണ്ണുകളെ തുറപ്പിക്കുന്നതാണ്. വിശുദ്ധ ഖുർആൻ എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വം സത്യസന്ധമാണ് എന്നതിനുള്ള തെളിവാകുന്നത്? ഖുർആനിലെ ആയത്ത് നോക്കൂ നിങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഇൻ കുൻതും ഫി റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅതു ബിസൂറത്തിൻ മിസ്ലിഹി വദഉ ശുഹദാഅക്കും മിൻ ദൂനില്ലാഹി ഇൻ കുൻതും സാദിഖീൻ. നിങ്ങൾ ഈ ദീനിനെക്കുറിച്ച് സംശയത്തിലാണെങ്കിൽ ഒരു കാര്യം ചെയ്യൂ, ഫഅതു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി, ഈ ഖുർആനിൽ, ഈ വേദഗ്രന്ഥത്തിലുള്ള ഒരു അധ്യായത്തിന് സമാനമായ ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരിക. ഖുർആനിലുള്ള ഏതെങ്കിലും ഒരു അധ്യായം, അതിന് സമാനമായ ഒരു അധ്യായം കൊണ്ടുവന്നാൽ മതി, ഒരൊറ്റ അധ്യായം. ഖുർആനിലെ ഏറ്റവും ചെറിയ ഒരു അധ്യായമാകട്ടെ കേവലം 3 വചനങ്ങൾ മാത്രമുള്ളതാണ്. ഇന്ന അഅതൈനാക്കൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ഖലാസ്, ഒരു സൂറത്ത് കഴിഞ്ഞു. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫി ഖുസ്ർ ഇല്ല അല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. ഒരു സൂറത്ത് കഴിഞ്ഞു, ഒരു അധ്യായം കഴിഞ്ഞു. അസ്സലാമു റഹ്മത്തുള്ളാഹി. إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفر إنه كان توابا. ഒരായത്ത്, ഒരു സൂറത്ത് കഴിഞ്ഞു, ഒരു അധ്യായം കഴിഞ്ഞു. ഇതുപോലെ ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവന്നാൽ ഫഅതു ബിസൂറത്തിൻ മിസ്ലിഹി, ഖുർആനിലെ ഒരു അധ്യായത്തിന് സമാനമായ ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരിക. വദ്ഉ ശുഹദാഅക്കും മിൻ ദൂനില്ലാഹ്, ഈ ഖുർആൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒറ്റക്കാണ് നിങ്ങളെ ഇത് കേൾപ്പിച്ചത്, എന്നാൽ നിങ്ങൾ ഒറ്റക്ക് കൊണ്ടുവരണ്ട. വദ്ഉ ശുഹദാഅക്കും മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിന് പുറമെ നിങ്ങൾക്ക് ആരെയൊക്കെ വിളിക്കാൻ സാധിക്കുമോ അവരൊക്കെ വിളിച്ചോളൂ. ഇൻ കുൻതും സാദിഖീൻ, നിങ്ങൾ സത്യസന്ധന്മാരാണെങ്കിൽ. നോക്കൂ, ഈ വെല്ലുവിളി നിർവഹിക്കുന്ന സന്ദർഭത്തിൽ, ഇത് മുന്നോട്ട് വെക്കുന്ന വേളയിൽ വിശുദ്ധ ഖുർആൻ നമുക്ക് എത്തിച്ചു തന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നിരക്ഷരനാണ്, അവിടത്തേക്ക് വായിക്കാൻ അറിയില്ല, അവിടത്തേക്ക് എഴുതാൻ അറിയില്ല. 40 വയസ്സുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കക്കാർക്കിടയിൽ ജീവിച്ചിട്ടുണ്ട്. അവിടുന്ന് ഒരിക്കൽ പോലും, ഒരു തവണ പോലും, എപ്പോഴെങ്കിലും ഒരു പുതിയ കവിത ഉണ്ടാക്കി പറഞ്ഞിട്ടില്ല, എന്തെങ്കിലും ഒരു സാഹിത്യപരമായ അത്ഭുതം കാണിച്ചിട്ടില്ല. അറബികൾക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സാഹിത്യ മേഖലയിൽ കഴിവുള്ള ആളായി അറിയപ്പെട്ടിട്ടില്ല. അവിടത്തേക്ക് വായിക്കാൻ അറിയില്ലായിരുന്നു, എഴുതാനും അറിയില്ലായിരുന്നു. 40 വയസ്സ് കഴിയുമ്പോൾ അവിടുന്ന് പെട്ടെന്ന് പറയേണ്ടത് എനിക്ക് വഹി ലഭിക്കുന്നു. എന്നിട്ട് പറയുന്നതോ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. നോക്കൂ, ഈ കാലഘട്ടം ഇത്രയും പിന്നിട്ടതിന് ശേഷവും 14 നൂറ്റാണ്ടുകൾക്കിപ്പുറവും മനുഷ്യർ അവരുടെ നിത്യജീവിതത്തിൽ പാരായണം ചെയ്യുകയും മനഃപ്പാഠമാക്കുകയും മതവിധികൾ പകർത്തിയെടുക്കുകയും വോള്യക്കണക്കിന് 30, 40, 50, 60, 70 വോള്യങ്ങളുള്ള ഗ്രന്ഥങ്ങൾ രചിക്കപ്പെടുകയും വിശദീകരണങ്ങൾ നൽകപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും പഠിപ്പിക്കപ്പെടുകയും യൂണിവേഴ്സിറ്റികളിൽ വായിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന തരത്തിൽ കോടിക്കണക്കിന് മനുഷ്യർ ആദ്യം മുതൽ അവസാനം വരെ മനഃപ്പാഠമാക്കുന്ന രൂപത്തിലൊരു ഗ്രന്ഥം ഇത് വന്നെത്തിയതാകട്ടെ
നിരക്ഷരനായ ഒരാളിൽ നിന്നാണ്. അതാകട്ടെ വർഷങ്ങൾക്ക് മുൻപ്, 14 നൂറ്റാണ്ടുകൾക്ക് മുൻപ്, 14 നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇത് അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന് ഒരാൾക്ക് ബോധ്യപ്പെടുന്നില്ലെങ്കിൽ മറ്റെന്ത് ദൃഷ്ടാന്തമാണ്, മറ്റെന്ത് തെളിവാണ്, മറ്റെന്തു കാര്യമാണ് അവന് വിശ്വസിക്കാൻ സാധിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെട്ട ഈ ഗ്രന്ഥം അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്നതിന് അനേകം തെളിവുകളുണ്ട്. അതിൻ്റെ ഭാഷാഘടന അത്ഭുതകരമാണ്. ഖുർആനിൻ്റെ ഭാഷ നോക്കൂ നിങ്ങൾ, എത്ര മനോഹരമാണത്. നിങ്ങൾ ഖുർആൻ കേട്ടു നോക്കൂ. ഒരു മുസ്ലിം അല്ലാത്ത ഒരാളാകട്ടെ, ഒരു അറബി അറിയാത്ത ഒരാളാകട്ടെ, ഖുർആനിൽ ഏതെങ്കിലും ഒരു സൂറത്ത് നിങ്ങൾ എടുക്കുക, എന്നിട്ട് നിങ്ങൾ ഇൻ്റർനെറ്റിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സൂറത്ത് നോക്കുക. ആ ഒരൊറ്റ സൂറത്ത് 10 ആളുകൾ പാരായണം ചെയ്യുന്ന രൂപം നോക്കൂ, എത്ര ഭംഗിയിലാണ്. 10 ആളുകളും അത് പാരായണം ചെയ്യുന്ന 10 രൂപത്തിലാണ്. അതിലെ വാക്കുകൾക്ക് വ്യത്യാസമില്ല, പക്ഷേ 10 പേരും അത് പാരായണം ചെയ്യുന്ന ശൈലി 10 രൂപത്തിലാണ്. പക്ഷെ അതിൻ്റെ ഭംഗി അവസാനിക്കുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വലിയ സംഗീതജ്ഞർ, കവിതകൾ എഴുതുന്നവർ കവിത എഴുതിയാൽ അത് അതിൻ്റെ ഘടനയും പ്രാസവും ഒപ്പിച്ച് പാടിയിട്ടില്ലെങ്കിൽ തെറ്റിപ്പോവും, അത് കേൾക്കാൻ രസമുണ്ടാവുകയില്ല. പക്ഷെ ഖുർആൻ അത് കവിതയല്ല, എന്നാൽ അത് ഗദ്യമല്ല, നസറല്ല, ഒരു ലേഖനം എഴുതിയതുപോലെയല്ല. അറബികൾക്ക് ഇന്നുവരെ പരിചിതമല്ലാത്ത രൂപത്തിലാണ് അത് അവതരിച്ചത്. എന്നാൽ ആദ്യം മുതൽ അവസാനം വരെ ഒരേ ശൈലിയാണോ? അല്ല, വ്യത്യസ്ത ശൈലികളുണ്ട്. താക്കീദിൻ്റെ സ്വരമുണ്ട്, ആശ്വസിപ്പിക്കലുണ്ട്, സമാധാനപ്പെടുത്തലുണ്ട്, ചരിത്രമുണ്ട്, വിധിവിലക്കുകളുണ്ട്. ഇതാണ് ഖുർആനിൻ്റെ ശൈലി. നോക്കൂ നിങ്ങൾ, ഒരേ കാര്യമല്ല പറഞ്ഞത്. യുദ്ധത്തെക്കുറിച്ചുണ്ട്, സമാധാനത്തെക്കുറിച്ചുണ്ട്, കുടുംബബന്ധത്തെക്കുറിച്ചുണ്ട്, കടം വാങ്ങിയാൽ എന്തു ചെയ്യണമെന്ന് കാര്യങ്ങളുണ്ട്. നിങ്ങൾ പലപ്പോഴും ഈ സാധനങ്ങൾ വാങ്ങിച്ചാൽ ആൾക്കാർ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഴുതിയിട്ടുണ്ടാകും. ടേംസ് ആൻഡ് കണ്ടീഷൻസ് വായിച്ചാൽ ചിലപ്പോൾ മലയാളത്തിലാണ് നിങ്ങളത് വായിക്കുന്നതെങ്കിൽ മലയാളത്തിൽ വായിച്ചാൽ പോലും നിങ്ങൾക്ക് മനസ്സിലാവില്ല അതെന്തേ ഉദ്ദേശിച്ചതെന്ന്. കാരണം അതിൻ്റെ ഭാഷ വളരെ കടുകട്ടിയാണ്. കാരണം ഇത് കോടതിയിൽ കൊണ്ടുപോകാനുള്ള വ്യവഹാരത്തിന് ഉപയോഗിക്കുന്നതായതുകൊണ്ട്. പക്ഷെ ഖുർആൻ നോക്കൂ നിങ്ങൾ, കടത്തെക്കുറിച്ചുള്ള ആയത്താണ് ഖുർആൻ ഏറ്റവും വലിയ ആയത്തുദ്ദീൻ. ഒരു പേജ് ഒന്നാകെ ആയത്താണ്. പക്ഷെ ആ ആയത്ത് ഓതുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വ്യത്യാസം, ഭംഗിയിൽ എന്തെങ്കിലും ഒരു കുറവ് അനുഭവപ്പെടുന്നുണ്ടോ? ഇല്ല. അനന്തരാവകാശ നിയമം വിവരിക്കുന്ന സൂറത്ത് നിസായിലെ ആയത്തുകൾ ഓതി നോക്കി, എത്ര രസകരമായ ആയത്തുകളാണത്. ഓതാൻ എന്ത് ഭംഗിയുള്ള ആയത്തുകളാണ്. ഇങ്ങനെ വിഷയങ്ങൾ, ചർച്ച ചെയ്ത വിഷയങ്ങൾ വളരെ വലുതാണ്. യുദ്ധം, സമാധാനം, രാഷ്ട്രതന്ത്രം, അതുപോലെ തന്നെ കുടുംബബന്ധം, ആരാധനകൾ, ചരിത്രം, മരണശേഷമുള്ള ജീവിതം, അള്ളാഹുവിനെക്കുറിച്ചുള്ള വിവരണങ്ങൾ, ശത്രുക്കൾക്കുള്ള മറുപടികൾ, ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ, ഫത്വകൾ, പ്രവചനങ്ങൾ, ദിക്റുകൾ, പ്രപഞ്ചത്തെക്കുറിച്ചുള്ള വിവരണങ്ങൾ, ഇങ്ങനെ പല വിഷയങ്ങളുണ്ട് ഖുർആനിൽ. ഖുർആനിലെ വിഷയങ്ങൾ മാത്രം എടുത്തു നോക്കിയാൽ ഇതിന് മാത്രമുണ്ട്. പക്ഷെ ഇതെല്ലാം വളരെ അത്ഭുതകരമായ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഒരുമിപ്പിച്ചിരിക്കുന്നു. ഇത് വന്നതാകട്ടെ, എന്നാലായിക്കോട്ടെ ഈ പറഞ്ഞതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ഇരുന്ന് ആദ്യം മുതൽ അങ്ങ് തുടങ്ങാം, ഫാത്തിഹ മുതൽ വായിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയതാണോ? അല്ല. ഇതിലെ സൂറത്തുകൾ പലതും അവതരിപ്പിക്കപ്പെട്ടത് ഘട്ടങ്ങളായിക്കൊണ്ടാണ്. സൂറത്തിൻ്റെ ഒരു ഭാഗം കുറച്ച് ഇറങ്ങും, പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് ആയത്ത് വരും, പിന്നെ അതിൻ്റെ അവസാനത്തിൽ കുറച്ച് ആയത്തുകൾ ചേർക്കും. എങ്ങനെയാണ് ഒരാൾക്ക് ഇതെല്ലാം മുൻപേ ഒരു കാലഘട്ടം മുൻപ് തന്നെ ഗണിച്ചുണ്ടാക്കി ഇത്ര സമയത്ത് ഇതൊക്കെ ഇറക്കണമെന്ന് പറയാൻ പറ്റുക? സൂറത്തുൽ ബഖറ എടുത്തു നോക്കൂ നിങ്ങൾ, ചരിത്ര വിവരണമുണ്ട്. അതിനിടയിൽ ചില സ്ഥലത്ത് കാണാം യസ്അലൂനക അനിൽ ഖംറി വൽ മൈസിർ, അവർ മദ്യത്തെക്കുറിച്ച് ചോദിക്കുന്നു, അതിനുള്ള ഉത്തരം അതിനിടയിലുണ്ട്. ഇത് അവർ ചോദിച്ചപ്പോൾ ഇറങ്ങിയ ആയത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയില്ല ഇവർ നാളെ ഇത് ചോദിക്കുക, അപ്പോൾ ഒരു ആയത്ത് ഇറക്കുക, അപ്പോൾ ഒരു ആയത്ത് പറയാം. അങ്ങനെ അവിടത്തേക്ക് തീരുമാനിക്കാൻ പറ്റുമോ? ഇല്ല. ചോദ്യങ്ങൾക്കുള്ള ഉത്തരമുണ്ട്. ഇത് ചരിത്രം പറയുന്നതിൻ്റെ ഇടയിൽ ചോദ്യം വരുന്നു, ഉത്തരം പറയുന്നു, നിസ്കാരം പറയുന്നു, ഹജ്ജ് പറയുന്നു, അതിനിടയിൽ തിന്മകൾ, അതിന് പശ്ചാത്തപിക്കണം. ഇങ്ങനെ വിഷയങ്ങൾ വിവിധങ്ങളാണ്. ഖുർആൻ അതിൻ്റെ ഭാഷാഘടന മനോഹരമാണ് എന്നതിനോടൊപ്പം അതിലെ വിഷയങ്ങൾ വൈവിധ്യമുള്ളതാണ്. നിങ്ങൾക്കറിയാം, പലപ്പോഴും സാഹിത്യ രചനകൾ ഭംഗി കൂടണമെങ്കിൽ അതിൽ കളവുകൾ കയറിക്കൂടണം. സാഹിത്യരചനയുടെ ശൈലി അതാണ്. എന്തെങ്കിലും ഒന്ന് കൂട്ടി പറയാതെ, കുറച്ചെന്തെങ്കിലും ഒന്ന് അധികമായി ചേർത്തു പറയാതെ സാഹിത്യം അതിൻ്റെ ഭംഗിയിലേക്ക് എത്താൻ മനുഷ്യർക്ക് സാധിക്കുകയില്ല. എന്തെങ്കിലും കൂടുതലുണ്ടായിരിക്കണം. യുദ്ധമാണെങ്കിൽ കൂട്ടി പറയും, ശത്രുതയാണെങ്കിൽ കൂട്ടി പറയും, ഇതൊക്കെ കുറച്ച് അധികരിപ്പിക്കും. പക്ഷെ ഖുർആൻ വതമ്മത് കലിമതു റബ്ബിക സിദ്ഖൻ വഅദ്ല, ഖുർആനിലെ ആയത്തുകൾ, അതിലെ വാക്കുകൾ, വചനങ്ങൾ
പരിപൂർണമായി സത്യമാണ്. സത്യമല്ലാത്ത വസ്തുതയല്ലാത്തൊരു കാര്യം അതിലില്ല. കാലങ്ങൾ ഇത്ര പിന്നിട്ടിട്ടും പ്രപഞ്ചത്തെക്കുറിച്ച്, ഭൂമിയെക്കുറിച്ച്, ആകാശത്തെക്കുറിച്ച് ഖുർആൻ പ്രയോഗിച്ച പദങ്ങൾ സൂക്ഷ്മമാണ്. ഏതെങ്കിലും ഒരു പദം ഈ കാലഘട്ടത്തിൽ വായിക്കുന്ന ഒരാൾക്ക് നോക്കിയിട്ട് എന്തൊരു വിഡ്ഢിത്തമാണ് ഈ പറഞ്ഞത്, ഇതെങ്ങനെ ശരിയാകും, ഇത് നമ്മൾ കണ്ടെത്തിയ വസ്തുതകൾക്ക് വിരുദ്ധമാണല്ലോ, പ്രപഞ്ചത്തിലെ വസ്തുതകൾക്ക് വിരുദ്ധമാണ് എന്ന് ഒരാൾക്ക് പറയാൻ കഴിയുന്നുണ്ടോ? ഇല്ല. വിശുദ്ധ ഖുർആൻ ഉപമകളായി പ്രയോഗിച്ച കാര്യങ്ങൾ വരെ കൃത്യമാണ്. ഉപമകളായി പ്രയോഗിച്ചത് വരെ കൃത്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമുദ്രത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ നോക്കൂ നിങ്ങൾ. അവിടുന്ന് സമുദ്രത്തിൽ യാത്ര ചെയ്തിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമുദ്രത്തിൽ യാത്ര ചെയ്തിട്ടില്ല. പക്ഷേ സമുദ്രത്തെ വിവരിക്കുന്ന ആയത്തുകൾ ഖുർആനിൽ എടുത്തു നോക്കൂ നിങ്ങൾ. സമുദ്രത്തിൽ കപ്പലുകൾ സഞ്ചരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞ ആയത്തുകൾ നോക്കൂ. സമുദ്രത്തിൻ്റെ ആഴത്തിൽ ഇരുട്ടുകളെ കുറിച്ചുള്ള ആയത്തുകൾ നോക്കൂ. അവിടുന്ന് സമുദ്രം കണ്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമുദ്രത്തിൽ യാത്ര ചെയ്തിട്ടില്ല. ഖുർആൻ അതിൻ്റെ ആശയഭംഗിയുണ്ട്. അതോടൊപ്പം വിശുദ്ധ ഖുർആൻ അതിൻ്റെ വാക്കുകളിൽ കൃത്യമായ പ്രയോഗങ്ങൾ നടത്തുന്നു. ഇതിനെല്ലാം പുറമെ ഖുർആൻ ജനങ്ങളെ ക്ഷണിക്കുന്ന ആദർശം അതേറ്റവും പരിപൂർണമാണ്. ആളുകൾ ചിലപ്പോൾ സാഹിത്യ ഭംഗി ഉൾപ്പെടുത്തി ചില കാര്യങ്ങൾ പറയും, ചില ആദർശങ്ങൾ പ്രചരിപ്പിക്കും, വലിയ ബുദ്ധിപരമായ കാര്യങ്ങളെന്ന് വിചാരിക്കും. ജനങ്ങളെ ഒരു കാലഘട്ടത്തിൽ ചിലപ്പോൾ അത്ഭുതപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ ചില ആൾക്കാർ കൊണ്ടുവരും. പക്ഷേ പിൽക്കാലഘട്ടത്തിൽ ചിലപ്പോൾ ആളുകൾക്ക് ബോധ്യപ്പെടും അതുകൊണ്ടുണ്ടായ ഉപദ്രവങ്ങൾ എന്തെങ്കിലും. ഉദാഹരണത്തിന് കമ്മ്യൂണിസവും മാർക്സിസവും വന്ന കാലഘട്ടങ്ങളിൽ വലിയൊരു വിഭാഗം മനുഷ്യരെ ഇത് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. എന്തൊരു അത്ഭുതകരമായ, എത്ര സുന്ദരമായ, ഭൂമിയിൽ തന്നെ സ്വർഗമുണ്ടാക്കാൻ കഴിയുന്ന ഇത്ര നല്ല ആശയം. അന്ന് ചില ആളുകൾ അതിൻ്റെ പിറകിൽ കൂടി നിങ്ങൾ ആലോചിച്ച് നോക്കുക. ആ ഗ്രന്ഥത്തിലുള്ളത് ഒന്ന് നടപ്പിലാക്കുന്നതിനു വേണ്ടി ചരിത്രത്തിൽ ഒരു കാലഘട്ടത്തിലും കാണപ്പെടാത്ത രൂപത്തിൽ മനുഷ്യർ കൊല്ലപ്പെട്ടു. നിങ്ങൾ സ്റ്റാലിൻ്റെയും ലെനിൻ്റെയും ചരിത്രമൊന്ന് എടുത്ത് വായിച്ചു നോക്കുക. അവർ മനുഷ്യരെ കൊന്നു തള്ളുന്നതിന് ന്യായമായി പറഞ്ഞ കാര്യങ്ങൾ എടുത്തു നോക്കുക. എന്തിനാ ഇവരിത് പറഞ്ഞു? എന്തിനാ വെറുതെ കൊന്നതാണോ? ഭരിക്കാൻ അറിയാത്തതുകൊണ്ട് കൊന്നുപോയതാണോ? അല്ല. അവർ പറഞ്ഞ് കമ്മ്യൂണിസം എന്ന് പറയും സോഷ്യലിസത്തിലേക്ക് എത്തിപ്പെടാനുള്ള, സർവരും സമത്വമായി എല്ലാ മനുഷ്യരും ധനികനെന്ന ദരിദ്രനെന്ന വ്യത്യാസമില്ലാതെ ജീവിക്കുന്ന ഒരു സമത്വസുന്ദരമായ സ്വർഗം ഭൂമിയിൽ ഉണ്ടാകണമെങ്കിൽ ഈ ത്യാഗങ്ങൾ സഹിക്കണമെന്നാണ് അവർ പറഞ്ഞത്. ഒരു ആദർശം നടപ്പിലാക്കാൻ വേണ്ടി മനുഷ്യർ കൊടുക്കേണ്ടി വന്ന വില എത്രയാണെന്ന് നോക്കൂ. പക്ഷെ അള്ളാഹുവിൻ്റെ ദീൻ ഇസ്ലാം അത് ക്ഷണിക്കുന്ന ആദർശം മനോഹരമാണ്, അതിലേക്കുള്ള വഴിയും മനോഹരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം നോക്കൂ, ഉമറിൻ്റെ ചരിത്രം നോക്കൂ, ഉസ്മാനിൻ്റെ ചരിത്രം നോക്കൂ, അബൂബക്കർ സിദ്ദീഖിൻ്റെ ചരിത്രം അതിനു മുൻപ് നിങ്ങൾ നോക്കൂ. ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ചരിത്രമാണ് അവർ മുന്നിൽ വെച്ചത്. ലോകത്തുള്ള സർവ്വ മനുഷ്യരും കൊതിക്കുന്ന, കാലങ്ങൾക്കിപ്പുറവും സമ്പൂർണ്ണ നീതി ഭൂമിയിൽ മനുഷ്യർക്ക് പലർക്കും. യൂഫ്രട്ടീസിൻ്റെ നദീതീരത്തൊരു ഒട്ടകം വെള്ളം കിട്ടാതെ മരിച്ചാൽ ഞാൻ അള്ളാഹുവിൻ്റെ മുൻപിൽ ഉത്തരം പറയേണ്ടി വരും എന്ന വാക്ക് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി ചരിത്ര ഗ്രന്ഥങ്ങൾ വിവരിക്കുന്നത്ര അത്ര ശക്തമായ വ്യത്യാസമുണ്ടാക്കി. ഖുർആൻ എല്ലാ അർത്ഥത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നബിയാണ് എന്നതിനുള്ള തെളിവാണ്. ഒരാൾക്കത് വായിച്ചാൽ ബോധ്യപ്പെടാതിരിക്കുകയില്ല. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞത് അവലം യക്ഫിഹിം അന്ന അൻസൽന അലൈക്കൽ കിതാബ യുത്ല അലൈഹിം. അള്ളാഹു ചോദിക്കണം, അവലം യക്ഫിഹിം, അവർക്ക് മതിയാകുന്നില്ലേ? തെളിവായി അവർക്ക് മതിയാകുന്നില്ലേ? ഇസ്ലാം ശരിയാണെന്ന് ബോധ്യപ്പെടാൻ അവർക്ക് മതിയായതല്ലേ? അവലം യക്ഫിഹിം അന്ന അൻസൽന അലൈക്കൽ കിതാബ്, നബി അങ്ങേക്ക് നാം ഈ ഖുർആൻ അവതരിപ്പിച്ചു തന്നു എന്നത് പോരെ? അവർക്ക് തെളിവായി വിശ്വസിക്കാനുള്ള മതിയായ ദൃഷ്ടാന്തം അവർക്ക് ഇത് മതിയില്ല, ഇത് മതിയാകുന്നതല്ലേ? ഒന്നാമത്തെ തെളിവതാണ്. രണ്ടാമത്തെ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ച കാര്യങ്ങൾ, അവിടുന്ന് ഭാവി പ്രവചിച്ചു എന്നത്, അല്ലെങ്കിൽ കൂടുതൽ കൃത്യമായ പ്രയോഗം അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടത്തേക്ക് അറിയിച്ച രൂപത്തിൽ അവിടുന്ന് ഭാവിയെക്കുറിച്ച് പറഞ്ഞു തന്ന കാര്യങ്ങൾ അവിടുന്ന് പ്രവചിച്ചതല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ വഹയ് പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാവിയിൽ സംഭവിക്കുമെന്ന് അറിയിച്ച കാര്യങ്ങൾ, അത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാണ് എന്നതിനുള്ള തെളിവാണ്. അതിൽ ചിലത് നോക്കൂ നിങ്ങൾ, ഉലമാക്കൾ ചില പറഞ്ഞതായി കാണാം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചില കാര്യങ്ങൾ ഭാവിയിൽ സംഭവിക്കുമെന്ന് പ്രവചിച്ചു എന്നത് തന്നെ അവിടുന്ന് നബിയാണ് എന്നതിനുള്ള തെളിവാണ്.
അങ്ങനെ പറഞ്ഞു എന്നുള്ളത് തന്നെ. ഉദാഹരണത്തിന് റോമയും പേർഷ്യയും തമ്മിലുണ്ടായ യുദ്ധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലാണ് സംഭവിക്കുന്നത്. പേർഷ്യ എന്ന റോമിനെ, ക്രൈസ്തവരെ ഇനി ഒരിക്കൽ എഴുന്നേറ്റ് വരാൻ സാധിക്കില്ലെന്ന രൂപത്തിൽ തകർത്ത് കളഞ്ഞു, യുദ്ധത്തിൽ പരാജയപ്പെടുത്തി കളഞ്ഞു. അന്ന് ജനങ്ങൾ വിചാരിച്ചില്ല ഇനി റോമക്കൊരു തിരിച്ചുവരവ് അടുത്ത കാലങ്ങളിൽ ഒന്നും ഉണ്ടാകുമെന്ന് അവർ വിചാരിച്ചില്ല. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിലൂടെ അറിയിക്കുകയാണ്, ഗുലിബത്തിർ റൂം ഫീ അദ്നൽ അർദ് വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ. അവിടുന്ന് പറയണം, ഇതാ റോമ, ഖുർആനിലെ ആയത്തായി അള്ളാഹുവിൻ്റെ വചനം കേൾപ്പിക്കാൻ, റോമ പരാജയപ്പെട്ടിരിക്കുന്നു, എന്നാൽ അവർ ഫി ബിദ്ഇ സിനീൻ, ബിദ്ഇ എന്ന വാക്ക് അറബിയിൽ 9 താഴെയുള്ള 3-നും 9-നും ഇടയിലുള്ള എണ്ണത്തിന് പറയുന്നതാണ്. ഫി ബിദ്ഇ സിനീൻ, ചില്ലറ വർഷങ്ങൾക്കുള്ളിൽ അവർ വിജയിക്കുന്നതാണ്, അവർ പേർഷ്യക്കാരെ പരാജയപ്പെടുത്തുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞു എന്നത് തന്നെ അവിടുത്തെ നബിയാണെന്ന് തെളിവാണ്. കാരണം ആലോചിച്ച് നോക്കി, ഇത്രയും വർഷത്തിനുള്ളിൽ സംഭവിച്ചിട്ടില്ലെങ്കിൽ ഇത്രയും വിശ്വസിച്ച ആൾക്കാരെല്ലാം അവരെല്ലാം ഉപേക്ഷിച്ചു പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതുകൊണ്ടാണ് ഉലമാക്കൾ, ഷെയ്ഖ് സാലിഹ് ഹിന്ദി അദ്ദേഹത്തിൻ്റെ ദർശയിൽ പലപ്പോഴും പറയാറുള്ള കാര്യങ്ങളൊന്ന്, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നത് തന്നെ അവിടുന്ന് റസൂലാണെന്ന് തെളിവാണ്. കാരണം ഒരാൾ താൻ കള്ളനാണ് എന്ന് വ്യക്തമായി ജനങ്ങൾക്ക് ബോധ്യപ്പെടാവുന്ന രൂപത്തിലൊരു കാര്യം പറഞ്ഞു വെക്കില്ല, അവിടത്തേക്ക് അത് ഉറപ്പില്ലാതെ. അള്ളാഹു ഖുർആനിൽ ആ അറിയിച്ചത് പ്രകാരം തന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ സംഭവിച്ചു. നോക്കൂ, സൂറത്തു അൽ മസദ്, തബ്ബത് യദ അബീ ലഹബ് വതബ് മാ അഗ്ന അൻഹു മാലുഹു വമാ കസബ് എന്ന് തുടങ്ങുന്ന സൂറത്ത്. അബൂ ലഹബ്, തബ്ബത് യദ അബീ ലഹബ്, അബൂ ലഹബിൻ്റെ കൈകൾ നശിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ നശിക്കട്ടെ. ഈ സൂറത്ത് അവതരിക്കുന്ന എവിടെ വെച്ചാൽ മക്കയിൽ വെച്ച് അവതരിച്ച സൂറത്താണത്. അബൂ ലഹബ് മരിക്കുന്നത് ബദ്ർ യുദ്ധം കഴിഞ്ഞതിന് ശേഷമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ പോയി, ബദ്ർ യുദ്ധം നടന്നതിന് ശേഷമാണ് അബൂ ലഹബ് മരിക്കുന്നത്. ഈ വർഷം അത്രയും സൂറത്തുൽ മസദ് അവിടെ ഉണ്ട്. ഏതെങ്കിലും ഒരു ദിവസം അബൂ ലഹബിന് തോന്നിയില്ല എന്നെ പറ്റി ഒരു അധ്യായം തന്നെ അവതരിച്ചിരിക്കുന്നു, ഞാനൊന്ന് മുസ്ലിമായാൽ ഈ പറഞ്ഞതെല്ലാം തകരും, പുറത്തേക്ക് മുസ്ലിമായി കാണിച്ചു കൊടുത്താൽ മതി, കേവലം ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി കുറച്ച് കാലത്തേക്ക് മുസ്ലിമായാൽ മതി. കാരണം അബൂ ലഹബ് മുസ്ലിം ആയാൽ ഈ പറഞ്ഞത് തകർന്നു. ഖുർആനിൽ ആയത്ത് അവതരിച്ചു, അവർ നശിച്ചിരിക്കുന്നു എന്ന് പറയാം, എന്നിട്ട് പിന്നെ ഒരു ആയത്ത് അവതരിക്കുക, എന്നിട്ട് പിന്നെ അയാൾ മുസ്ലിം ആവുക. അബൂ ലഹബ് ഒരിക്കൽ പോലും അങ്ങനെ ചിന്തിച്ചില്ല എന്നത് മാത്രമല്ല, അയാൾ അങ്ങേയറ്റം നശിച്ച രൂപത്തിലാണ് പിന്നീട് മരിക്കുന്നത്. അബൂ ലഹബിൻ്റെ ചരിത്രം വായിച്ചാൽ നിങ്ങൾക്കറിയാം, ഇയാളെ കൊണ്ടുപോയിട്ട് അവസാനം ഇയാൾ ചീഞ്ഞളിഞ്ഞ് കുഴിച്ചിട്ടാൽ പുറത്തു വരുന്ന രൂപത്തിലായി. അവസാനം വിദൂര പ്രദേശത്ത് കൊണ്ടുപോയി വലിച്ചെറിയാണ് ചെയ്തത്. അത്രയും നാശം പിടിച്ച മരണമാണ് അബൂ ലഹബിന് ഉണ്ടായത്. ഖുർആനിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് അറിയിച്ചു എന്നത് തന്നെ, അള്ളാഹുവിൻ്റെ വചനമായി അറിയിച്ചു എന്നത് തന്നെ ഇത് തെളിവാണ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യനാളിൻ്റെ അടയാളങ്ങളായി പറഞ്ഞ കാര്യങ്ങൾ നോക്കൂ നിങ്ങൾ. ഹദീസുകൾ അത്ഭുതങ്ങളാണ്. ഉദാഹരണത്തിന് ഇമാം അഹ്മദ് ധരിച്ച ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യജീഉ ദജ്ജാൽ ഫയസ്അദു ഉഹുദ, ദജ്ജാൽ വരികയും മദീനയുടെ അതിലുള്ള ഉഹുദിൻ്റെ മുകളിൽ കയറി നിൽക്കുകയും ചെയ്യും. ഫയൻദുറു ഇലൽ മദീന, എന്നിട്ട് മദീനയിലേക്ക് നോക്കുന്നതാണ്. ഫയഖൂലു ലി അസ്ഹാബിഹി അതറൗന ഹാദൽ ഖസ്റൽ അബിയദ്, അവൻ തൻ്റെ ഒപ്പമുള്ളവരോട് പറയും, നിങ്ങൾ കാണുന്നുണ്ടോ ഈ വെള്ള കൊട്ടാരം? ഹാദാ മസ്ജിദു അഹ്മദ്, ഇത് അഹ്മദിൻ്റെ പള്ളിയാണ്, അഹ്മദിൻ്റെ മസ്ജിദാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുന്ന കാലഘട്ടത്തിൽ ഇമാം അഹ്മദ് ധരിച്ച ഹദീസാണ്. മുസ്നദ് അഹ്മദ് ഈ കാലത്ത് 1400 കൊല്ലത്തിന് ശേഷം എഴുതിയതല്ല, ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുൻപ് രചിക്കപ്പെട്ട ഗ്രന്ഥമാണ്. സനദ് പരമ്പരകളോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞായി വന്ന ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുന്ന കാലഘട്ടത്തിൽ മസ്ജിദുൻ നബിയുടെ അവസ്ഥ എന്താണെന്ന് അറിയുമോ നിങ്ങൾക്ക്? മസ്ജിദുൻ നബവിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ മഴ പെയ്താൽ വെള്ളം വന്ന് നിറയുകയും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെറ്റിയിൽ ചെളിയാവുകയും ചെയ്യുമായിരുന്നു എന്നാണ്. നിസ്കരിച്ച് എഴുന്നേറ്റ് സുജൂദിൽ പോയി എഴുന്നേറ്റ് കഴിഞ്ഞാൽ നെറ്റിയിൽ ചെളിയായിക്കൊണ്ടായിരുന്നു അവിടുന്ന് എഴുന്നേറ്റിരുന്നത്. ആ മസ്ജിദിൽ ഇരുന്നു കൊണ്ടാണ് അവിടുന്ന് പറയുന്നത്, ദജ്ജാൽ വന്നെത്തും,
മസ്ജിദുൻ നബവി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവൻ പറയും ഇത് വെള്ളക്കൊട്ടാരമാണ്. നിങ്ങൾ ഇന്ന് മസ്ജിദുൻ നബവി പുറത്തുനിന്ന് വീക്ഷിച്ചു നോക്കൂ. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിലേക്ക് അതെങ്ങനെയാണ്, അത് ഈ കാലഘട്ടത്തിലാണോ പിന്നീട് ഒരു കാലഘട്ടത്തിലാണോ അല്ലാഹു അഅലം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറയുന്ന കാലഘട്ടത്തിൽ നിന്ന് മസ്ജിദുൻ നബവി ഇന്ന് എത്തിയിരിക്കുന്ന അവസ്ഥ അത്ഭുതമാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നാണ് വല്ലദീ നഫ്സി ബിയദിഹി ലയഅതിയന്ന അലൻ നാസി സമാനുൻ ലാ യദ്രിൽ ഖാതിലു ഫി അയ് ഷൈഇൻ ഖതൽ വലാ യദ്രിൽ മഖ്തൂലു ഫി അയ് ഷൈഇൻ ഖുതിൽ. ജനങ്ങൾക്കൊരു കാലം വരുന്നതാണ് അന്ന് ലാ യദ്രിൽ ഖാതിൽ ലി അയ് ഷൈഇൻ ഖതൽ, കൊന്നവൻ അറിയില്ല ഞാൻ എന്തിനാണ് കൊന്നത് എന്ന്. വലാ യദ്രിൽ മഖ്തൂൽ ലി അയ് ഷൈഇൻ ഖുതിൽ, കൊല്ലപ്പെട്ടവൻ അറിയില്ല ഞാൻ എന്തിനാണ് കൊല്ലപ്പെട്ടത് എന്ന്. സുബ്ഹാനല്ലാഹ്, ഇതൊരു 20 കൊല്ലം മുന്നേ നമ്മളോട് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. ഒരു 20 കൊല്ലം മുൻപ് പറഞ്ഞാൽ ഇതൊരു വിചിത്രമായ കാര്യമായിരുന്നു. ഒരാൾ പോയിട്ട് വേറെ ആളെ കൊല്ലുന്ന ആൾക്കറിയില്ല എന്തിനാണ് കൊന്നത്, കൊല്ലപ്പെട്ട ആൾക്കും അറിയില്ല എന്തിനാണ് കൊന്നത്. ഇങ്ങനെ ഒരു അവസ്ഥ ഒരു കാരണവുമില്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നാലോചിച്ച് നോക്ക്. നിങ്ങൾ പല ആൾക്കാരും ഇവിടെ എന്നെക്കാൾ പ്രായമുള്ള ആൾക്കാരുണ്ട്. പത്രങ്ങളിൽ ഒരു 20 വർഷങ്ങൾക്ക് മുൻപ് ഒരു 5 ആളുകളെ കൊന്നു എന്ന വാർത്ത എങ്ങനെയായിരുന്നു വന്നിരുന്നത്? എത്ര വലിയ കാര്യമായിട്ടായിരുന്നു നമ്മളത് വായിച്ചിരുന്നത്. ഒരു 5 ആൾ കൊല്ലപ്പെട്ടു, അല്ലെങ്കിൽ ഒരാളെ വധിച്ചു, ഒരാളെ കൊലപാതകമൊക്കെ എത്ര വലിയ കാര്യമായിരുന്നു, എത്ര വലിയ. എൻ്റെ വാപ്പ പറയുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഒരു ചെറിയ പ്രായത്തിലായിരിക്കുന്ന സമയത്ത് കിലോമീറ്ററുകൾക്ക് അപ്പുറത്തൊരു കാർ ആക്സിഡൻറ്റ് ഉണ്ടായിട്ട് അത് കാണാൻ വേണ്ടി ആൾക്കാർ അന്ന് തടിച്ചു കൂടിയിരുന്നതാണ്. ദൂരപ്രദേശങ്ങളിലൊക്കെ വന്നിട്ട് ആൾക്കാർ വന്നെത്തിയിരുന്നു എന്നാണ്. അങ്ങനെ ഒരു കാലഘട്ടം വളരെ കുറഞ്ഞ കാലങ്ങൾക്ക് മുൻപുണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞത് മുതൽ ഇന്നിപ്പോൾ എത്ര കാലഘട്ടമായി. ഇന്ന് നിങ്ങൾക്ക് ഈ പറഞ്ഞ സംഭവം എത്രയോ സ്ഥലത്ത് കാണാം, എത്രയോ സ്ഥലങ്ങളിൽ ഈ വാർത്ത നിങ്ങൾക്ക് കാണാം. കൊന്നവനെ പിടിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ ചോദ്യം ചെയ്താൽ അവൻ പറയണേ തോക്കൊക്കെ എടുത്തിട്ട് സ്കൂളിൽ പോയിട്ട് ചെറിയ കുട്ടികളെ കൊല്ലുക. അവന് ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ലാത്ത കുട്ടികളെ, പാശ്ചാത്യ നാടുകളിൽ കുട്ടികളെ, ചെറിയ മക്കളെ സ്കൂളിൽ പോയിട്ട് വധിച്ചു കളയാം. എന്നിട്ട് അവനെ പിടിച്ചിട്ട് എന്തിനാ കൊന്നതെന്ന് വെച്ചാൽ എന്നറിയില്ല. ആ കുട്ടികളെങ്ങാനും ജീവനോട് കിട്ടിയാൽ അവരോട് നിങ്ങളെന്തിനാ കൊന്നതെന്ന് വെച്ചാൽ അവർക്കും അറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഭാവിയിൽ സംഭവിക്കുമെന്ന് അറിയിച്ച കാര്യങ്ങൾ സുബ്ഹാനല്ലാഹ്, ജനങ്ങൾ എത്രമാത്രം സത്യത്തിൽ നിന്ന് ഖുർആൻ അല്ലാഹു പറഞ്ഞതുപോലെ വകം മിൻ ആയത്തിൻ ഫിസ് സമാവാതി വൽ അർദി യമുറൂന അലൈഹാ വഹും അൻഹാ മുഅ്റിദൂൻ. ആകാശത്തും ഭൂമിയിലും എത്ര ദൃഷ്ടാന്തങ്ങളുണ്ട്, ജനങ്ങൾ അതിൻ്റെ അടുത്തുകൂടെ ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ തിരിഞ്ഞു കളയുന്ന എത്ര ദൃഷ്ടാന്തങ്ങളുണ്ട്. സുബ്ഹാനല്ലാഹ്, ആളുകൾ നിങ്ങൾ ഓരോ വർഷം കഴിയുമ്പോഴും 2023 ആകാൻ പോകുന്നു, 25 ആകാൻ പോകുന്നു. നോംസ്ട്രഡാമസ് അവർ പ്രവചിച്ച പ്രവചനങ്ങളിതാ, ഈ വർഷത്തിൽ സംഭവിക്കാനിരിക്കുന്ന വിചിത്രമായ കാര്യങ്ങളിതാ. എന്നിട്ട് അടുത്ത വർഷം എടുത്ത് വായിച്ചു നോക്കിയാൽ അത് പലതും സംഭവിച്ചിട്ട് കൊള്ളല്ല, അത് കാര്യം ഉണ്ടായിട്ടുണ്ടാവില്ല. അതാകട്ടെ ഈ പറയുന്ന പ്രവചനങ്ങളാകട്ടെ എങ്ങനെയും വ്യാഖ്യാനിക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെയും പറയും, ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ പറയും, ഇങ്ങനെ ഒരു അർത്ഥവുമില്ലാത്ത പ്രവചനങ്ങൾ. അത് എല്ലാ വർഷവും പരാജയപ്പെട്ടാലും അടുത്ത വർഷം പിന്നെ ആൾക്കാർ അതേറ്റ് തന്നെ വരും. അതേപോലെ കണ്ണ് കാണാത്ത ഏതോ സ്ത്രീയുടെ പ്രവചനങ്ങൾ, ഇങ്ങനെ ഓരോന്ന് കാണാം. പക്ഷെ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനങ്ങൾ ഇത്ര വ്യക്തമായ ഹദീസുകളുണ്ട്. ആൾക്കാർ എന്തെങ്കിലും ഒരു ഗൗരവം അതിന് കൊടുക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? എങ്ങനെയാണ് ജനങ്ങൾ സത്യത്തിൽ നിന്ന് അകറ്റപ്പെടുന്നത് നിങ്ങൾ ചിന്തിച്ചു നോക്കും. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. മൂന്നാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണെന്നതിന് തെളിവുകളിൽപ്പെട്ടതാണ് അവിടുത്തെ ജീവിതം. ചിലർ പറഞ്ഞു ദലീലുൽ അഹ്വാൽ, അവിടുന്ന് എങ്ങനെ ജീവിച്ചു എന്നത്, അവിടുത്തെ ജീവിതം എന്തായിരുന്നു എന്നത് അവിടുന്ന് നബിയാണ് എന്നതിനുള്ള തെളിവാണ്. നോക്കൂ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് മക്കയിലാണ്. എന്താണ് മക്കയുടെ ആ കാലഘട്ടത്തിലെ അവസ്ഥ? അങ്ങേയറ്റം പരിതാപകരമാണ്. യുദ്ധങ്ങൾ, വൃത്തികേടുകൾ, മദ്യം, ഇതെല്ലാമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനിടയിൽ ജനിച്ചു വീഴുന്നതാകട്ടെ എങ്ങനെയാണ്? യതീമായിക്കൊണ്ടാണ്. അവിടുന്ന് ജനിക്കുമ്പോൾ തന്നെ അവിടുത്തെ പിതാവ് മരണപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അവിടത്തേക്ക് കുറച്ചു വയസ്സങ്ങ് നീങ്ങുമ്പോഴേക്ക്
അവിടുത്തെ ഉമ്മയും മരണപ്പെട്ടു. പരിപൂർണമായ യുദ്ധം, അങ്ങേറ്റം സമ്പൂർണമായ അനാഥത്വം. ഇതിനിടയിലാണ് അവിടുന്ന് വളരുന്നത്. ആ വളർച്ചയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ജീവിച്ച 40 വയസ്സ് വരെയുള്ള ജീവിതം നോക്കൂ നിങ്ങൾ. അവിടുന്ന് ഒരിക്കൽ പോലും മദ്യപിച്ചില്ല. ഷിർക്ക് അങ്ങേയറ്റം നിറഞ്ഞു നിൽക്കുന്ന നാട്ടിൽ ഒരിക്കൽ പോലും അവിടുന്ന് ബഹുദൈവ ആരാധനയിൽ ഏർപ്പെട്ടില്ല. കളവ് പറഞ്ഞില്ല. അവർക്കിടയിൽ അൽ അമീൻ എന്നാണ് അവിടുന്ന് വിളിക്കപ്പെട്ടത്. സത്യത്തിനു വേണ്ടി നിലകൊണ്ടു, നീതിക്ക് വേണ്ടി നിലകൊണ്ടു. 40 വയസ്സ് വരെ പരിശുദ്ധമായ ജീവിതം നയിച്ചു. 40 വയസ്സിന് ശേഷം അവിടുന്ന് നബിയായി, അവിടുന്ന് റസൂലായി. 40 വയസ്സ് വരെയുള്ള ജീവിതം തന്നെ അത്ഭുതകരമാണ്. അവിടുന്ന് സത്യസന്ധനായിരുന്നു. അതുകൊണ്ടാണ് അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് നബിയാണെന്ന് പറഞ്ഞപ്പോൾ ഉടനടി വിശ്വസിച്ചു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കളവ് പറയില്ല എന്ന് അബൂബക്കറിന് ബോധ്യമുണ്ട്. ഉലമാക്കൾ ചിലർ പറഞ്ഞതായി കാണാം, അന്നുബുവ്വതു ലാ യദ്ദഈഹ ഇല്ലാ അക്ദബുൻ നാസ് ഔ അസ്ദഖുൻ നാസ്. ഞാൻ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള ദൂതനാണ്, ഒരു പ്രവാചകനാണ് എന്ന കാര്യം ജനങ്ങളിലെ ഏറ്റവും വലിയ കള്ളനോ ജനങ്ങളിൽ ഏറ്റവും വലിയ സത്യസന്ധനോ അല്ലാതെ പറയില്ല. ഇത് രണ്ടിലിടയിലുള്ള സാധാരണക്കാരിത് പറയില്ല. സാധാരണ ജീവിക്കുന്നൊരു മനുഷ്യൻ, ഒരു സാധാരണ കാര്യങ്ങളേറ്റൊക്കെ പോകുന്ന ഒരാൾ ഒരിക്കലും ഞാൻ ആകാശഭൂമികളുടെ റബ്ബായ അള്ളാഹുവിൻ്റെ ദൂതനാണ്, പ്രവാചകനാണ് എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ ഒറ്റ വലിയ കള്ളവനായിരിക്കും. നിങ്ങൾ നാട്ടിൽ കാണുന്നത് പോലെ കള്ളപ്രവാചകന്മാർ നോക്കൂ, അവരെ ശ്രദ്ധിച്ചു നോക്കൂ, ഏറ്റവും വലിയ കള്ളന്മാരായിരിക്കും. വൃത്തികേടുകളിലും മോശത്തരങ്ങളിലും. ഈ മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി ആകട്ടെ, അതുപോലെ ഇതിനു മുൻപ് വന്ന കള്ളപ്രവാചകന്മാർ എല്ലാവരും എടുത്തു നോക്കൂ, അങ്ങേറ്റവും വൃത്തികെട്ട ജീവിതത്തിലായിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ നാട്ടിൽ നോക്കൂ നിങ്ങൾ, ഈ ദൈവാവതാരങ്ങളാണ്, പുരോഹിത എന്താ പറയുക, ദൈവത്തിൻ്റെ അടുത്തേക്ക് എത്തിക്കുന്ന ആൾക്കാരാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന പുരോഹിതന്മാർ, അല്ലെങ്കിൽ ഇത്തരം ഞങ്ങൾക്ക് ഭാവി അറിയാം എന്നൊക്കെ വാദിക്കുന്ന ആളുകൾ നോക്കൂ നിങ്ങൾ. ഇത്തരം ആളുകളെ ശ്രദ്ധിച്ചു നോക്കൂ. ഒരു നോക്കാൻ പോലും പറ്റാത്തത്ര അറപ്പുള്ള ജീവിതമായിരിക്കും. വൃത്തികേടുകളിൽ, മോശത്തരങ്ങളിൽ. ഒന്നല്ലെങ്കിൽ ഇത് അവകാശപ്പെടുക ഏറ്റവും മോശക്കാരനായിരിക്കും, അല്ലെങ്കിൽ ഏറ്റവും സത്യസന്ധനായിരിക്കും. അതായത് ശരിയായ നബിമാരെ ഇത് പറയുള്ളൂ. ഏറ്റവും സത്യസന്ധനായ മനുഷ്യനെയും ഏറ്റവും കള്ളനായ മനുഷ്യനെയും വേർതിരിക്കുക എന്നത് ഏറ്റവും വിവരം കുറഞ്ഞ ആൾക്കാർക്ക് വരെ സാധിക്കുന്ന കാര്യമാണ്. ഏറ്റവും വലിയൊരു കള്ളത്തരത്തിൻ്റെ അങ്ങേയറ്റെത്തിയ ഒരാളെയും ഏറ്റവും സത്യസന്ധത പാലിക്കുന്ന ഒരാൾ, ഈ രണ്ടിനിടയിലുള്ള വേർതിരിവ് വളരെ എളുപ്പമാണ്. അത് രണ്ടും മനസ്സിലാക്കുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എടുത്തു നോക്കൂ നിങ്ങൾ. അവിടുന്ന് ഒരിക്കൽ പോലും കളവ് പറയുന്നില്ല. ഒരിക്കൽ പോലും കളവ് പറയുന്നില്ല. കളവ് പറയുന്നില്ലെന്ന് മാത്രമല്ല, അവിടുന്ന് നബിയായി, റസൂലായി, അവിടുത്തെ പ്രബോധനം കുറച്ചങ്ങ് നീങ്ങിയപ്പോഴത്തേക്ക് മക്കയിലെ മുശ്രിക്കുകൾ അവിടുത്തെ മുൻപിൽ കൊണ്ടുവന്ന് അധികാരം മുന്നിൽ വെച്ചു കൊടുത്തു, സമ്പത്ത് മുന്നിൽ വെച്ചു കൊടുത്തു, സൗകര്യങ്ങൾ മുന്നിൽ വെച്ചു കൊടുത്തു, നേതാവാക്കാമെന്ന് വാഗ്ദാനം നൽകി. അവിടുന്ന് ഒന്നും സ്വീകരിക്കുന്നില്ല. എന്നിട്ടും പരീക്ഷണങ്ങൾ, പ്രയാസങ്ങൾ, അവസാനം സ്വന്തം നാട്ടിൽ നിന്ന് പലായനം ചെയ്യുന്നു, മദീനയിൽ പോകുന്നു. അവിടെയും പ്രയാസങ്ങൾ, ദുരിതങ്ങൾ നേരിടുന്നു. മദീനയിൽ യഹൂദർ, മുനാഫിക്കുകൾ ഇതൊക്കെ ഉണ്ടാകുന്നു. ബദ്ർ സംഭവിക്കുന്നു, ഉഹദ് സംഭവിക്കുന്നു. ഉറ്റവരായ ആളുകൾ മരിച്ചു വീഴുന്നു ചുറ്റുപാടും. ഹംസയും മുസ്അബ് ഇബ്നു ഉമൈറും ഖദീജയും, എന്തിനാ അവിടുത്തെ സഹായിക്കുമായിരുന്ന അബൂ താലിബ് മരണപ്പെടുന്നു. ഇതൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഉറച്ചു നിൽക്കുന്നു. തൻ്റെ ആദർശത്തിൽ ഒരു ചെറിയ രൂപത്തിലൊരു വിട്ടുവീഴ്ച പോലും ചെയ്യുന്നില്ല. ഒരു ചെറിയ രൂപത്തിൽ. എന്തിന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ റസൂൽ എന്തെങ്കിലും ഒന്ന് മറച്ചു വെക്കുമായിരുന്നെങ്കിൽ അവിടുന്ന് സൈനബുമായി ബന്ധപ്പെട്ട വിഷയം മറച്ചു വെക്കുമായിരുന്നു. അതുവരെ അവിടുന്ന് മറച്ചു വെക്കുന്നില്ല. അള്ളാഹു എത്തിച്ചത് അതുപോലെ പറയണം. മക്കയിലായിരിക്കുന്ന സമയത്താണ് അവിടുന്ന് അബസ വതവല്ല എന്ന സൂറത്ത് ജനങ്ങളെ കേൾപ്പിക്കുന്നത്. എന്താ അതിലുള്ളത്? അന്ധനായ ഒരാൾ അബ്ദുല്ലാഹ് ബിൻ ഉമ്മി മക്തൂം വന്നെത്തിയപ്പോൾ വലിയ പ്രമാണിമാരായ മുശ്രിക്കുകൾ മുന്നിലുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരെങ്ങാനും ഇസ്ലാം സ്വീകരിച്ചാൽ ജനങ്ങൾ, മുസ്ലിങ്ങൾക്കെതിരെയുള്ള പീഡനങ്ങൾ കുറയുമല്ലോ എന്ന പ്രതീക്ഷയിൽ അവരോട് സംസാരിച്ചു. ഇബ്നു ഉമ്മി മക്തൂമിനെ കുറച്ചു നേരം അവഗണിച്ചു. അതിനവിടുത്തെ ആക്ഷേപിച്ചുകൊണ്ടാണ് സൂറത്തു അബസ അവതരിക്കുന്നത്. അബസ വതവല്ല, അത് അവിടുന്ന് കേൾപ്പിക്കാൻ, അത് നിസ്കാരത്തിൽ ഓതാൻ പറയാം. അബസ വതവല്ല അൻ ജാഅഹുൽ അഅമ. ഇങ്ങനെയാണ് ഒരു കളവ് പറയുന്ന ഒരാൾ ഇത് ചെയ്യാൻ. എന്നിട്ട് ജനങ്ങളോട് പറയത് അന്ത്യനാൾ വരെ നിസ്കാരത്തിൽ ഓതിക്കൊണ്ടിരിക്കുക. അബസ വതവല്ല അൻ ജാഅഹുൽ അഅമ മാ യുദ്രീക ലഅല്ലഹു യസ്സക്ക. എത്ര ശക്തമാണ് അതിലെ പ്രയോഗങ്ങളെന്ന് ആലോചിച്ചു. അബസ
മുഖം തിരിച്ച് കളഞ്ഞു. ഒറ്റവല്ല, തിരിഞ്ഞു കളഞ്ഞു. ആരെക്കുറിച്ച് പറയുന്നു? അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ച് പറയും സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് അവിടുന്ന് പറയുന്നു, സൂറത്തു തഹ്രീം അവതരിക്കുന്നു, യാ അയ്യുഹൻ നബി ലിമ തുഹർരിമു മാ ഹല്ലല്ലാഹു ലക്, അള്ളാഹു ഹലാലാക്കിയ നബി എന്തിനാണ് അങ്ങ് ഹറാമാക്കിയത്? ഇതൊക്കെ അവതരിക്കുന്നു. കളവ് പറയുന്നില്ല. ശരി, കളവ് പറയുന്നില്ല എന്ന് അവിടെ ഒരു സ്ഥലത്ത് മാറ്റിവെക്കാം. അവിടുത്തെ അങ്ങേയറ്റം പീഡിപ്പിച്ച ഒരു ജനതയ്ക്ക് മുകളിൽ വർഷങ്ങൾക്ക് ശേഷം അവിടത്തേക്ക് അധികാരം ലഭിക്കുന്നു. അവിടുന്ന് മക്ക കീഴടക്കിക്കൊണ്ട് തിരിച്ചു വരുന്നു. മക്കക്കാർ ഇതുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിച്ച ആളുകൾ, അങ്ങേറ്റം പ്രയാസപ്പെടുത്തിയ ആളുകൾ അവർ മുന്നിൽ വന്ന് കീഴടങ്ങിക്കൊണ്ട് നിൽക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഞാൻ എന്ത് ചെയ്യുമെന്നാണ് കരുതുന്നത്? അവർ പറഞ്ഞു, ഏറ്റവും മാന്യനായ, അങ്ങ് ഏറ്റവും മാന്യനായ ഒരാളുടെ മാന്യനായ പുത്രനാണ്, മാന്യതയല്ലാതെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ഹദീസിൽ ഈ ലഫ്ള് സ്ഥിരപ്പെട്ടിട്ടില്ലെങ്കിൽ ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. അവിടുന്ന് പറഞ്ഞു, ഇദ്ഹബു അൻതും മുത്തലഖാ, പൊയ്ക്കോളൂ, നിങ്ങൾ സ്വതന്ത്രരാണ്. ചരിത്രത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത പ്രവൃത്തിയാണിത്. അവിടുന്ന് അവസാനം അവിടുന്ന് വഫാത്താകുന്ന സന്ദർഭത്തിൽ റോമയുടെയും പേർഷ്യയുടെയും അതിരുകളിൽ മുസ്ലിങ്ങൾ പോയി മുട്ടിയിട്ടുണ്ട് വഫാത്താകുന്ന വേളയിൽ. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ അവിടുത്തെ പടയെങ്കി യഹൂദൻ്റെ കയ്യിൽ പണയത്തിലാണ്. അവിടുന്ന് ഇവരുടെ എല്ലാ നേതാവാണ്. ഉലമാക്കൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഹൂദൻ്റെ കയ്യിൽ പടയെങ്കി പണയം വെക്കാൻ ഒരു കാരണമുണ്ട്. കാരണം സഹാബികളോട് അവിടുന്ന് എങ്ങാനും തൻ്റെ പ്രയാസം പറഞ്ഞിരുന്നെങ്കിൽ അവരത് പണയമായി സ്വീകരിക്കുമായിരുന്നില്ല, അവർ പണം വെറുതെ കൊടുക്കുമായിരുന്നു. പക്ഷെ ഒരു യഹൂദൻ്റെ കയ്യിൽ പണയം കൊടുത്താൽ അവൻ എന്തെങ്കിലും ചോദിക്കും, അവൻ തിരിച്ചു വാങ്ങിക്കും. ആ കടം ഒരിക്കലും യഹൂദ വെറുതെ വിടില്ല. അതുകൊണ്ടാണ് അവിടെ എനിക്ക് നോക്കൂ, സഹാബികൾ പണക്കാരവിടെ പുറത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സഹാബിമാരിൽ ഒരാളോടും ആവശ്യപ്പെട്ടില്ല. അവിടുന്ന് യഹൂദൻ്റെ കയ്യിലാണ് പടയെങ്കി കൊണ്ടേ പണം വെക്കുന്നത്. എന്തുകൊണ്ട്? അവിടുന്ന് മറ്റുള്ളവരുടെ ഔദാര്യങ്ങൾ സ്വീകരിക്കാൻ ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെയാണ് അവിടുന്ന് ഈ ലോകത്ത് നിന്ന് വേർപിരിയുന്നത്. സമ്പത്തായിരുന്നു അവിടുത്തെ ഉദ്ദേശം, അധികാരമായിരുന്നു, മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങളായിരുന്നു? ഇതൊന്നും ആയിരുന്നില്ല. എത്രയോ തവണ സഹാബിമാർ ഉമർ ഇബ്നുൽ ഖത്താബ് അവിടുത്തെ അരികിൽ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കിടക്കുന്നു, കിടക്കത്തിന് എഴുന്നേറ്റപ്പോൾ ഇതാ ശരീരത്തിൽ പാടുകളുണ്ട്. ഒരു പുൽപ്പായിലാണ് കിടന്നിരുന്നത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ആ മുറിയിലൊന്ന് കണ്ണോടിച്ചു, മൂലയിൽ ചിലത് ഉണക്കാനിട്ടിരിക്കുന്നു, തോലും മറ്റൊക്കെ ഉണക്കാനിട്ടിരിക്കുന്നു. കുറച്ച് സ്ഥലത്ത് കുറച്ച് ധാന്യങ്ങളുണ്ട്, അതൊരു പാത്രത്തിലെടുത്ത് വെച്ചിരിക്കുന്നു. അവിടുന്ന് ഒരു പുൽപ്പായിലാണ് കിടക്കുന്നത്. എത്രയോ ഹദീസുകൾ കാണാം, ദൂതന്മാർ ദൂരപ്രദേശങ്ങളിൽ നിന്ന് വന്നിട്ട് മസ്ജിദ് നബവിയിൽ കയറിക്കഴിഞ്ഞാൽ അവർ ചോദിക്കുന്നു, നിങ്ങൾ ആരാണ്? മുഹമ്മദ്. അവിടുന്ന് അവരുടെ ഇടയിൽ നിന്ന് അവിടുത്തെ വേർതിരിച്ചറിയാൻ സാധിക്കുമായിരുന്നില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ലഅംറുക, നിന്റെ ജീവിതം തന്നെയാണ് നബിയെ സത്യം. അള്ളാഹുവിൻ്റെ റസൂൽ ജീവിതം കൊണ്ട് അള്ളാഹു സത്യം ചെയ്തു പറയാണ്. ആ ജീവിതത്തിൻ്റെ ശുദ്ധീകരണത്താൽ അള്ളാഹു പറഞ്ഞു, വ ഇന്നക ലഅലാ ഖുലുഖിൻ അദീം, നബി അങ്ങ് മഹത്തരമായ സ്വഭാവത്തിൻ്റെ ഉടമയാണ്. ആരെയും പറയുന്നു? അള്ളാഹുവാണ് പറയുന്നത്. ഞാനത് ഓരോ ഘട്ടങ്ങൾ പറയുകയാണെങ്കിൽ അതിന് മാത്രം പറയാനുള്ളൂ, ചുരുക്കി പറയാനാണ് ഉദ്ദേശിച്ചത്. പക്ഷേ എത്ര ചുരുക്കിയാലും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം, സഹോദരങ്ങളെ, ഒരാൾക്ക് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മണിക്കൂർ നേരത്തേക്ക് അള്ളാഹുവിൻ്റെ റസൂലിനെ പോലെ സമ്പൂർണ്ണമായ ആ ശുദ്ധിയോടുകൂടി ജീവിക്കുക ഒരാൾ ബോധപൂർവം എല്ലാ പൂർണ്ണതയോടുകൂടി ശ്രമിച്ചാൽ ചിലപ്പോൾ സാധിക്കില്ല. കാരണം അതിനു മാത്രം പരിശുദ്ധിയിലായിരുന്നു അവിടുന്ന് ജീവിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ, നിങ്ങൾ ഉദാഹരണത്തിന് അവിടുന്ന് ഒരിക്കലും ഒരാൾ തൻ്റെ അടുത്ത് വന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ, കയ്യിലുള്ള എന്തെങ്കിലും ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ അവിടുന്ന് അത് കൊടുക്കാതിരിക്കുമായിരുന്നില്ല. ഒരു അറാബി ഒരിക്കൽ വന്നിട്ട് നടന്നു പോകുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിറകിൽ വന്ന് അവിടുത്തെ മേൽമുണ്ടായി ധരിച്ചിരുന്ന വസ്ത്രം അത് പിറകിൽ നിന്ന് വലിച്ച് അവിടുത്തെ കഴുത്തിൽ പാടുണ്ടായി. എന്നിട്ട് പറഞ്ഞു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു നിനക്ക് നൽകിയ സമ്പത്തിൽ എനിക്ക് നൽകുക. അവിടുന്ന് പുഞ്ചിരിച്ചു, തൻ്റെ ഒപ്പമുള്ള ആളുകളോട് അയാൾക്ക് കൊടുക്കാൻ പറഞ്ഞു. അവിടുന്ന് സഹാബികളുടെ നേതാവാണ്, പക്ഷെ അവിടുത്തെ പെരുമാറ്റം ഇതായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം.
എത്ര ഹദീസുകളാണ് ഇതുപോലെ ഉള്ളത്, എത്ര ഹദീസുകളാണ് പറയാൻ തുടങ്ങിയാൽ അതിനുമാത്രം ഹദീസുകളുണ്ട് അവിടുത്തെ നല്ല സ്വഭാവം വരിക്കുന്ന. അതുകൊണ്ട് ഉലമാക്കൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ ഫദ്ൽ കഴിഞ്ഞാൽ, അള്ളാഹുവിൻ്റെ ഔദാര്യം കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം കണ്ടുകൊണ്ടാണ് ഏറ്റവും അധികം ആളുകൾ ഇസ്ലാം സ്വീകരിച്ചത്. അള്ളാഹുവിൻ്റെ ഔദാര്യം ഒഴിച്ചു നിർത്തിയാണ്, അള്ളാഹു ഹിദായത്ത് നൽകി എന്നുള്ള കാര്യം മാറ്റി നിർത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അവിടുന്ന് റസൂലാണ് എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവുകളിൽ പെട്ടതാണ്. അങ്ങേയറ്റം നിഷേധിയായ ഒരാൾക്കല്ലാതെ അത് തള്ളിക്കളയാൻ സാധിക്കുകയില്ല. മൂന്നാമത്തെ കാര്യം മുഅ്ജിസത്തുകളാണ്, അതായത് അത്ഭുത സംഭവങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് സംഭവിച്ചത്. അതിൽപ്പെട്ടതാണ് ഇവിടുത്തെ കാലഘട്ടത്തിൽ ചന്ദ്രൻ പിളർന്നു എന്നത്. ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇഖ്തറബത്തി സ്സാഅതു വൻഷഖൽ ഖമർ, അന്ത്യനാൾ അടുത്തിരിക്കുന്നു, ചന്ദ്രൻ പിളർന്നിരിക്കുന്നു. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മക്കയിലെ മുശ്രിക്കുകൾ ഒരു ദൃഷ്ടാന്തം കാണിച്ചു നൽകാൻ ആവശ്യപ്പെട്ടപ്പോൾ അവിടുന്ന് അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം കാണിച്ചു നൽകിയ കാര്യമാണ്. നമ്മൾ കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ചരിത്രം കേരളത്തിൻ്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട കാര്യമാണ്. അറബി ഗ്രന്ഥങ്ങളിലും അത് കാണാം. അതുപോലെ തന്നെ ഇംഗ്ലീഷിലും മറ്റുമൊക്കെ എഴുതപ്പെട്ട പഴയകാല ചരിത്രങ്ങളിലും ഈ പറഞ്ഞ കാര്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കാലഘട്ടത്തിലാണ് ചന്ദ്രൻ പിളർന്നത്. ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന കേരളത്തിലുണ്ടായിരുന്ന രാജാവ് മട്ടുപ്പാവിൽ നിൽക്കുമ്പോഴോ മറ്റോ ചന്ദ്രൻ പിളർന്നത് കണ്ടു. ഇതിൻ്റെ കാര്യം എന്താണ് എന്ന് അറിയാൻ വേണ്ടി അദ്ദേഹം ദൂതന്മാരെ അയച്ചു. അങ്ങനെ അറേബ്യയിൽ ഒരു പ്രവാചകൻ വന്നിട്ടുണ്ട് എന്നറിഞ്ഞു. അദ്ദേഹം അവരെ അന്വേഷിച്ചുകൊണ്ട് പുറപ്പെട്ടു എന്ന് തുടങ്ങുന്ന ചരിത്രം ഇബ്നു കസീർ അദ്ദേഹത്തിൻ്റെ അൽ ബിദായ വൻ നിഹായയിൽ കൊടുത്തതായി കാണാം. അതുപോലെ തന്നെ ബ്രിട്ടീഷ് ആർക്കൈവുകളിലും മറ്റുമൊക്കെയുള്ള പഴയകാല രേഖകളിൽ ഈ പറഞ്ഞ ചരിത്രമുണ്ട്. ചരിത്രം എന്ന നിലയ്ക്ക് ഇത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ സംഭവിച്ച അത്ഭുതങ്ങളിൽ ഒന്നാണത്. നമ്മുടെ നാട്ടിലും അതിൻ്റെ ചരിത്രം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്ന നിലക്ക്, അതുകൊണ്ടാണ് ഞാനത് ആദ്യം തന്നെ പറഞ്ഞത്. അതല്ലാത്ത ഈ സംഭവങ്ങൾ ധാരാളമുണ്ട്. ഉദാഹരണത്തിന് അവിടുത്തെ വിരലുകൾക്കിടയിലൂടെ വെള്ളം വന്നത് ധാരാളം തവണ സംഭവിച്ചതാണ്. അനേകം ആളുകൾക്കിടയിൽ നിന്ന് സംഭവിച്ചതാണ്. നിങ്ങൾ ചോദിച്ചേക്കാം, എനിക്കിപ്പോൾ ആൾക്കാരുണ്ടാക്കി പറഞ്ഞതായിക്കൂടെ എന്ന് വേണമെങ്കിൽ ആളുകൾക്ക് പറയാമല്ലോ എന്ന് ചിലപ്പോൾ പറഞ്ഞേക്കാം. പണ്ഡിതന്മാർ പറഞ്ഞതായിക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ അത്ഭുത സംഭവങ്ങൾ ധാരാളം മനുഷ്യർ കാണുകയും ധാരാളം ജനങ്ങൾ പിൽക്കാലഘട്ടത്തിലുള്ളവർക്ക് പകർന്നു നൽകുകയും ചെയ്ത കാര്യമാണ്. ചരിത്രത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ഒരാൾ ചരിത്രമായി അംഗീകരിക്കാൻ തയ്യാറല്ലെങ്കിൽ അവന് ചരിത്രമായി ഒന്നും അംഗീകരിക്കാൻ പറ്റില്ല. നിങ്ങൾ വിശദീകരിക്കേണ്ട കാര്യമാണ്. ചരിത്രത്തിൻ്റെ നിയമങ്ങളും മറ്റും പരിശോധിച്ച ഒരു കാര്യം ചരിത്രമായി സ്ഥിരപ്പെടണമെങ്കിൽ വളരെ കുറഞ്ഞ തെളിവുകൾ മതി. ഇത് ചരിത്രത്തിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന് പറയാൻ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലുണ്ടായ ഈ സംഭവങ്ങൾ ഹദീസിൽ പറയും മുതവാത്തിറായി വന്നതാണ്. മുതവാത്തിർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇതൊരു കളവാകാൻ സാധ്യതയില്ല എന്ന് ഉറപ്പുവരുന്ന രൂപത്തിൽ വന്നതാണ്. ഒരാൾക്ക് നിഷേധിക്കാൻ പറ്റില്ല. അതിൻ്റെ ഘടനയും മറ്റും പരിശോധിക്കുമ്പോൾ അത് എങ്ങനെ പരിശോധിക്കണമെന്ന് വേറെ തന്നെ ഒരു വിഷയമാണ്. പക്ഷെ ചരിത്രം അറിയുന്ന, അതിൻ്റെ വിജ്ഞാനത്തെക്കുറിച്ച് പഠിക്കുന്ന ഏതൊരു ചരിത്ര വിദ്യാർത്ഥിക്കും ഒരിക്കലും തള്ളിക്കളയാൻ കഴിയാത്ത രൂപത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ സംഭവിച്ച ഈ അത്ഭുതങ്ങൾ വന്നിട്ടുള്ളത്. ഒരിക്കലും ഒരാൾക്ക് തള്ളിക്കളയാൻ പറ്റില്ല. വേറെ തന്നെ വിഷയം, നിങ്ങൾക്ക് ഹദീസിൻ്റെ നിദാന ശാസ്ത്രത്തെക്കുറിച്ച് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് ബോധ്യപ്പെടും. മനുഷ്യർ പൊതുവെ ചരിത്രമായി ഗണിക്കുന്ന കാര്യങ്ങൾ, അത് സ്വീകരിക്കാൻ അവർ ഉപയോഗിക്കുന്ന മാനദണ്ഡങ്ങൾ ഒരു ഭാഗത്ത് നിങ്ങൾ നോക്കുക. ഹദീസുകൾ സ്വീകരിക്കാൻ പണ്ഡിതന്മാർ സ്വീകരിച്ച മാനദണ്ഡം നോക്കുക. ഇത് രണ്ടും തമ്മിൽ രാത്രി പകൽ തമ്മിൽ വ്യത്യാസമുണ്ട്. അതിൽ തന്നെ ഹദീസിൻ്റെ മാനദണ്ഡങ്ങളിൽ അങ്ങേയറ്റം ഏറ്റവും ശക്തമായതാണ് മുതവാത്തിർ എന്നത്. മുതവാത്തിർ ഹദീസ് എന്ന് പറയും. അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറയും അതിൻ്റെ പരമ്പര പോലും നോക്കേണ്ടതില്ല എന്നാണ്. കാരണം അത് സത്യമാണ് എന്ന് കേവലം നോക്കിയാൽ മനസ്സിലാവും. മുതവാത്തിർ ഹദീസുകൾ പരമ്പര നോക്കേണ്ടത് പോലുമില്ല എന്ന് പറയും. അങ്ങനെ സ്ഥിരപ്പെട്ട കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ സംഭവിച്ച ഇത്തരം അത്ഭുതങ്ങൾ. അവിടുത്തെ ഭക്ഷണം അധികരിപ്പിച്ച സംഭവങ്ങൾ അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം, അതുപോലെ രോഗിയെ സുഖപ്പെടുത്തിയത്, ഇങ്ങനെയുള്ള ധാരാളം ഹദീസുകൾ അതിൽ എണ്ണാവുന്നതാണ്. അഞ്ചാമത്തെ കാര്യം, അവസാനത്തെ കാര്യം, ശരീഅത്ത് എന്ന തെളിവ്. ഇസ്ലാമിക ശരീഅത്ത് ഇത് അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്നതിനുള്ള തെളിവാണ്. ഇസ്ലാമിക ശരീഅത്ത് എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ ദീൻ പഠിക്കുക, അഖീദ പഠിക്കുക,
ഇബാദത്തുകൾ പഠിക്കുക, മുആമലാത്തുകൾ, ഇടപാടുകൾ, കച്ചവടം, വിവാഹം, തൊലാഖ്, അതുപോലെ യുദ്ധം, സമാധാനം, ഇങ്ങനെ ജിഹാദ്, അതല്ലാത്ത ജിഹാദിൻ്റെ സന്ദർഭത്തിൽ പാലിക്കേണ്ട വിധിവിലക്കുകൾ, അതുപോലെ കോടതി വ്യവഹാരങ്ങൾ പാലിക്കേണ്ട രൂപങ്ങൾ, അതുപോലെ ക്രിമിനൽ പിന്നെ കേസുകൾ സംഭവിച്ചാൽ അതിനുള്ള ശിക്ഷാവിധികൾ. ഇസ്ലാം ഈ വിഷയങ്ങളിലൊക്കെ പഠിപ്പിച്ചിട്ടുള്ള നിയമങ്ങൾ പരിശോധിച്ചാൽ, അതായത് ഞാൻ കേവലം വിഷയങ്ങൾ പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ വ്യാപ്തി എത്ര വലുതാണ് ഞാൻ. ഇപ്പോൾ അഖീദ എടുത്താൽ അള്ളാഹുള്ള വിശ്വാസം, നബിമാരുടെ വിശ്വാസം, മലക്കുകളുടെ വിശ്വാസം, കിതാബുള്ള വിശ്വാസം, അന്ത്യനാളുടെ വിശ്വാസം, ഖളാ ഖദർ, ഇങ്ങനെ വലിയൊരു മേഖല അവിടെ തന്നെ ഉണ്ട്. ഇബാദത്തുകൾ എടുത്താലോ നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, അത് നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, ഖുർആൻ പാരായണം, ഇങ്ങനെ ഇബാദത്തുകൾ അത് വേറെ തന്നെ ഉണ്ട്. ബാത്റൂമിൽ പോകുമ്പോൾ ശുദ്ധീകരണം, ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു. ഒരു ബാത്റൂമിൽ കയറുന്ന സമയത്ത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് എത്ര വിധിയുണ്ട്. ബാത്റൂമിൽ കയറുമ്പോൾ എത്ര കാര്യങ്ങൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അടുത്തേ കാല് വെക്കണം, കയറുമ്പോൾ ബിസ്മില്ലാ ചൊല്ലണം, അള്ളാഹുവിനെ ഖുബ്സുൽ ഖബായിസ് ചൊല്ലണം. ബാത്റൂമിൽ കയറി കഴിഞ്ഞാൽ മൂത്രമൊഴിക്കുമ്പോൾ വലത് കൈ കൊണ്ട് ഗുഹ്യസ്ഥാനത്ത് തൊടാൻ പാടില്ല. അതുപോലെ തന്നെ പരമാവധി മറ സ്വീകരിക്കണം. ബാത്റൂമിന് അധികം ചെലവഴിക്കാൻ പാടില്ല. ഖിബ്ലക്ക് നേരെ ഇരിക്കരുത്, ഖിബ്ലക്ക് പിന്തിരിഞ്ഞിരിക്കരുത്. മൂത്രമൊഴിച്ചാൽ എങ്ങനെ കഴുകണം, വെള്ളം ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം, മലവിസർജനം നടത്തിയാൽ എങ്ങനെ കഴുകണം. ഇങ്ങനെ ഞാനിത് കേവലം ഓരോന്നോരോന്ന് പറയുമ്പോൾ എത്ര കാര്യമുണ്ട് ഇതിൽ, എത്ര കാര്യങ്ങൾ വന്നു. കേവലം ഒരാൾ ബാത്റൂമിൽ കയറുക എന്നുള്ള ഒറ്റ കാര്യമുള്ളത്. ഒരാൾ ഉറങ്ങി എഴുന്നേൽക്കുക, എത്ര നിയമങ്ങളുടെ അവിടെ. എങ്ങോട്ട് തിരിഞ്ഞ് കിടക്കണം, എന്തൊക്കെ ചൊല്ലി കിടക്കണം, കിടക്കുന്ന വിരിപ്പ് കുടയണം. അതിനുശേഷം ഉറക്കത്തിൽ നിന്ന് സ്വപ്നം കണ്ട് പേടിച്ചെണീച്ചാൽ എന്ത് ചെയ്യണം, നല്ല സ്വപ്നം കണ്ടാൽ എന്ത് ചെയ്യണം, ഉറക്കം വരുന്നില്ലെങ്കിൽ എന്ത് ചെല്ലണം, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ എന്ത് ചെയ്യണം, രാത്രി നിസ്കാരത്തിന് എഴുന്നേൽക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഉറക്കം കളയേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കൈകൊണ്ട് ഉറക്കം മുഖത്ത് തുടച്ചു നീക്കുമായിരുന്നുണ്ട്. ഉറങ്ങി എഴുന്നേറ്റാൽ ഇങ്ങനെ ഉറക്കവുമായി ബന്ധപ്പെട്ട കാര്യം. യാത്ര എടുത്തു നോക്കൂ നിങ്ങൾ. എപ്പോൾ യാത്ര പോകണം, ഏറ്റവും നല്ലത് എപ്പോഴാണ്, കൂട്ടം കൂടിയാണോ പോകേണ്ടത്, കൂട്ടം കൂടിയാണ് പോകുന്നതിൽ അമീറാക്കേണ്ടത് എങ്ങനെയാണ്, അമീറിന് എന്തിനൊക്കെ കാര്യത്തിൽ അനുസരിക്കണം, യാത്ര എവിടേക്കൊക്കെ പോകണം, എവിടേക്കൊക്കെ പോകാൻ പാടില്ല, എന്തൊക്കെ യാത്രക്ക് നിയ്യത്തുണ്ടാകാം. ഇങ്ങനെ ഇതൊക്കെ ഓരോ ഭാഗങ്ങളാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇതിലൊരു കാര്യം പോലും വിട്ടിട്ടില്ല. ആകെ 23 വർഷക്കാലം കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞു തരുന്നത്. യുദ്ധം, ഞാൻ യുദ്ധം എന്തുകൊണ്ട് പറയുന്നു വെച്ചാൽ അതിൽ വരെ അവിടുത്തെ വിധിവിലക്കുകളുണ്ട്, കൃത്യമായ വിധിവിലക്കുകളുണ്ട്. സുബ്ഹാനല്ലാഹ്, ഞാൻ വായിച്ച സന്ദർഭത്തിൽ അത്ഭുതപ്പെട്ട കാര്യങ്ങളൊന്ന് ഫുഖഹാക്കൾ പറഞ്ഞേക്കണം. യുദ്ധത്തിനിടയിൽ യുദ്ധം ചെയ്യുമ്പോൾ ആർത്തിട്ട് അട്ടഹസിക്കാൻ പാടില്ല എന്നാണ്. അത് മക്രൂഹാണ്, അതൊരു വിധിയാണ്. കാരണം എന്താ, ഇത് ഇബാദത്താണ്, ഇബാദത്തിൽ മര്യാദകൾ പാലിക്കണം. അപ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു യുദ്ധം എങ്ങനെ ചെയ്യണം, മരം വെട്ടാൻ പാടില്ല, കുട്ടികളെ കൊല്ലാൻ പാടില്ല, പിന്തിരിഞ്ഞോടുന്നവനെ വധിക്കാൻ പാടില്ല, സ്ത്രീകളെ കൊല്ലാൻ പാടില്ല, മഠങ്ങളിലിരിക്കുന്ന പുരോഹിതന്മാരെ വധിക്കാൻ പാടില്ല, എങ്ങനെ യുദ്ധം ചെയ്യണം, എങ്ങനെ യുദ്ധം ചെയ്യാൻ പാടില്ല, യുദ്ധത്തിൽ ഏറ്റവും നല്ല സമാധാനമുണ്ടായാൽ എങ്ങനെ സമാധാനം സ്വീകരിക്കണം, എങ്ങനെ കരാറിൽ ഏർപ്പെടണം, എത്ര വർഷം ചെയ്യാൻ പറ്റും, കരാറിൻ്റെ കാലാവധി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, വഞ്ചന സംഭവിച്ചാൽ എന്ത് ചെയ്യണം, വഞ്ചന പേടിച്ചാൽ എന്ത് ചെയ്യണം, ഭരണാധികാരി തടവുകാരെ പിടിച്ചാൽ എന്ത്, ഇങ്ങനെ വിധിവിലക്കുകളുടെ അത്ര വിശദമായ വിവരണങ്ങളുണ്ട്. ഭരണാധികാരി എങ്ങനെ തിരഞ്ഞെടുക്കണം, ഇതൊക്കെ ആരാണ് ഈ പറയുന്നത്? ഒരു ഗ്രന്ഥം പോലും, ഒരു വരി പോലും വായിക്കാൻ കഴിയാത്ത. ഹുദൈബിയ സന്ധിയിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി ഇബ്നു അബി താലിബിനോട് പറഞ്ഞു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നെഴുതിയപ്പോൾ സുഹൈൽ പറഞ്ഞു ബിസ്മിക അല്ലാഹുമ്മ എന്നെഴുതിയാൽ മതി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഞങ്ങൾക്കറിയില്ല, നീ കൊണ്ടുവന്ന. അപ്പോൾ അലി ഇബ്നു അബി താലിബ് വെട്ടാൻ പറഞ്ഞു, അദ്ദേഹം അത് വെട്ടി. എന്നിട്ട് കരാർ എഴുതുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് എഴുതിയപ്പോൾ അവരെഴുതി, അവിടുന്ന് പറഞ്ഞു കൊടുത്തു മുഹമ്മദ് ബിനു, ഈ കരാറ് ബൈന റസൂലില്ല മുഹമ്മദിൻ റസൂലില്ല, അള്ളാഹുവിൻ്റെ റസൂലായ മുഹമ്മദും സുഹൈലും തമ്മിലുള്ള കരാറാണ്. അപ്പോൾ സുഹൈൽ ഇത് വായിച്ച് കേട്ടപ്പോൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലാണ് നീ എന്ന് ഞങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഖലാസ്, പിന്നെ നമ്മൾ തമ്മിലുള്ള പ്രശ്നം കഴിഞ്ഞില്ലേ, അപ്പോൾ അത് പറ്റില്ല, വെട്ടണം നേരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലിയോട് വെട്ടാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങയുടെ പേര് ഞാൻ വെട്ടുകയില്ല.
ഹദീസിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അലിയോട്, നീ എനിക്ക് ആ സ്ഥലം കാണിച്ചാൽ ഞാൻ വെട്ടിക്കോളാം. അതുവരെ അവിടത്തേക്ക് വായിക്കാൻ പറ്റുമായിരുന്നില്ല എന്നാണ്. അതുവരെ അവിടത്തേക്ക് വായിക്കാൻ പറ്റുമായിരുന്നില്ല. ഒരു 2 വരി പോലും വായിക്കാൻ അവിടത്തേക്ക് സാധിക്കുമായിരുന്നില്ല. അവിടെ അത്രയും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മിയത്ത്, അവിടുത്തെ നിരക്ഷരത, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാര്യത്തിൽ അത് ശ്രദ്ധയാണ്. മറ്റുള്ള ആളുകൾ പഠിക്കണം, വായിക്കാൻ പഠിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റുള്ളവരോടൊക്കെ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്, എഴുത്തും വായനയും പഠിക്കാൻ. പക്ഷെ അവിടുത്തെ കാര്യം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാര്യത്തിൽ അത് ശ്രദ്ധയാണ്. കാരണം അവിടുത്തെ നബിയാണ് എന്നതിനുള്ള തെളിവാണത്. അവിടുത്തെ ഉമ്മിയത്ത്, അവിടുത്തെ നിരക്ഷരത. ഈ റസൂലാണ് ഈ പറഞ്ഞ വിധികളൊക്കെ പറയുന്നത്. നിങ്ങൾ നോക്കൂ, ഒരു കോളേജ് കൊണ്ടു നടക്കുന്ന മാനേജ്മെൻറ്റ് കോളേജിലെ കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന എങ്ങനെയൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന കാര്യങ്ങൾ വിവരിക്കുന്ന കാര്യങ്ങൾ അല്ലേ, അധ്യാപകരൊക്കെ കൂടിയിരുന്ന് ആലോചിച്ച് തീരുമാനമാക്കി എഴുതി എത്ര കാലം അത് മുന്നോട്ട് പോകും? കുറച്ച് കാലം കഴിഞ്ഞാൽ അവർക്ക് തന്നെ മനസ്സിലായതിൽ ചിലപ്പോൾ നിയമങ്ങളൊന്നും നടക്കില്ല, ഇവിടെ പ്രാക്ടിക്കലല്ല, അത് പറ്റില്ല, ഇത് ശരിയാക്കണം, ഇത് ഇവിടെ മാറ്റണം. ഒരു ചെറിയൊരു കോളേജിൻ്റെ കാര്യത്തെ ബാധിക്കുന്ന കാര്യങ്ങൾ എഴുതി ഉണ്ടാക്കിയാൽ, മനുഷ്യന്മാർ കൂടിയാലോചിച്ച് എഴുതി ഉണ്ടാക്കിയാൽ അതിൽ പിന്നീട് മാറ്റത്തിരുത്തലുകൾ വരും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വർഷങ്ങൾക്ക് മുൻപ് പഠിപ്പിച്ച്, ഞാൻ അധിക വിധിവിലക്കുകളെ കുറിച്ച് ഒന്നും പറയുന്നില്ല. സക്കാത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. വലിയ സാമ്പത്തിക മേഖലയിൽ വലിയ പ്രാവീണ്യമുണ്ട് എന്ന് അവകാശപ്പെടുന്ന ആൾക്കാരാണ് കമ്മ്യൂണിസ്റ്റുകാർ. അവർ വരെ സക്കാത്തിൻ്റെ കാര്യം പ്രശംസിച്ചതായി കാണാം കമ്മ്യൂണിസ്റ്റുകാർ. കാരണം അത്ര കൃത്യമായാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്ത് നിശ്ചയിച്ചിട്ടുള്ളത്. അതിൻ്റെ സക്കാത്തിൻ്റെ അളവ് നിശ്ചയിക്കുന്നതിൽ വരെ കൃത്യതയുണ്ട്. ഒരു കൃഷിയിടം അത് മഴ കൊണ്ട് നനഞ്ഞതാണെങ്കിൽ അതിന് കൊടുക്കേണ്ടതിൻ്റെ പകുതിയാണ് ഒരാൾ സ്വയം നനച്ചാൽ കൊടുക്കേണ്ടത്. ഞാൻ മോട്ടറൊക്കെ എടുത്ത് അടിച്ച് നനച്ചു കഴിഞ്ഞാൽ കൊടുക്കേണ്ടത് പകുതിയാണ്. എന്നാൽ മഴ കൊണ്ട് നനഞ്ഞതാണെങ്കിലോ അതിന് കൊടുക്കേണ്ടത് അതിൻ്റെ നേരെ ഇരട്ടിയാണ്. കാരണം ഒന്നിൽ എൻ്റെ പ്രവർത്തനമുണ്ട്, എൻ്റെ പണിയുണ്ട്, എൻ്റെ ഭാഗത്ത് ചിലവുകളുണ്ട്. സക്കാത്തിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ വിധിവിലക്കുകളുടെ കാര്യത്തിൽ ഇസ്ലാം സ്വീകരിച്ച സമീപനം, സലാം പറയൽ. ഒരാൾ തുമ്മിയാൽ ആലോചിച്ച് നോക്കൂ, ഒരാൾ മനുഷ്യൻ തുമ്മിയാൽ അൽഹംദുലില്ലാ റഹമുക്കല്ലാഹ് യഹ്ദികുമുല്ലാഹ് അസ്സലാമു അലൈക്കും. ഒരു 2 അപരിചിതരായ മനുഷ്യർ പരിചയപ്പെടാൻ ഇസ്ലാമിൽ ഒരു മനുഷ്യൻ തുമ്മിയാൽ മതി. 2 പരിചയമില്ലാത്ത ആൾക്കാർ തമ്മിൽ ഒരു ബന്ധം സ്റ്റാർട്ട് ചെയ്യാൻ ഒരാൾ തുമ്മിയാൽ മതി. ഒരാൾ തുമ്മിയാൽ അൽഹംദുലില്ലാ എന്ന് കേട്ടാൽ റഹമുക്കല്ലാഹ് യഹ്ദികുമുല്ലാഹ് അസ്സലാമു അലൈക്കും. അവർക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും 2 പ്രാർത്ഥനകളായി. അതിലൊരാൾ 2 പ്രാർത്ഥന നടത്തി, ഒരാൾ 1 പ്രാർത്ഥന നടത്തി. 2 പേര് തമ്മിൽ പരിചയപ്പെടാൻ മതി, ഒരാൾ തുമ്മി എന്നുള്ളത് മതി. അള്ളാഹുവിൻ്റെ ദീൻ്റെ വിധിവിലക്കുകൾ ഈ പറഞ്ഞ രൂപത്തിൽ ഇസ്ലാം ഹക്കാണ് എന്നതിന് തെളിവുകളിൽപ്പെട്ടതാണ്. രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നതിൻ്റെ അർത്ഥം എന്താണ് എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാണ് എന്നൊരാൾ അംഗീകരിച്ചാൽ അയാൾ പറയുന്ന വാക്കെന്താണ്? അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. 4 കാര്യങ്ങളാണ്. അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മുസ്ലിമീങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട 4 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം തസ്ദീഖുഹു ഫീമാ അഖ്ബർ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞാൽ അത് സത്യമാണ് എന്ന് വിശ്വസിക്കുക. കാരണം അവിടുന്ന് നബിയാണ്, അവിടുന്ന് അള്ളാഹുവിൻ്റെ റസൂലാണ്, അവിടുന്ന് ഒരിക്കലും കളവ് പറയില്ല, അവാസ്തവമായൊരു കാര്യം പറയില്ല, ശരിയല്ലാത്തൊരു കാര്യം പറയില്ല. അവിടുന്ന് ഒരു കാര്യം പറഞ്ഞാൽ വിശ്വസിക്കാം, സത്യമാണ്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞതുപോലെ വമാ ആതാകും റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റസൂൽ എന്തൊരു കാര്യം കൊണ്ടു തന്നുവോ ഫഖുദൂ, നിങ്ങൾ സ്വീകരിക്കണം. എന്തു കൊണ്ടുവന്നാലും, അവിടുന്ന് എന്ത് കാര്യം പറഞ്ഞാലും അത് അംഗീകരിക്കണം. അതിന് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ അല്ലേ ഉദാഹരണങ്ങൾ പറയാന്നുള്ളത്, ഒരാളുടെ ജീവിതം കണ്ട് പഠിക്കുക എന്നുള്ളതാണ് തത്വം പറയുന്നതിനേക്കാൾ എളുപ്പം. നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യം മനസ്സിലാക്കണം. അബൂബക്കർ സിദ്ദീഖിൻ്റെ ചരിത്രം നോക്കിയാൽ മതി. അദ്ദേഹത്തിന് സിദ്ദീഖ് എന്ന പേര് കിട്ടാൻ കാരണമായൊരു കാര്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലായിരിക്കുന്ന കാലഘട്ടം, അവിടുന്ന് തായിഫിൽ പോയി അവിടുന്ന് കടുത്ത അവഗണനയും പീഡനങ്ങളും ഏറ്റുവാങ്ങി മക്കയിലേക്ക് തിരിച്ചെത്തിയ സമയമാണ്.
ഹിജ്റക്ക് തൊട്ടു മുൻപ് മക്കയിലെ പീഡനങ്ങൾ അത്ര ശക്തമായ സമയം. ആ സമയത്താണ് ഇസ്രാ മിഅ്റാജ് സംഭവിക്കുന്നത്. എന്താ ഇസ്രാ എന്ന് പറഞ്ഞാൽ? രാത്രിയിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് ബൈത്തുൽ മഖ്ദിസിലേക്ക് ഒരു രാത്രിയുടെ ചെറിയൊരു സമയം കൊണ്ട് ബൈത്തുൽ മഖ്ദിസിലേക്ക് പോയി. എന്നിട്ടോ ഇല്ല, അവിടെ അവസാനിച്ചോ? ഇല്ല. അവിടെ നിന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 7 ആകാശങ്ങൾക്ക് മുകളിലേക്ക് വരെ പോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചു. അവിടത്തേക്ക് 5 വക്ത് നിസ്കാരം നിർബന്ധമാക്കി. അവിടുന്ന് തിരിച്ചു വന്നു. മക്കയിലേക്ക് തന്നെ ആ രാത്രി തന്നെ തിരിച്ചെത്തി. കുറഞ്ഞ സമയം കൊണ്ട്, വളരെ കുറഞ്ഞ സമയമാണ് അതിനെടുത്തത്. സീറയുടെ ഗ്രന്ഥങ്ങളിൽ കാണാം, ഹദീസുകൾ നേർക്കേറെ വന്നിട്ടില്ല. സീറയുടെ ഗ്രന്ഥങ്ങളിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കഅബയിൽ അതിൻ്റെ ചാരത്ത് വന്നിരുന്നു. അവിടുന്ന് ചിന്തിച്ചു കൊണ്ടിരുന്നത് ഇതെങ്ങനെ മക്കക്കാരോട് പറയുമെന്നതാണ്. ഇതുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ നിഷേധം എന്തായിരിക്കുമെന്ന് അവിടത്തേക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഇരിക്കുന്നത് കണ്ടപ്പോൾ അബൂ ജഹലോ അതല്ലെങ്കിൽ മുശ്രിക്കുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ വന്നുകൊണ്ട് പറഞ്ഞു, മുഹമ്മദ് എന്തെങ്കിലും പുതിയത് അവതരിച്ചിട്ടുണ്ടോ? സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ അവിടുന്ന് പറഞ്ഞു, അതെ സംഭവിച്ചിട്ടുണ്ട്, ഒരു പുതിയ കാര്യം ഉണ്ടായിട്ടുണ്ട്. അവിടുന്ന് ഇസ്രാ മിഅ്റാജ് വിവരിച്ചു കൊടുത്തു. ഇത് ചരിത്ര ഗ്രന്ഥങ്ങളുള്ള, ഹദീസിലില്ലാതെ. ഈ പറഞ്ഞ സംഭവം ഹദീസിൽ വന്നിട്ടില്ല, പക്ഷേ സീറയുടെ ഗ്രന്ഥങ്ങൾ കാണാൻ. പൊതുവെ ഇത്തരം സീറയുമായി ബന്ധപ്പെട്ട ചരിത്ര വിവരണങ്ങളിൽ ഹദീസിൽ സ്വീകരിക്കുന്ന ശക്തമായ പരിശോധന ഉണ്ടാകാറില്ല. അതുകൊണ്ടാണ് ഞാനത് സീറയിൽപ്പെട്ടതാണ് എന്ന് പ്രത്യേകം പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇയാൾക്ക് ഇതൊക്കെ വിവരിച്ചു കൊടുത്തു. വേളൊന്നും പറയാതെ മിണ്ടാതിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ മക്കക്കാരെ കൂട്ടി വന്നു കഴിഞ്ഞാൽ അവരോടൊക്കെ ഇത് പറയുമോ? പറയാം. മക്കക്കാരെ കൂട്ടി വന്നു. അവിടുന്ന് ഇത് പറഞ്ഞു തീരുന്നത് വരെ അവർ നിശബ്ദരായിരുന്നു. അവിടുന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പരിഹസിച്ച് ചിരിക്കാൻ തുടങ്ങി. ശേഷം വന്ന സംഭവങ്ങൾ ഹദീസിൽ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ ബൈത്തുൽ മഖ്ദിസിനെ കുറിച്ച് ചോദിച്ചറിഞ്ഞു. അവിടുന്ന് ബൈത്തുൽ മഖ്ദിസ് കൃത്യമായി അവർക്ക് വിവരിച്ചു കൊടുത്തു. അവിടുന്ന് ഒരിക്കലും ബൈത്തുൽ മഖ്ദിസിലേക്ക് പോയിട്ടില്ല, പക്ഷെ അവിടുന്ന് കൃത്യമായി വിവരിച്ചു കൊടുത്തു. എന്തിന്? അവിടുന്ന് വഴിയിൽ മക്കയിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന യാത്രക്കാരുടെ വിവരണങ്ങൾ വരെ കൃത്യമായി പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഈ ആളുകൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിച്ചുകൊണ്ട് അബൂബക്കർ സിദ്ദീഖിൻ്റെ അടുത്തേക്ക് ചെന്നു. അബൂബക്കറിനോട് അവർ പറഞ്ഞു, നിൻ്റെ കൂട്ടുകാരൻ പറഞ്ഞ പുതിയ വർത്തമാനം നീ കേട്ടോ? എന്താണത്? അവർ പറഞ്ഞു, മുഹമ്മദ് പറയുന്നത് ഇന്നലെ രാത്രി മക്കയിൽ നിന്ന് ബൈത്തുൽ മഖ്ദിസിലേക്ക് പോയി തിരിച്ചു വന്നു എന്നാണ്. ചില പറഞ്ഞേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ഇസ്രാ മാത്രമാണ് പറഞ്ഞത്, മിഅ്റാജ് ആദ്യം പറഞ്ഞിട്ടില്ല. അപ്പോൾ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ചോദിച്ചു, അവ ഖാല ദാലിക്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അത് പറഞ്ഞിട്ടുണ്ടോ? അവ ഖാല ദാലിക്. നമുക്ക് ഒരു മുഅ്മിനിൻ്റെ ചോദ്യം ഇതാണ്, ഒരു മുസ്ലിം ഒരാളുടെ ചോദ്യം ഇതിലാണുള്ളത്. അവ ഖാല ദാലിക്, അള്ളാഹുവിൻ്റെ റസൂൽ ഇത് പറഞ്ഞിട്ടുണ്ടോ? അവർ പറഞ്ഞു, അതേ പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് പോയി ഞാനൊന്ന് ഉറപ്പുവരുത്തട്ടെ എന്നുകൂടി പറയാൻ തുനിഞ്ഞിട്ടില്ല. അവ ഖാല ദാലിക്, അവിടുന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. ലഇൻ ഖാല ദാലിക ലഖദ് സദഖ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുന്ന് പറഞ്ഞ സത്യമാണ്. അവരിത് കേട്ടപ്പോൾ അവർ പറഞ്ഞു, ഈ കാര്യത്തിൽ നീ മുഹമ്മദിനെ സത്യപ്പെടുത്തുകയാണോ ഇപ്പറഞ്ഞതിൽ? അബൂബക്കർ സിദ്ദീഖ് അദ്ദേഹം പറഞ്ഞു, തഅജബൂന മിൻ ദാലിക്, നിങ്ങൾക്കിത് കണ്ട അത്ഭുതം തോന്നുന്നുണ്ടോ? വ ഇന്നി ലഉസദ്ദിഖുഹു ഫീമാ ഹുവ അക്ബറു മിൻ ദാലിക്, ഇതിനേക്കാൾ വലിയ കാര്യത്തിൽ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സത്യപ്പെടുത്തുന്നുണ്ട്. ഉസദ്ദിഖുഹു ഫീ ഖബരി സമാ യഅതീഹി ഗദ്വതൻ ഔ റൗഹതൻ, ആകാശത്ത് നിന്ന് അവിടത്തേക്ക് അള്ളാഹുവിൽ നിന്ന് സന്ദേശം വന്നെത്തുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്, രാവിലെയും വൈകുന്നേരം. അത് വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ ഇത് വിശ്വസിക്കാൻ എന്താണ് പ്രയാസം? നമുക്ക് അബൂബക്കർ സിദ്ദീഖിൻ്റെ ആ വാക്കിലുണ്ട് ഇന്ന് ഈ കാലഘട്ടത്തിൽ ഹദീസുകളെ നിഷേധിക്കുന്ന പലർക്കുമുള്ള മറുപടി. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശ ലോകത്ത് നിന്ന് വഹി എത്തുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവിടുന്ന് ഒരു കാര്യം പറഞ്ഞാൽ അത് വിശ്വസിക്കുന്നതിന് എന്താണ് തടസ്സമുള്ളത്? സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു നിലക്കും സംശയമുണ്ടാകരുത്.
ഹുദൈബിയ സന്ധി ഉണ്ടായി. ഞാൻ ചരിത്രം വിവരിക്കുന്നില്ല. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം കടുത്ത നിരാശ ഉണ്ടായ സന്ദർഭമായിരുന്നു അത്, ഹുദൈബിയ സന്ധിയുടെ സമയം. കാരണം ഇവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നം കണ്ടു, ഉംറ ചെയ്യുന്ന സ്വപ്നം കണ്ടു. ആ സന്തോഷത്തിൽ പുറപ്പെട്ടതാണ് ഉംറ ചെയ്യാൻ വേണ്ടി. പിന്നെ ഉംറ ചെയ്യാതെ അവർ തിരിച്ചു വരാൻ, ഉംറ ചെയ്യാതെ അവർ തിരിച്ചു വരാൻ. ഉംറ ചെയ്തില്ല എന്ന് മാത്രമല്ല, അവർ തലമുണ്ടനം ചെയ്തിട്ടുണ്ട്. ഉംറ ചെയ്ത് കഴിഞ്ഞാൽ തലമുണ്ടനം ചെയ്യുക, തല വടിക്കുക. പക്ഷെ ഉംറ ചെയ്യാതെ തല വടിച്ചുകൊണ്ടാണ് അവർ തിരിച്ചു വരുന്നത്. അങ്ങനെ ഹുദൈബിയയിലെ കരാർ നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടായിരിക്കും. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നേർക്ക് നേരെ നോക്കിയാൽ വളരെ പക്ഷപാതപരമാണ് എന്ന് തോന്നുന്ന, മുശ്രിക്കുകളെ പരിഗണിക്കുന്ന രൂപത്തിൽ എഴുതപ്പെട്ടത് എന്ന് തോന്നുന്ന രൂപത്തിലുള്ള കരാറാണ്. അതിലെ പല നിബന്ധനകളും അങ്ങനത്തെയാണ്. അബൂബക്കർ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആദ്യം അബൂബക്കർ സിദ്ദീഖിൻ്റെ അടുത്തേക്ക് ചെന്നു. അദ്ദേഹം പറഞ്ഞു, അബൂബക്കർ, നമ്മൾ സത്യത്തിൻ്റെ ആളുകളല്ലേ? അദ്ദേഹം പറഞ്ഞു, അതെ. മുശ്രിക്കുകൾ അവർ അസത്യത്തിൻ്റെ ആളുകളല്ലേ? അതെ. നമ്മൾ മരിച്ചാൽ സ്വർഗത്തിൽ, അവർ മരിച്ചാൽ നരകത്തിലുമല്ലേ? അതെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലല്ലേ? അതെ. എന്നിരിക്കെ എന്തിനാണ് ഈ അപമാനം ഏറ്റുവാങ്ങിക്കൊണ്ട് തിരിച്ചു പോകുന്നത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം അള്ളാഹുവിൻ്റെ റസൂലാണ്. അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമല്ലാതെ ഒന്നും പ്രവർത്തിക്കുകയില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് അദ്ദേഹത്തിന് മതിയായില്ല, തൃപ്തിയായില്ല. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് വന്നു. ഇതേ ചോദ്യം ആവർത്തിച്ചു. അള്ളാഹുവിൻ്റെ റസൂൽ അബൂബക്കർ പറഞ്ഞ അതേ മറുപടി തന്നെ പറഞ്ഞത്, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണ്, അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമല്ലാതെ ഞാൻ പ്രവർത്തിക്കുകയില്ല. ഇതേ ചോദ്യം, ഇതേപോലെ തന്നെ ഉത്തരം. തിരിച്ചു പോകുമ്പോഴാണ് സൂറത്തുൽ ഫത്ഹ ഉദ്ധരിക്കുന്നത്. ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീന ലിയഗ്ഫിറ ലക അല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ. അള്ളാഹുവിൻ്റെ റസൂലെ, അങ്ങേക്ക് നാം ഇതാ വ്യക്തമായ വിജയം തന്നിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹിന് ഈ സൂറത്ത് ഓതിനാൻ സഹാബികളെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീന, നബി അങ്ങേക്ക് നാം ഇതാ വ്യക്തമായ വിജയം തന്നിരിക്കുന്നു. ഉമർ ഇബ്നുൽ ഖത്താബിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേറെ തന്നെ വിളിച്ചു വരുത്തി. എന്നിട്ട് അദ്ദേഹത്തിന് വീണ്ടും കേൾപ്പിച്ചു കൊടുത്തു ഈ സൂറത്ത്. അദ്ദേഹം ചോദിച്ചു, ഫത്ഹുനുഹു, നബിയെ ഇത് വിജയമാണോ? അവിടുന്ന് പറഞ്ഞു, അതെ, ഇത് വിജയമാണ്. 3 വർഷങ്ങൾക്കപ്പുറമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് മക്ക കീഴടക്കിക്കൊണ്ട് മദീനയിൽ നിന്ന് ഫത്ഹു മക്ക സംഭവിക്കുന്നത്, മക്ക വിജയമുണ്ടാകുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് പിന്നീട് പറയുമായിരുന്നു, ഇത്തഹിമു റഅയക്കും, അള്ളാഹുവിൻ്റെ ദീനിന് വിരുദ്ധമായി നിങ്ങളുടെ ബുദ്ധി നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങളുടെ ബുദ്ധിയെ സംശയിച്ചു കൊള്ളുക. ഹുദൈബിയയിൽ ഞാൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തീരുമാനത്തിനെ സംശയിച്ചു പോയിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും അതിന് ഇസ്തിഗ്ഫാർ തേടിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വിധിവിലക്കുകൾ അല്ലെങ്കിൽ ദീനിൽ വിവരിക്കപ്പെട്ട കാര്യങ്ങൾ, അതിൽ ഒരു കണിക പോലും സംശയം ഉണ്ടാകരുത്. സഹോദരങ്ങളെ, നിങ്ങളുടെ പല അമലുകളെക്കാളും മഹത്തരമാണ് നിങ്ങളങ്ങനെ വിശ്വസിക്കുക എന്നുള്ളത്. മനസ്സിലാക്കണം, നിങ്ങളങ്ങനെ വിശ്വസിക്കുന്നു എന്നത് നിങ്ങൾ ചെയ്യുന്ന പല അമലുകളെക്കാൾ മഹത്തരമാണ്. സൂറത്തുൽ ബഖറ നോക്കൂ നിങ്ങൾ. അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ الذين يؤمنون بالغيب ويقيمون الصلاة. നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞതിനേക്കാൾ മുൻപ് പറഞ്ഞത് അവർ ഗൈബിൽ വിശ്വസിക്കുന്നു എന്നാണ്. എന്താണ് ഗൈബ് എന്ന് പറഞ്ഞാൽ? മനുഷ്യർക്ക് അവരുടെ ബുദ്ധി കൊണ്ടും ആലോചന കൊണ്ടും കണ്ടെത്താൻ കഴിയാത്ത കാര്യം. എൻ്റെ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞാൽ റഹ്മക്കല്ലാഹ്, അത് വിശ്വസിക്കുക എന്നത് നിർബന്ധമാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് മുൻപിൽ ബുദ്ധിയെ വെക്കുക എന്നത് ഇബ്ലീസ് തുടങ്ങി വെച്ച മാർഗമാണ്. ഇബ്ലീസ് എപ്പോഴാണ് തുടങ്ങി വെച്ചത്? അള്ളാഹു സുബ്ഹാനഹു തആല ആദമിന് സുജൂദ് ചെയ്യാൻ പറഞ്ഞു. അവൻ്റെ ബുദ്ധിയാണ് ഉപയോഗിച്ചത്. അവൻ പറഞ്ഞു, എന്താ പറഞ്ഞു? എന്നെ പഠിച്ചത് തീയിൽ നിന്നാണ്, ആദമിനെ പഠിച്ചത് മണ്ണിൽ നിന്നാണ്. മണ്ണിൽ നിന്ന് പഠിച്ചവന് തീയിൽ നിന്ന് പടക്കപ്പെട്ടവൻ സുജൂദ് ചെയ്യുന്നത് ശരിയാവില്ല. അത് ബുദ്ധിയാണ്, അത് അഖ്ലാണ്. യഥാർത്ഥത്തിൽ ആ ബുദ്ധി ശരിയായ ബുദ്ധിയായിരുന്നില്ല. നിങ്ങൾ ശ്രദ്ധിക്കണം. അള്ളാഹുവിൻ്റെ ദീനിന് വിരുദ്ധമായി നിൻ്റെ ബുദ്ധി ഒരു കാര്യം പറയുന്നത് നിൻ്റെ ബുദ്ധിക്കാണ് കുഴപ്പം, ദീനൊരു കുഴപ്പമില്ല. നിൻ്റെ ബുദ്ധിക്കാണ് പ്രശ്നമുള്ളത്. ഒരു കാരണവശാലും ദീനിൽ സ്ഥിരപ്പെട്ട ഒരു കാര്യം ബുദ്ധിക്ക് വിരുദ്ധമാവുകയില്ല. ദീനിൽ സ്ഥിരപ്പെട്ട ഒരു കാര്യം ഒരു കാരണവശാലും ബുദ്ധിക്ക് വിരുദ്ധമാവുകയില്ല. എൻ്റെ ഉലമാക്കൾ പറഞ്ഞു, മണ്ണിൽ നിന്നാണ് എന്തുണ്ടാവുന്നത്? മനുഷ്യന് റിസ്ക് ഉണ്ടാകുന്നത്, ചെടികൾ മുളക്കുന്നത്.
തീ എന്താണ് ചെയ്യുന്നത്? തീ കരിച്ചു കളയാണ് ചെയ്യുന്നത്. അവൻ്റെ ബുദ്ധി അവൻ ശരിക്കും ഉപയോഗിച്ചിരുന്നെങ്കിൽ ആ ബുദ്ധി തന്നെ ശരിയല്ല എന്നവന് ബോധ്യപ്പെടുമായിരുന്നു. ഇബ്ലീസാണ് അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് മുൻപിൽ തൻ്റെ ബുദ്ധി ഉപയോഗിക്കുക, അതുകൊണ്ട് എതിരാവുക എന്ന സ്വഭാവം കാണിച്ച് തന്നത്. അതിൽ നിങ്ങളെത്തരുത്. അള്ളാഹുവിൻ്റെ റസൂലും ഒരു കാര്യം പറഞ്ഞാൽ അവിടെ ബുദ്ധി എതിരായി കൊണ്ടുവരരുത്. നിങ്ങളുടെ ബുദ്ധിക്ക് എന്തെങ്കിലും ബോധ്യപ്പെട്ടില്ലേ എങ്കിൽ പഠിക്കുക, ചിന്തിക്കുക, നന്നായി ആലോചിക്കുക, നിങ്ങൾക്കത് ബോധ്യപ്പെടുന്നു. ഉലമാക്കൾ പറഞ്ഞു അശ്ശറഉ യഅതി ബിമുഹാറാത്തിൽ ഉഖൂൽ ലാ ബിമുഹാലാത്തിൽ ഉഖൂൽ. അള്ളാഹുവിൻ്റെ ദീനിൽ നിൻ്റെ ബുദ്ധിയെ അത്ഭുതപ്പെടുത്തുന്ന പലതും ഉണ്ടായിരിക്കും. ഉദാഹരണത്തിന് ഇസ്രാ, മിഅ്റാജ്, സിഹ്ർ, കണ്ണേറ്, ഇങ്ങനെ പല കാര്യങ്ങളും നിൻ്റെ ബുദ്ധിക്ക് ചിലപ്പോൾ അത്ഭുതമുണ്ടാക്കുന്നതാണ്. പക്ഷെ അത് ബുദ്ധിക്ക് വിരുദ്ധമാണോ? ബുദ്ധിക്ക് വിചിത്രമായ കാര്യങ്ങൾ ഉണ്ടായിരിക്കും, പക്ഷേ അത് ബുദ്ധിക്ക് വിരുദ്ധമല്ല. ഏതുപോലെ ഉദാഹരണത്തിന് ഒരു 200-400 കൊല്ലം മുൻപ് ഒരു മനുഷ്യൻ പറയാൻ, പിന്നെ 200-400 ഒന്നും വേണ്ട, ഒരു 19 കൊല്ലം മുൻപ് തന്നെ ചിലപ്പോൾ ആളുകൾ പറയണം, ഇതാ മനുഷ്യർക്ക് അമേരിക്കയിലുള്ള ആൾക്ക് സൗദി അറേബ്യയിലുള്ള ആളുമായി തത്സമയം നേരിൽ മുഖാമുഖം കണ്ട് സംസാരിക്കാൻ പറ്റുമെന്ന് ഒരു 19 കൊല്ലം മുൻപ് ആരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ ആളുകൾ അവനെ വല്ല ഭ്രാന്തനായി കണക്കാക്കുമായിരുന്നു. കാരണം അന്നത്തെ കാലഘട്ടത്തിലെ ബുദ്ധിക്ക് അതൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല. അത് ബുദ്ധിയെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ് ആ കാലഘട്ടത്തിൽ. പക്ഷെ അത് ബുദ്ധിക്ക് വിരുദ്ധമാണോ? ബുദ്ധിക്ക് വിരുദ്ധമല്ല. മനുഷ്യൻ്റെ ബുദ്ധി അന്ന് ആ കാലഘട്ടത്തിൽ അതിന് ഉൾക്കൊള്ളാനുള്ള വികാസം എത്തിയിട്ടില്ല എന്ന് മാത്രം. ഇതുപോലെ തന്നെ ശരീഅത്തിലുള്ള ഇത് മനുഷ്യൻ്റെ കാര്യമാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളെ പടച്ച റബ്ബ് അവൻ്റെ ദീനിൽ മനുഷ്യൻ്റെ ബുദ്ധി അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളുണ്ടായിരിക്കും. ഒന്നാമത്തെ കാര്യമാണ് തസ്ദീഖുഹു ഫീമ അഖ്ബർ, അള്ളാഹുവിൻ്റെ റസൂൽ അറിയിച്ച കാര്യങ്ങൾ സത്യപ്പെടുത്തുക. 2 ത്വാഅതുഹു ഫീമ അമർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച കാര്യം അനുസരിക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ കാര്യം കൽപ്പിച്ചാൽ ധിക്കരിക്കരുത്, അനുസരിക്കുക. ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീന ഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും യഖൂലു സമിഅനാ വതഅനാ. മുഅ്മിനീങ്ങൾ അവരുടെ വഴി എന്ന് പറഞ്ഞാൽ അള്ളാഹും റസൂലും ഒരു കാര്യത്തിലേക്ക് ക്ഷണിച്ചാൽ അനുസരിക്കുക എന്നുള്ളതാണ്, ധിക്കാരം പറയരുത്. സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ ആയത്തിലെ ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വഇൻ തുബ്ദൂ മാ ഫി അൻഫുസികും ഔ തുഖ്ഫൂഹു യുഹാസിബുകും ബിഹില്ലാഹ് ഫയഗ്ഫിറു ലിമൻ യശാ വയുഅദ്ദിബു മൻ യശാ. ഈ ആയത്ത് അവതരിച്ചപ്പോൾ എന്താ ആയത്തിൽ അള്ളാഹു പറഞ്ഞത്? നിങ്ങൾ നിങ്ങളുടെ മനസ്സിലൊരു കാര്യം ഒളിപ്പിച്ചാലും നിങ്ങളത് പുറത്തു പറഞ്ഞാലും അള്ളാഹു നിങ്ങളെ വിചാരണ ചെയ്യും. ഈ ആയത്ത് കേട്ടപ്പോൾ സഹാബികളിൽ ചിലർ പറഞ്ഞു, കുല്ലിഫ്ന മല നുതീഖ്, നമുക്ക് പ്രവർത്തിക്കാൻ കഴിയാത്ത കാര്യമാണ് അള്ളാഹു നമ്മളോടിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കാരണം മനസ്സിലുള്ളത് അള്ളാഹു നാളെ പരലോകത്ത് വിചാരണ ചെയ്യും, ശിക്ഷിക്കുമെന്ന് പറഞ്ഞാൽ മനസ്സിൽ എന്തൊക്കെ വരും, എന്തൊക്കെ തിന്മകൾ ഒരാൾ ചിന്തിക്കും. അതിനും അള്ളാഹുവിൻ്റെ അടുത്ത് ശിക്ഷ ഉണ്ടാകുമെന്ന് പറഞ്ഞ മനസ്സിനെ എങ്ങനെ നിയന്ത്രിക്കും? മനസ്സിൽ തിന്മകൾ വന്നു പോലോ, ആലോചനകൾ, തിന്മ ചെയ്യണമെന്ന ചിന്ത വന്നേക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് അവർ ഇത് പറഞ്ഞുകൊണ്ടെത്തിയപ്പോൾ അവിടുന്ന് പറഞ്ഞു, തഖൂലൂന കമാ ഖാല മൻ ഖബ്ലക്കും, നിങ്ങൾക്ക് മുൻപുള്ളവർ പറഞ്ഞതുപോലെയാണ് നിങ്ങൾ പറയുന്ന. തുരീദൂന അൻ തഖൂലു കമാ ഖാല, മുൻപ് വേദം നൽകപ്പെട്ടവർ അവർ പറഞ്ഞതുപോലെ, മുൻപ് വേദം നൽകപ്പെട്ടവർ അവർ പറഞ്ഞതുപോലെ പറയാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അവരെന്താ പറഞ്ഞു? അവർ പറഞ്ഞു സമിഅ്ന വഅസൈന, ഞങ്ങൾ കേട്ടിരിക്കുന്നു, ധിക്കരിച്ചിരിക്കുന്നു. ഖൂലു സമിഅ്ന വതഅന, നിങ്ങൾ കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു എന്ന് പറയും. അപ്പോഴാണ് അടുത്ത ആയത്ത് അവതരിക്കുന്നത്. സഹാബികൾ പറഞ്ഞു സമിഅ്ന വഅതഅന ഗുഫ്റാനക റബ്ബന വഇലൈക്കൽ മസീർ. അപ്പോഴാണ് ആമന റസൂല അവതരിക്കുന്നത്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു റബ്ബന ലാ തുഅഖിദ്ന ഇൻ നസീന വഅഖ്തഅന. ഈ ഉമ്മത്തിന് പലതും ഇളവ് നൽകപ്പെട്ടതിന് ശേഷമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം കൽപ്പിച്ചാൽ അനുസരിക്കുക, അവിടുന്ന് ഒരു കാര്യം വിലക്കിയാലോ അത് ഒഴിവാക്കുക. അതാണ് മൂന്നാമത്തെ കാര്യം. ഷഹാദത്ത് കലിമയുടെ മൂന്നാമത്തെ അർത്ഥം അതാണ്. ഇജ്തിനാബു മാ നഹ അൻഹു വസജർ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം വിലക്കിയാൽ അത് ഉപേക്ഷിക്കുക. അത് നേരെ അനുസരിക്കുക എന്ന് പറഞ്ഞതിൻ്റെ നേരെ വിപരീതമായ കാര്യമാണ്. നാലാമത്തെ കാര്യം ഇൻഷാ അല്ലാഹ് മറ്റൊരിക്കൽ അത് കൂടുതൽ വിശദീകരിക്കാം. വഅല്ലാ യുഅ്ബദല്ലാഹു ഇല്ലാ ബിമാ ശറഅ. ഇബാദത്തായി എന്തൊരു കാര്യം ചെയ്യുന്നോ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക കാണിച്ച് തന്നത് മാത്രമേ ആവാൻ പാടുള്ളൂ. ഈ 4 കാര്യം: വിശ്വസിക്കുക, അനുസരിക്കുക, വിലക്കിയത് ഉപേക്ഷിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നതുപോലെ മാത്രം ഇബാദത്ത് ചെയ്യുക.
ഇബാദത്താണോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക വേണം. ഉദാഹരണത്തിന് ഒരു പ്രത്യേക എണ്ണം നിശ്ചയിക്കാൻ എങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ നിശ്ചയിച്ചിരിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പ്രത്യേക ദിക്ർ ഒരു സമയം നിശ്ചയിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ചിരിക്കണം. ഒരു പ്രത്യേക രൂപം പറയാൻ, ഇങ്ങനെ ഏതാകട്ടെ എന്തൊരു കാര്യം ദീനിൽ പ്രത്യേകമായി നീ ഒരു കാര്യം നിശ്ചയിക്കുന്നോ അത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു നൽകാതെ ചെയ്യാൻ പാടില്ല. ഈ 4 കാര്യങ്ങളാണ് ഷഹാദത്ത് കലിമയുടെ അർത്ഥമായി പറയാനുള്ളത്. ഷഹാദത്തിൻ്റെ 2 റുക്നുകളുണ്ട്. അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു, അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുല്ലാഹി വറസൂലുഹു. ഒന്ന്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ അടിമയാണ്. അതാണ് ഒന്നാമത്തെ സ്തംഭം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അബ്ദാൻ, അബ്ദുൻ ലാ യുഅബദ്, അവിടുന്ന് അള്ളാഹുവിൻ്റെ ദാസനാണ്. അവിടുത്തെ ആരാധിക്കാൻ പാടില്ല, അവിടുത്തെ ഇബാദത്ത് ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് പല ഹദീസിൽ ഇത് വന്നത്. അവിടുന്ന് പറഞ്ഞു ലാ തുത്റൂനി കമാ തറത്തി നസാറ ഈസ ഇബ്നു മറിയം, ഈസ ഇബ്നു മറിയമിനെ നസാറാക്കൾ പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്താൻ പാടില്ല. വഇന്നമാ അന അബ്ദുൻ ഫഖൂലു അബ്ദുല്ലാഹി വറസൂലുഹു, ഞാൻ അള്ളാഹുവിൻ്റെ അടിമ മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ പറയുക അള്ളാഹുവിൻ്റെ അടിമയും എൻ്റെ റസൂലും എന്ന് പറയുക, അതിൽ കൂടുതൽ പറയരുത്. എന്നാൽ അതിൽ അധികരിപ്പിക്കരുത്. അള്ളാഹു നിശ്ചയിച്ചു നൽകിയതിനപ്പുറത്ത് പറയരുത്. അവിടുന്ന് അള്ളാഹുവിൻ്റെ ദാസനാണ്, അടിമയാണ്, അബ്ദാൻ, അബ്ദുൻ ലാ യുഅബദ്. എന്തുകൊണ്ട് അബ്ദ് എന്ന് പറഞ്ഞത്? ആരാധിക്കാൻ പാടില്ല, അവിടുത്തോട് പ്രാർത്ഥിക്കാൻ പാടില്ല, സഹായതട്ടം നടത്താൻ പാടില്ല, അവിടുന്ന് മരിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ വിളിച്ചു തേടാൻ പാടില്ല, അവിടത്തേക്ക് വേണ്ടി നേർച്ച നേരാൻ പാടില്ല, ബലിയർപ്പിക്കാൻ പാടില്ല, സുജൂദ് ചെയ്യാൻ പാടില്ല. അവിടുന്ന് അബ്ദാണ്, അവിടുന്ന് അടിമയാണ്. രണ്ടാമത്തെ റുക്ൻ അവിടുന്ന് റസൂലാണ്. എന്താ റസൂലാണ്? റസൂലുൻ ലാ യുഅസ, അവിടുന്ന് റസൂലാണ്. അതുകൊണ്ട് അവിടുത്തെ ധിക്കരിക്കാൻ പാടില്ല. അവിടുന്ന് അബ്ദല്ലേ, അവിടുന്ന് മനുഷ്യനല്ലേ, നമ്മൾ വേണമെങ്കിൽ അനുസരിച്ചാൽ മതി എന്നാണോ? അല്ല, റസൂലുൻ ലാ യുഅസ, അവിടുന്ന് നബിയാണ്, റസൂലാണ്. അതുകൊണ്ട് അവിടുത്തെ ധിക്കരിക്കാൻ പാടില്ല. നോക്കി, ഈ 2 റുക്നുകളും എന്തിനാത്? ഒരു മനുഷ്യൻ വഴികേടിലേക്ക് പോവുകയാണെങ്കിൽ ഒന്നല്ലെങ്കിൽ എന്ത് ചെയ്യും? അതിര് കവിയും, അല്ലെങ്കിൽ പറഞ്ഞതും ചെയ്യാതിരിക്കും. ഒന്നല്ലെങ്കിൽ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ചെയ്യും, അല്ലെങ്കിലോ പറഞ്ഞതിനെ കുറച്ച് ചെയ്യും. ഇത് രണ്ടിനെയും നിലക്ക് നിർത്താനാണ് ഈ 2 വാക്കുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദാൻ, അതുകൊണ്ട് അവിടുത്തെ ആരാധിക്കരുത്, അതിര് കവിയാൻ പാടില്ല. നസ്രാനികൾക്ക് സംഭവിച്ചതുപോലെ അവിടുന്ന് അള്ളാഹിൻ്റെ പുത്രനാണെന്നോ അല്ലെങ്കിൽ അവിടത്തേക്ക് മറിഞ്ഞ കാര്യം അറിയുമെന്നോ ഒന്നും പറയാൻ പാടില്ല. അവിടുന്ന് അടിമയാണ്, അള്ളാഹിൻ്റെ അബ്ദാൻ. എന്നാൽ യഹൂദർക്ക് സംഭവിച്ചതുപോലെ നബിമാരെ വിലയില്ലാതാക്കാനും പാടില്ല, ധിക്കരിക്കാൻ പാടില്ല. അവിടുന്ന് റസൂലാണ്, ലാ യുഅസ, അവിടുത്തെ ധിക്കരിക്കാൻ പാടില്ല. നോക്കൂ, ഈ 2 ഷർത്തുകൾ അല്ലെങ്കിൽ ഈ 2 റുക്നുകൾ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നതിൻ്റെ റുക്നുകളാണ്. അവസാനമായി 15 മിനിറ്റ് കൂടി ഉത്തരം അവസാനിക്കും ഇൻഷാ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ബാധ്യത, മുസ്ലിം ഉമ്മത്തിന് ഉള്ള ബാധ്യത, ഈ വിഷയത്തിൽ അനേകം കിതാബുകൾ, വലിയ വലിയ ഗ്രന്ഥങ്ങളുണ്ട്. നോർമൽ ഈ അടുത്ത കാലഘട്ടത്തിൽ എഴുതപ്പെട്ട 2 വോള്യൂമുള്ള കിതാബ് ഇതിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാധ്യതകൾ വിവരിക്കുന്ന, കാരണം ഇത് അതിന് മാത്രമുണ്ട്. അള്ളാഹു കഴിഞ്ഞാൽ പിന്നെ ഒരു മനുഷ്യന് ഏറ്റവും ബാധ്യത ഉള്ളത് റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബാധ്യതയുള്ള. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിഷയം വിവരിക്കുന്ന അനേകം കിതാബുകളുണ്ട്, വിഷയത്തിൽ അനേകം ഹദീസുകളുണ്ട്, ആസാറുകളുണ്ട്. പക്ഷെ അതിൽ നിന്ന് അതിൻ്റെ ഒരു ആകത്തുക എന്ന് പറയാവുന്ന 4 കാര്യങ്ങൾ നമുക്ക് പറയാം. 4 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഒന്നാമത്തെ ബാധ്യത അവിടുത്തെ നുബൂവത്തിൽ, അവിടുന്ന് നബിയാണ് എന്ന് വിശ്വസിക്കലാണ്, അവിടുത്തെ പ്രവാചകത്വത്തിൽ വിശ്വസിക്കലാണ്. അൽ ഈമാനു ബിനുബൂവത്തിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബൂവത്തിൽ വിശ്വസിക്കുക. എന്താ നബിയുടെ നുബൂവത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങളാണ്. ഈ 3 കാര്യം പ്രധാനപ്പെട്ടതാണ്. ഒന്നാമത്തെ കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ തൻ്റെ ദൂതനായി നിയോഗിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കുക. അള്ളാഹു അവിടത്തേക്ക് സന്ദേശം എത്തിച്ചു കൊടുക്കുന്നുണ്ട്, ജിബ്രീലിൻ്റെ മുഖേന സന്ദേശങ്ങൾ വരുന്നുണ്ട്, അവിടുന്ന് അള്ളാഹുവിൽ നിന്ന് വഹി ലഭിക്കുന്ന നബിയാണ്. ഇത് ആദ്യം വിശ്വസിക്കുക. ഒന്നാമത്തെ കാര്യം അതാണ്. അവിടുന്ന് ഒരു സാധാരണ മനുഷ്യന്മാരെ പോലെ ഏതെങ്കിലും മനുഷ്യനായിരുന്നില്ല, മറിച്ച് അവിടത്തേക്ക് വഹി ലഭിക്കുന്നുണ്ട്. ഖുൽ ഇന്നമാ അന ബശറുൻ മിസ്ലുക്കും യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹു വാഹിദ്. പറയുക, ഞാൻ നിങ്ങളെപ്പോലെയുള്ളൊരു മനുഷ്യനാണ്. ഉടനെ എന്ത് പറഞ്ഞു? യൂഹാ ഇലയ്യ, എനിക്ക് വഹി നൽകപ്പെടുന്നുണ്ട്. അവിടുന്ന് മനുഷ്യനാണ് എന്ന കാര്യത്തിൽ മനുഷ്യനാണ്, അവിടുന്ന് മലക്കല്ല, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അവതാരമല്ല, ദിവ്യപുരുഷനോ ഒന്നുമല്ല, മനുഷ്യനാണ്. പക്ഷേ
യൂഹ ഇലൈഹി, അവിടത്തേക്ക് വഹയുണ്ട്. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയുൻ യൂഹ, അവിടുന്ന് ഒരിക്കലും തൻ്റെ തന്നിഷ്ടപ്രകാരം സംസാരിക്കുകയില്ല. ഒന്നാമത്തെ കാര്യം അതാണ്, അവിടുന്ന് നബിയാണ്, അവിടത്തേക്ക് സന്ദേശം ലഭിക്കുന്നുണ്ട്. ഇന്ന് ചില ആൾക്കാർ ഇസ്ലാമിനെ കുറിച്ച് സംസാരിക്കുന്ന ചില ആൾക്കാർ തന്നെ പറയുന്നതാണ് മുഹമ്മദ് നബി ഒരു നവോത്ഥാന നായകനായിരുന്നു, ഒരു പരിഷ്കർത്താവായിരുന്നു. ചിലപ്പോൾ ആ വാക്കുകൾ വേറെ അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതായിരിക്കും. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അങ്ങനെ പറയുമ്പോൾ, ഇപ്പം നേരത്തെ ഞാൻ അവിടുന്ന് പ്രവചിച്ചു എന്ന വാക്ക് ഞാൻ തിരുത്തിയത് അതുകൊണ്ടാണ്. അങ്ങനെ പറയുമ്പോഴുള്ള പ്രശ്നം എന്താ, അത് അവിടുന്ന് സ്വയം ചെയ്തതുപോലെയാണ്. അവിടുത്തെ ഒരു കാര്യവും അവിടുന്ന് സ്വയം ചെയ്തതല്ല, അള്ളാഹുവിൻ്റെ സന്ദേശപ്രകാരം ചെയ്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അറിയിച്ച കാര്യങ്ങളെല്ലാം അവിടുന്ന് അറിയിച്ച അള്ളാഹ് നൽകിയ സന്ദേശപ്രകാരമാണ്. അവിടുന്ന് സ്വയം അറബികളെ പുനരുദ്ധരിക്കാൻ വന്ന ഒരു നവോത്ഥാന നായകൻ അങ്ങനെയൊന്നും പറയരുത്. അവിടുന്ന് നബിയാണ്. അവിടുത്തേക്കുള്ള ഏറ്റവും നല്ല വിശേഷണം അവിടുന്ന് നബിയാണ്, റസൂലാണ്, അള്ളാഹുവിൻ്റെ ദൂതനാണ്. അതാണ് അവിടുത്തെ പ്രത്യേകത. ഇന്ന് ചില ആളുകൾ പറയുന്നത് പോലെ അവിടുന്ന് ഒരു അറബ് സമൂഹത്തെ ഉദ്ധരിക്കാൻ വന്നവരാണ്, അല്ലെങ്കിൽ ഒരു ചരിത്ര പുരുഷനാണ്. അതെ, ഈ പറഞ്ഞ വിശേഷണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നടത്തിയ ദൗത്യത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ അതൊക്കെ എന്താണ്, എന്തിൻ്റെ ഭാഗമാണ്? അവിടുന്ന് നബിയാണ് എന്നതിൻ്റെ ഭാഗമാണ്, അവിടുന്ന് റസൂലാണ് എന്നതിൻ്റെ ഭാഗമാണ്. അതല്ലാതെ അവിടത്തെക്കുറിച്ച് നിങ്ങൾ എന്ത് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. ഇപ്പോൾ ചില ആൾക്കാർ പലപ്പോഴും പറയാറുണ്ട്, 100 ആളുകൾ, ചരിത്രത്തിലുള്ള 100 പ്രധാനപ്പെട്ട ആളുകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒന്നാമത്തെ ആൾ മുഹമ്മദ് നബിയാണ് പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതെ, അവിടുന്ന് അത് പറയപ്പെടാൻ അർഹരാണ്. പക്ഷേ അവരിൽ പലരും അത് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? അവിടുന്ന് സ്വന്തം കഴിവ് പ്രകാരം, സ്വന്തം ചിന്തകൾ കൊണ്ട്, സ്വന്തം ആലോചനകൾ കൊണ്ട്, സ്വന്തം ബുദ്ധി കൊണ്ട് ഇതുണ്ടാക്കിയെന്നാണ്. അങ്ങനെയല്ല നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് വിശ്വസിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ അവിടുന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല എത്തിച്ചു നൽകിയത് പ്രകാരമാണ് ഇതെല്ലാം പറഞ്ഞു തന്നത്. അള്ളാഹുവിൻ്റെ വഹയാണ്, ഒന്ന് സ്വന്തം ഉണ്ടാക്കി പറഞ്ഞതല്ല. അവിടുന്ന് നബിയാണ് എന്ന് വിശ്വസിക്കലാകട്ടെ എല്ലാവരുടെ മേലും നിർബന്ധ ബാധ്യതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നെത്തിയതിന് ശേഷം അവിടുത്തെ വിശ്വസിക്കുക എന്നത് എല്ലാവരുടെയും ബാധ്യത. ഒന്നാമത്തെ കാര്യം എന്താണ്? അവിടുത്തെ നബിയാണ്. രണ്ടാമത്തെ കാര്യം, അവിടുത്തെ നുബുവത്ത് മറ്റു നബിമാരിൽ നിന്ന് വ്യത്യസ്തമാകുന്ന പ്രധാനപ്പെട്ട കാര്യം അവിടുത്തെ പ്രവാചകത്വം സർവരിലേക്കുമുള്ളതാണ്, എല്ലാ മനുഷ്യർക്കുള്ളതാണ്. ഈസാ നബി വന്നത് ബനൂ ഇസ്രായേലുകാരിലേക്കാണ്, അതായത് അവിടത്തേക്ക് പുറത്തുള്ള ആളുകൾക്കല്ല. മൂസാ നബി വന്നത് ബനൂ ഇസ്രായേലുകാരിലേക്കാണ്. അതുപോലെ തന്നെ ഹൂദ് നബി വന്നത് ആദ് ഗോത്രത്തിലേക്കാണ്. ഇങ്ങനെ ഓരോ നബിമാരും അവരവരുടെ സമൂഹത്തിലേക്കാണ് വന്നത്. മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നിയോഗിക്കപ്പെട്ടത് സർവ്വ മനുഷ്യരിലേക്കുമാണ്. അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്ത് മനുഷ്യർക്കും ജിന്നുകൾക്കും ബാധകമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നിയോഗിച്ചിരിക്കുന്നത് വമാ അർസൽനാക ഇല്ലാ കാഫത്തൻ ലിന്നാസി ബശീറൻ വനദീറ. നബി അങ്ങേ നിയോഗിച്ചിരിക്കുന്നത് സർവ്വ മനുഷ്യർക്കുമാണ്, അറബികൾക്ക് മാത്രമുള്ളതല്ല, അതല്ലെങ്കിൽ ഏഷ്യക്കാർക്ക് മാത്രമുള്ളതല്ല, എല്ലാവർക്കും അവിടുത്തെ റിസാലത്ത് ബാധകമാണ്. ഇതും ഈ കാലഘട്ടത്തിൽ അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മളെ നാട്ടിലെ പ്രശ്നമല്ല, പക്ഷെ അറബികൾക്കിടയിൽ ആ പ്രശ്നമുണ്ട്. അറബികളുടെ ഇടയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറബികളിലേക്ക് വന്ന നബിയാണ് എന്ന വാദം പ്രചരിപ്പിച്ച ചില ആളുകളുണ്ട്. ഇതിന് അറബ് ദേശീയതയുമായി ബന്ധപ്പെട്ട കാര്യമാണ്, ഇത് പുറത്തുള്ള ആൾക്കാർക്ക് ബാധകമല്ല. അതിൻ്റെ ഒരു വകഭേദമാണ് ഇക്കാലഘട്ടത്തിൽ നമ്മൾ ചില ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ഇസ്ലാം മുസ്ലിമൊക്കെ ആയിട്ട് ജീവിക്കുക, പക്ഷേ ഓരോ നാട്ടിലെയും സംസ്കാരവും അവിടുത്തെ ആചാരങ്ങളും അവിടുത്തെ രീതികളും അവിടുത്തെ വിശ്വാസങ്ങളുമൊക്കെ പരസ്പരം കൊടുത്തു വാങ്ങിക്കൊണ്ട് ജീവിക്കണം എന്ന് പറയുന്നത് ഇതിന് വിരുദ്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്ത് എല്ലാ ജനങ്ങൾക്കുമുള്ളതാണ്. അമേരിക്കക്കാരനും ഇംഗ്ലണ്ടുകാരനും മലയാളിയും തമിഴനും ഹിന്ദി സംസാരിക്കുന്നവനും അറബിയും എല്ലാവരും പാലിക്കേണ്ടത് ഒരേ ദീനാണ്. ആ ദീന് മാറ്റാൻ പറ്റില്ല, ആ ദീന് മാറ്റാൻ പാടില്ല. ഏത് കാര്യങ്ങളിലൊഴികെ ഓരോ നാട്ടിലെയും കാര്യങ്ങൾ പരിഗണിക്കാമെന്ന് ഇസ്ലാം അനുവാദം നൽകിയ വിഷയങ്ങളൊഴികെ. ഉദാഹരണത്തിന് വസ്ത്രധാരണം, ഓരോ നാട്ടുകാർക്കും ഓരോ വസ്ത്രമുണ്ട്. അറബികൾ ധരിക്കുന്ന വസ്ത്രമുണ്ട്,
അവിടെ അറബികളെ പോലെ ധരിക്കുക, ആ നാട്ടിലുള്ള ആൾക്കാർ അതുപോലെ ധരിക്കുക. ഇംഗ്ലീഷുകാർ ധരിക്കുന്ന വസ്ത്രം ആ നാട്ടിൽ അവർക്ക് യോജിച്ച ഇസ്ലാമിൻ്റെ നിയമങ്ങൾക്ക് അനുയോജ്യമായ വസ്ത്രം അവിടെയുള്ള ആൾക്കാർക്ക് അത് ധരിച്ചാൽ മതി. അവിടുത്തെ ഭക്ഷണമുണ്ട്. എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈത്തപ്പഴം കഴിച്ചതുകൊണ്ട് ഈത്തപ്പഴം കഴിക്കണമെന്നില്ല, നിർബന്ധമായിട്ടും അവർക്ക് അവരവരുടെ നാട്ടിലെ ഭക്ഷണം കഴിക്കാം. ഇങ്ങനെ അവരവരുടെ നാട്ടിലെ കാര്യങ്ങൾ പരിഗണിക്കാൻ ഇസ്ലാം അനുവാദം നൽകിയ കാര്യങ്ങളുണ്ട്. അതിനാണ് പൊതുവെ ഖുർആനിൽ ഉർഫ് എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഭാര്യമാരോട് പെരുമാറുമ്പോൾ എന്താ പറഞ്ഞത്? വഅശിറൂഹുന്ന ബിൽ മഅറൂഫ്, നിങ്ങൾ അവരോട് മഅറൂഫിൽ പെരുമാറണമെന്നാണ്. പണ്ഡിതന്മാർ പറഞ്ഞു മഅറൂഫ് എന്ന് പറഞ്ഞാൽ ഓരോ നാട്ടിലും എന്താണോ ഭാര്യയോടുള്ള പെരുമാറ്റത്തിൽ നല്ലതായി ഗണിക്കപ്പെടുന്നത് അങ്ങനെ പെരുമാറണം. ഇപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഭാര്യയോട് നല്ല പെരുമാറാൻ തന്നെ നല്ല വലിയ വീടുണ്ടാക്കി കൊടുക്കലും കാര്യങ്ങൾ വലിയ സമ്പത്തുള്ള ഒരു നാട്ടിൽ ഭാര്യയ്ക്ക് നൽകേണ്ട പലതും ഉണ്ടായിരിക്കും. അത് ഒരു ദരിദ്രമായ നാട്ടിൽ പോയിട്ട് അവിടെ കൊടുക്കണമെന്ന് പറഞ്ഞാലോ ശരിയാവോ? ഇല്ല. ആ നാട്ടിലുള്ള ആളുകൾ, അതുകൊണ്ടാണ് ഷാഫിഈ കിതാബുകൾ കാണാൻ ചില സ്ഥലത്ത് അവർ പറഞ്ഞു ആഴ്ചയിൽ ഒരു ദിവസം ഇറച്ചി വീട്ടിൽ വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളത് ഭാര്യയോടുള്ള ബാധ്യതയായിട്ട് എണ്ണിയിട്ടുണ്ട്. കാരണം എന്താ, ആ നാട്ടിൽ പണ്ട് കാലത്ത് പ്രത്യേകിച്ച് നമ്മളെ നാട്ടിലൊക്കെ ഓർമ്മ ഉണ്ടാവും. ആഴ്ചയിൽ ഒരു ദിവസം ഇറച്ചി വാങ്ങുക എന്നുള്ളത് പലരും വീട്ടിൽ തെറ്റിക്കാത്ത കാര്യമാണ്. എന്തുകൊണ്ട്? ഇതിനൊരു കാരണം ഇതാണ്. എന്നാൽ അത് ചിലർ ബാധ്യതയെ എണ്ണിയിട്ടുണ്ട്. ഭാര്യയോടുള്ള മഅറൂഫിൽ അവരോടുള്ള നന്മയിൽ വർത്തിക്കുക എന്നതിൻ്റെ ഭാഗമായി എണ്ണിയിട്ടുണ്ട്. ഇന്ന് ചിലപ്പോൾ ഇത് മാറിയിട്ടുണ്ടായിരിക്കും. ഇന്ന് ചിലപ്പോൾ കൂടുതൽ ആഴ്ചയിൽ ഒരു ദിവസമായിരിക്കും, ചിലപ്പോൾ കുറച്ചധികം ദിവസമായിരിക്കും. ചിലപ്പോൾ ഈ കാലഘട്ടത്തിലെ മഅറൂഫുകളിൽ പെട്ടതാണ് ഇടയ്ക്ക് അവർക്ക് അടുക്കളപ്പണിയൊന്ന് ഒഴിച്ചു കൊടുത്ത് ഭക്ഷണം പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളത്. അത് ഈ കാലഘട്ടത്തിൽ ചിലപ്പോൾ വന്നെത്തിയ മഅറൂഫായിരിക്കും. അപ്പോൾ ഓരോ നാട്ടിലെ പരിഗണിക്കാവുന്ന കാര്യങ്ങളുണ്ട്. അതിനാണ് ഉർഫ് എന്ന് പറയുന്നത്. അത് പരിഗണിക്കാൻ ഇസ്ലാം അനുവാദം നൽകിയ കാര്യങ്ങൾ അനുവദിക്കാം. പക്ഷെ അതല്ലാത്ത കാര്യങ്ങളിൽ പാടില്ല. ഇന്ന് ചിലർ പറയുന്നത് പോലെ ഖബർ കെട്ടിപ്പൊക്കുന്നതും അവിടെ നിലവിളക്ക് കത്തിച്ച് വെക്കുന്നതും ഇതൊക്കെ ഓരോ നാട്ടിലെയും ആചാരങ്ങൾ കടം കൊണ്ട് ജീവിക്കേണ്ടതാണ് എന്ന് പറയുന്നത് ഇതിന് വിരുദ്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്ത് എല്ലാ ജനങ്ങളെയും ഒരുപോലെ ബാധിക്കുന്നതാണ്. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, അവിടുന്ന് ഖാതമുൻ നബിയ്യീനാണ്, അവസാനത്തെ നബിയാണ്. ഇനിയൊരു നബിയില്ല, ഒരു നബി ഇനി വരാനില്ല, നബിയായി ഇനി ഒരാളും വരാനില്ല. അങ്ങനെ പറഞ്ഞാൽ കുറച്ചുകൂടി കൃത്യത വന്നു. നബിയായി ഇനി ഒരാളും വരാനില്ല. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം വരുന്നത് നബി ആയിക്കൊണ്ടല്ല, പിന്നെയോ ഈ ഉമ്മത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെട്ട ശരീഅത്ത് പ്രകാരം വിധിക്കുന്ന ഒരു ഹക്കമായിക്കൊണ്ടാണ്, വിധി പറയുന്ന ആളായിക്കൊണ്ടാണ്. ഈസാ നബി നബിയായിട്ടല്ല ഇനി വരുന്നത്. അപ്പോൾ ഇനിയൊരു നബി വരാനില്ല, അവിടുന്ന് അവസാനത്തെ നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പറഞ്ഞു ലാ നബിയ ബഅദി, എനിക്ക് ശേഷം ഇനിയൊരു നബിയില്ല, ചില ആൾക്കാർ ഈ ഹദീസ് എന്ത് ചെയ്തു, അല്ലെ അറബി പഠിക്കൽ ആവശ്യമാണെന്ന് പറയുന്നതിൻ്റെ കാരണങ്ങളിലൊന്നാണ്. ചില ആൾക്കാർ പറഞ്ഞു ആ ഹദീസിൻ്റെ അർത്ഥം അങ്ങനെയല്ല, എനിക്ക് ശേഷം ഒരു നബി ഇല്ല എന്നല്ല. പിന്നെയോ അവർ പറഞ്ഞു ലാ നബിയുൻ ബഅദി എന്നാണ്. ലാ നബിയുൻ ബഅദി, ലാ എനിക്കു ശേഷമുള്ള നബിയാണ്, ഞാനാണ് ലാ എന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ പേര് ലാ എന്നാണ്, ഞാൻ ലാ നബിയുൻ ബഅദി എന്ന് ചില ആളുകൾ ആ ഹദീസിന് അർത്ഥം വെച്ചിട്ടുണ്ട്. പക്ഷേ ഹദീസിൽ വന്നില്ല ഇന്നഹു ലാ നബിയ ബഅദി, വ്യക്തമായി വന്ന ഹദീസിലാണ്. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹബ്ബത്താണ്, അവിടുത്തെ സ്നേഹമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനീങ്ങൾക്ക് അവിടുത്തെ ഏറ്റവും അടുപ്പമുള്ളവരാണ്, വാപ്പയെക്കാളും ഉമ്മയെക്കാളും ഒക്കെ അടുപ്പമുള്ളവരാണ്. അവിടുന്ന് പറഞ്ഞു അന ഔലാ ബികുല്ലി മുഅ്മിനിൻ മിൻ നഫ്സിഹി, ഞാനൊരു മുഅ്മിനിന് അവൻ്റെ സ്വന്തത്തെക്കാൾ അടുപ്പമുള്ളവരാണ്. നമുക്ക് നമ്മേക്കാൾ അടുപ്പമുണ്ടാകേണ്ടത് നമ്മുടെ റസൂലിനോടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പറഞ്ഞു ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ, ഞാൻ ഒരു മനുഷ്യന് അവൻ്റെ മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും എല്ലാം എന്നോട് ഇഷ്ടമുണ്ടാകുന്നത് വരെ നിങ്ങൾ മുഅ്മിനാവുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തോടുള്ള സ്നേഹത്തെക്കുറിച്ച് അലി ഇബ്നു അബീ ത്വാലിബിനോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടു, കൈഫ കാന ഹുബ്ബുക്കും ലറസൂലില്ലാഹ്, എങ്ങനെയാണ് നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിച്ചിരുന്നത്? അവർ പറഞ്ഞു കാന വല്ലാഹി അഹബ്ബ ഇലൈന മിൻ അംവാലിന വ ഔലാദിന വ ആബാഇന വ ഉമ്മഹാത്തിന. അലി ഇബ്നു അബീ ത്വാലിബ് പറയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ സമ്പത്തിനേക്കാൾ, ഞങ്ങളുടെ മക്കളെക്കാൾ, ഉപ്പമാരെക്കാൾ, ഉമ്മമാരെക്കാൾ
ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവരായിരുന്നു. വമിനൽ മാഇൽ ബാരിദി അല ദമ, ചൂട് കടുത്തിരിക്കുന്ന ചൂട്ടിൽ, നല്ല വേനലിൽ, ഇപ്പോഴത്തെ വേനലെന്ന് വിചാരിക്കുക നിങ്ങൾ, ആ സമയത്ത് ചൂട് കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ, ദാഹിച്ചവശനായിരിക്കുന്ന ഒരാൾക്ക് തണുത്ത വെള്ളം എത്രമാത്രം ഇഷ്ടമാണോ അതിനേക്കാൾ ഇഷ്ടമായിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞങ്ങൾക്കുണ്ടായിരുന്ന ഇഷ്ടം. അതുപോലെ തന്നെ സെയ്ദ് ഇബ്നു ദസിന, അദ്ദേഹത്തെ മക്കയിലെ മുശ്രിക്കുകൾ പിടിച്ചു വെച്ച് അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ നിൽക്കാൻ. ആ സന്ദർഭത്തിൽ അബൂ സുഫിയാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അൻഷുദുക്കല്ലാഹ യാ സെയ്ദ്, സെയ്ദ് അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് എന്നോട് ചോദിക്കട്ടെ, അതുഹിബ്ബു അന്ന മുഹമ്മദൻ الآن عندنا مكانك نضرب عنقه وإنك في أهلك. സെയ്ദ് ഇബ്നു ദസിനെ ഇവർ കൊലപ്പെടുത്താൻ നിൽക്കാൻ, മുശ്രിക്കുകൾ പിടികൂടിയതാണ് മുസ്ലിമായിട്ട്. അദ്ദേഹത്തെ കൊല്ലാൻ നിൽക്കുന്നതിന് മുൻപ് അവർ പറഞ്ഞു, അബൂ സുഫിയാൻ പറഞ്ഞു, പിന്നെ ഈ സന്ദർഭത്തിൽ നിൻ്റെ സ്ഥാനത്ത് മുഹമ്മദിനെ വെച്ചുകൊണ്ട് നീ വീട്ടിലേക്ക് തിരിച്ചു പോവുകയായിരുന്നെങ്കിൽ എന്തായിരിക്കും? അതാണോ, അതിനെക്കുറിച്ച് നീ എന്താ പറയുന്നത്? നീ ഇവിടെ മുഹമ്മദിനെ എത്തിച്ചെന്നാൽ മതി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വല്ലാഹി മാ ഉഹിബ്ബു അന്ന മുഹമ്മദൻ അൽആന ഫീ മകാനിഹി അല്ലദി ഹുവ ഫീഹി തുസീബുഹു ഷൗകത്തുൻ തുഅ്ദീഹി വഇന്നി ജാലിസു ഫീ അഹ്ലി. ഞാൻ എൻ്റെ വീട്ടിലിരിക്കുന്നതിന് പകരം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ ഒരു മുള്ളു തറക്കുന്നത് അതുപോലും എനിക്ക് പ്രിയങ്കരമാണ്. ഒരു മുള്ളു തറക്കുള്ളൂ, അതിന് പകരം എന്നെ നിങ്ങൾ വീട്ടിൽ കൊണ്ടാക്കാമെന്ന് പറഞ്ഞാൽ എനിക്കത് തൃപ്തികരമാവുകയില്ല. അങ്ങനെയായിരുന്നു അവർക്ക് അള്ളാഹുവിൻ്റെ റസൂലുള്ള സ്നേഹം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സഹോദരങ്ങളെ, ഹൃദയത്തിൽ തിരിച്ചറിയാത്ത മുഅ്മിനല്ല. അള്ളാഹുവിൻ്റെ റസൂലുള്ള മുഹബ്ബത്ത്, സ്നേഹം ഹൃദയത്തിൽ അനുഭവിച്ചറിയാത്ത ഒരു മുഅ്മിനല്ല. അതുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, സലാസത്തു മൻ കുന്ന ഫീ വജദ ബിഹിന്ന ഹലാവത്തൽ ഈമാൻ. 3 കാര്യം ഒരാളുടെ ഹൃദയത്തിലുണ്ടായാൽ ഈമാനിൻ്റെ മാധുര്യം അവൻ ആസ്വദിച്ചിരിക്കുന്നു. ഒന്നെന്താ? യകൂന അല്ലാഹു റസൂലു ഹബ്ബ ഇലൈഹി മിമ്മ സിവാഹുമ. അള്ളാഹുവിൻ്റെ റസൂലും മറ്റെന്തിനേക്കാളും അവർക്ക് പ്രിയങ്കരമാവുക എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തോടുള്ള സ്നേഹത്തിൽപ്പെട്ടതാണ് അവിടുത്തെ അനുസരിക്കുക എന്നുള്ളത്. നോക്കൂ നിങ്ങൾ, ഒരു മനുഷ്യനോ നിങ്ങൾക്ക് സ്നേഹമുണ്ടോ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ അയാളെ അനുകരിക്കും. നിങ്ങൾക്കത് ഏറ്റവും നല്ല ഉദാഹരണം നിങ്ങളെ മക്കളായിരിക്കും. ചെറിയ കുട്ടികൾ കണ്ടിട്ടില്ലേ, നിങ്ങൾ ചെയ്യുന്നത് എങ്ങനെയാണ് അവർ പകർത്താൻ ശ്രമിക്കുന്നത് നോക്കൂ. നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാണ്. ഒരു മനുഷ്യന് മറ്റൊരാളുടെ ഇഷ്ടമുണ്ടായാൽ അറിയാതെ അവനെ പകർത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിനെ നമ്മൾ എങ്ങനെ പകർത്തേണ്ടതുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുകയും ഇത് പരിശോധിക്കുകയും ചെയ്യുക. എങ്ങനെയാണ് നമ്മൾ അള്ളാഹുവിൻ്റെ റസൂലിനെ പിൻപറ്റുന്നത്, നമ്മുടെ എന്തൊക്കെ കാര്യങ്ങൾ പിൻപറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹത്തിൻ്റെ അടയാളത്തിൽപ്പെട്ടതാണ് അവിടുത്തെ കാണാനുള്ള ആഗ്രഹം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിൻ അശദ്ദി ഉമ്മത്തി ലി ഹുബ്ബ. എൻ്റെ ഉമ്മത്തിൽ എന്നോട് ഏറ്റവും കടുത്ത സ്നേഹമുള്ളവർ നാസുൻ യകൂനൂന ബഅദി, എനിക്ക് ശേഷം വരാനിരിക്കുന്ന ചിലരാണ്. യവദ്ദു അഹദുഹും ലൗ റആനി ബി അഹ്ലിഹി വമാലിഹി. തൻ്റെ കുടുംബത്തെയും സമ്പത്തിനെയും പകരം നൽകിയിട്ടാണെങ്കിൽ പോലും എന്നെ ഒന്ന് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അത് നമ്മൾ ശരിക്കും ആലോചിച്ച് നോക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ നമുക്ക് എത്ര ആഗ്രഹമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ജീവിതം ശുദ്ധിയാക്കുക. അവിടുത്തെ ഒന്നല്ലെങ്കിൽ ദുനിയാവിൽ നിനക്ക് സ്വപ്നത്തിൽ കാണാൻ സാധിക്കും. എന്താ അതിന് ചെയ്യേണ്ടത്? അതിന് ഒന്ന് അവിടുത്തോട് സ്നേഹമുണ്ടാകുക, ജീവിതം ശുദ്ധിയാക്കുക. ഒരാളുടെ സ്വപ്നം ശുദ്ധമാകണമെങ്കിൽ അതിനുള്ള വഴികളിലൊന്ന് അയാൾ നാവ് സത്യം മാത്രം പറയാന്നുള്ളതാണ്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ റസൂലിനോട് മുഹബ്ബത്തുണ്ടാകുക എന്നതാണ്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹത്തിൻ്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ് സ്വലാത്ത് അധികരിപ്പിക്കുക എന്നുള്ളത്. അവിടുന്ന് പറഞ്ഞു, അൽ ബഖീലു മൻ ദുക്കിർതു ഇൻദഹു ലം യുസല്ലി അലൈഹി. എൻ്റെ പേര് കേട്ടിട്ട് എൻ്റെ മേൽ സ്വലാത്ത് ചെല്ലാത്തവൻ അവനാണ് യഥാർത്ഥ പിശുക്കൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, സ്വലാത്ത് അധികരിപ്പിക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തോടുള്ള സ്നേഹത്തിൻ്റെ ഭാഗമാണ്. 3ാമത്തെ അവിടുത്തോടുള്ള ബാധ്യത തഅസീറുഹു വ തൗഖീറുഹു. അള്ളാഹുവിൻ്റെ റസൂലിനെ ആദരിക്കുക എന്നതാണ്. അവിടുത്തെ പിന്തുണക്കുക, അവിടുത്തെ സഹായിക്കുക, അവിടുത്തെ ദീനെ സഹായിക്കുക എന്നതാണ്. നമ്മൾ ഈ കാലഘട്ടത്തിൽ പലരും കുറവ് വരുത്തുന്ന കാര്യങ്ങളിലൊന്നാണിത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ആദരവ് അർഹിക്കുന്നവരാണ്. അവിടുത്തെ പേര് പറയുന്നതിന് ആദരവുണ്ടായിരിക്കണം. ചില പണ്ഡിതന്മാർ ജസ്സാസിനെ പോലുള്ള ചില ആളുകളെ ജാഹിദിനെ പോലുള്ള ചില ആളുകളെ
ഗ്രന്ഥകർത്താവാണ്, അറബിയിലെ ഗ്രന്ഥങ്ങൾ എഴുതിയാണ്. അദ്ദേഹത്തെ വിമർശിച്ചതായി കാണാം. എങ്ങനെ അവർ വിമർശിക്കാനുള്ള കാരണമായി അവർ പറഞ്ഞത്, ഇദ്ദേഹം തൻ്റെ ഗ്രന്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് കൊടുക്കും, എന്നിട്ട് തൊട്ട് ഉടനെ ചിലപ്പോൾ ഏതെങ്കിലും കവിയുടെ കവിതകൾ, ഒരു ജീവിത വിശുദ്ധിയൊന്നുമില്ലാത്ത ആൾക്കാരുടെ കവിതകൾ ഇത് കൊടുക്കും. ബൈഹഖി റഹിമഹുല്ലാഹ് അദ്ദേഹമാണ് പറഞ്ഞത് എൻ്റെ ഓർമ്മ, അല്ലെങ്കിൽ ഖറാഫി അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറഞ്ഞ ആ പേജിൽ പോയിട്ട് ആ പുസ്തകത്തിൽ തന്നെ ഇയാളുടെ പേര് പറയാൻ അർഹതയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് ഒരിക്കലും ആദരവോടുകൂടി അല്ലാതെ പറയരുത്. പേര് പറയുമ്പോൾ അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബി. മുഅ്മിനീങ്ങളെ, നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ശബ്ദത്തിന് മുകളിൽ ശബ്ദം ഉയർത്തരുത്. ഈ ആയത്തിറങ്ങിയതിന് ശേഷം സഹാബികൾ ചിലർ സംസാരിക്കുമ്പോൾ അങ്ങേയറ്റ പതുക്കെ സംസാരിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചിലപ്പോൾ ശബ്ദം ഉയർത്താൻ പറയുന്നതാണ് കേൾക്കാൻ വേണ്ടിയിട്ട്. അത്രയും അവിടുത്തെ അരികിൽ അവർ സംസാരിക്കാൻ പേടിച്ചിരുന്നു എന്നാണ്. എന്താ ഈ ശബ്ദം ഉയർത്തിയാലുള്ള പ്രശ്നം എന്താണ്? നമുക്ക് അതിനുള്ള ശിക്ഷ എത്ര വലുതാണ്. അള്ളാഹു പറയാൻ, അൻ തഹ്ബത അഅമാലുകും വഅൻതും ലാ തശ്ഉറൂൻ. നിങ്ങൾ അറിയാതെ നിങ്ങളുടെ അമൽ ഇല്ലാതെയായി പോകുന്ന. എന്താ ചെയ്തത്? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുൻപിൽ ശബ്ദം ഉയർത്തി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ ഇബ്നുൽ ഖയ്യിം പറഞ്ഞതായി കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദത്തിനേക്കാൾ ശബ്ദമുയർത്തുന്നതിന് ഇതാണ് ശിക്ഷയെങ്കിൽ, അവിടുന്ന് പറഞ്ഞ ഒരു കൽപ്പനയോട് എതിരു പറയുകയോ അവിടുന്ന് പറഞ്ഞ ഒരു കാര്യത്തോട് ബുദ്ധി കൊണ്ട് എതിര് പ്രവർത്തിക്കുകയോ ചെയ്യുന്നവൻ്റെ കാര്യം എന്തായിരിക്കും? അള്ളാഹുവിൻ്റെ റസൂലിനോട് ആദരവ് വേണം സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബികളുടെ ജീവിതത്തിൽ അത് നിങ്ങൾക്ക് ധാരാളം കാണാമായിരുന്നു. ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് ധരിച്ച ഹദീസിൽ കാണാം, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഖുത്ബ പറഞ്ഞിരുന്നത് മസ്ജിദ് നബവിയിൽ ഒരു മരത്തടിയുടെ അടുത്ത് ചാരി നിന്നുകൊണ്ടാണ്. അങ്ങനെ പിന്നീട് സഹാബികൾ അവിടത്തേക്ക് വേണ്ടി ഒരു മിമ്പർ ഉണ്ടാക്കി. ഈ മിമ്പർ ഉണ്ടാക്കിയതിന് ശേഷം അവിടുന്ന് ആ മിമ്പറിന് മുകളിൽ കയറി നിന്നുകൊണ്ടാണ് പിന്നീട് ഖുത്ബ പറഞ്ഞിരുന്നത്. ഞാൻ ആദ്യമായി അവിടുന്ന് ആ മിമ്പറിൽ കയറിയപ്പോൾ ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് അദ്ദേഹം ധരിച്ച ഹദീസിൽ കാണാം, സമിഅ്നാ ലിൽ ജിസ്ഇ മിസ്ല അസ്വാത്തിൽ ഇശാർ. ഞങ്ങൾ ആ മരത്തടി കരയുന്ന ശബ്ദം കേട്ടു, ഗർഭിണിയായ ഒരു ഒട്ടകം കരയുന്നത് പോലെ അത് തേങ്ങി തേങ്ങി കരയുന്ന ശബ്ദം ഞങ്ങൾ കേട്ടു. ഹത്താ നസല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫവദഅ യദഹു അലൈഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മുകളിൽ നിന്ന് ഇറങ്ങുകയും അതിൻ്റെ മുകളിൽ ആശ്വസിപ്പിക്കാനെന്ന വണ്ണം കൈവെക്കുകയും ചെയ്തു. അങ്ങനെയാണ് അതിൻ്റെ കരച്ചിലടങ്ങിയത്. ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് താബിഇയായ ഹസനുൽ ബസ്രി അദ്ദേഹം പറയാൻ, ഇദാ കാനൽ ജിസ്ഉ യഹിന്നു ഇലൈഹി ഫഅൻതും ഔലാ ബിൽ ഹനീനി ഇലൈഹി. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സാമീപ്യത്തിനോട് ഒരു മരത്തടി വരെ കൊതിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അത് എന്തുകൊണ്ടും ആവശ്യമുള്ളതാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു അതിന് മാത്രം എടുത്ത് ആദരിച്ചിട്ടുണ്ട്. നമുക്ക് ഖുർആനിൽ യാ മുഹമ്മദ് എന്ന വാക്ക് ഇവിടെയില്ല. ഖുർആനിൽ പലയിടത്തു നിന്നും യാ മൂസ, യാ നൂഹ്, യാ ഇബ്രാഹിം പേര് വിളിച്ചുകൊണ്ടുള്ള പ്രയോഗം കാണാം. ഖുർആനിൽ എവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ യാ മുഹമ്മദ് എന്ന് വിളിച്ചിട്ടില്ല. ഉള്ളതെല്ലാം യാ അയ്യുഹ റസൂൽ, യാ അയ്യുഹൻ നബി, ഇങ്ങനെയാണ്. അല്ലയോ നബിയെ, അല്ലയോ റസൂലെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ അഭിസംബോധന ചെയ്ത രൂപമാണ്. ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നല്ലതല്ലാത്ത രൂപത്തിൽ പ്രയോഗിക്കരുത്. അവിടുത്തെ ഹദീസ് ഒരു തമാശ പറയുന്നതിനിടയിൽ പറയരുത്. ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഉള്ളതാണ്. പരദൂഷണം പറയുമ്പോൾ ചില ആൾക്കാർ ചെയ്യുന്നതാണ്. നല്ല ടേസ്റ്റുള്ള ഇറച്ചിയാണ് എന്ന് പറയും. നഊദു ബില്ലാഹ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരദൂഷണത്തിൽ നിന്ന് നിന്നെ തടയാൻ വേണ്ടി പറഞ്ഞ കാര്യമാണ്. ഖുർആനിൽ വന്ന കാര്യം കൂടിയാണത്. നീ പരദൂഷണം പറയാമെന്ന് മാത്രമല്ല, അതിൻ്റെ ഒപ്പം ഇതും കൂടി പറഞ്ഞാൽ പിന്നെ നിൻ്റെ അവസ്ഥ എന്താണ്? എത്രമാത്രം ഗൗരവമില്ലാതെയാണ് ഈ വിഷയം കാണുന്നത്. പരദൂഷണം പറയുന്നിട്ട് അതിൻ്റെ ഒപ്പം പറയാം നല്ല ടേസ്റ്റുള്ള ഇറച്ചിയാണ് എന്നോ ആൾക്കാർ പറയും, നിൻ്റെ ഇറച്ചി നല്ല ടേസ്റ്റ് ഉണ്ട്. പരദൂഷണം പറഞ്ഞതിന് വേണ്ടിയിട്ട് ദീൻ ഒരിക്കൽ കളിയാക്കാൻ വേണ്ടി ഉപയോഗിക്കരുത്. തമാശക്ക് പറയും. ഹദീസ് തമാശക്ക് വേണ്ടി പറയരുത്. ഇന്ന സനുൽഖി അലൈക ഖൗലൻ സഖീല. ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലേ, നാം നിനക്ക് ഇറക്കി തരുന്ന നബിയെ ഭാരമുള്ള ഒരു വാക്കാണ്. അതുകൊണ്ട് ഇമാം മാലിക്കിൻ്റെ അടുത്ത് വന്നിട്ട് ചില ആൾക്കാർ ചിലപ്പോൾ പറയുമായിരുന്നു, ഒരു ചെറിയ കാര്യം ചോദിക്കാറുണ്ട്, ചെറിയ മസ്അല. അദ്ദേഹം പറയുമായിരുന്നു, ദീനിൽ ചെറിയ ഒരു കാര്യമില്ല. ഇന്ന സനുൽഖി അലൈക ഖൗലൻ സഖീല. ഭാരമുള്ളതാണ് ദീനിലെ എല്ലാ കാര്യം.
ചെറിയത് എന്ന് പറയാവുന്നൊരു കാര്യം തീരില്ല. ദീൻ അള്ളാഹുവിൻ്റേതാണ്, ആകാശഭൂമിയുടെ പടച്ച റബ്ബിൻ്റേതാണ്. ഇതൊരിക്കലും സഹോദരങ്ങളെ തമാശയല്ല, ഇതൊരിക്കലും നിസ്സാരമായ കാര്യമില്ല. ഇന്ന് ഈ കാലഘട്ടത്തിൽ ഈ കോമഡികളും തമാശകളും അധികരിച്ച് മനുഷ്യനെ എല്ലാത്തിലും ഇതാണ്. ഗൗരവമുള്ളൊരു കാര്യവും അവനില്ല. വിശ്വാസം, ഹൃദയത്തിലെ അഖീദ, അള്ളാഹുവിൻ്റെ ദീൻ, ഇസ്ലാം, ഈമാൻ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ ചുവന്ന വരകളാണ്. ഇത് ആദരവോടെ അല്ലാതെ സ്പർശിക്കാൻ പാടില്ല. വർഷങ്ങളായി കഴിഞ്ഞ തലമുറ ആദരവോടുകൂടി നമുക്ക് എത്തിച്ചു തന്നാണിത്. ഇമാം മാലിക് നിങ്ങൾക്കറിയുമോ? അദ്ദേഹം വുദു എടുക്കുമായിരുന്നു ഹദീസ് പറയാൻ വേണ്ടിയിട്ട്. റസൂലുള്ളാഹിന്റെ ഹദീസ് പറയാൻ വേണ്ടി അദ്ദേഹം വുദു എടുക്കുമായിരുന്നു. നല്ല വസ്ത്രം ധരിച്ചിട്ട് വരുമായിരുന്നതാണ്, അല്ലാതെ അദ്ദേഹം ഹദീസ് പറയാറില്ലായിരുന്നതാണ്. അത്രയും അവർ ഹദീസിന് വില കൊടുത്തിരുന്നു. പക്ഷേ ഇന്ന് സുബ്ഹാനല്ലാഹ് ആൾക്കാർക്ക് ഇതൊരു നിസ്സാരമായ കാര്യമായിരിക്കും. അങ്ങനെ ആവരുത്. അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ചുള്ള സംസാരമോ ഒന്നും ഈ രൂപത്തിലാകുക എന്നത് പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ആദരവിൽ പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തൗഹീദിനോട് ആദരവുണ്ടാവുക എന്നുള്ളതാണ്. റസൂൽ ഏറ്റവും ആദരിച്ച കാര്യം തൗഹീദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നിനക്ക് അള്ളാഹുവിൻ്റെ റസൂലിനോട് ആദരവുണ്ടോ എങ്കിൽ നീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദരവ് നൽകിയ തൗഹീദിന് ആദരവ് നൽകണം. ചില ആൾക്കാർ ഈ ആദരവിൻ്റെ പേര് പറഞ്ഞാണ് തൗഹീദ് നശിപ്പിക്കുന്നത് തന്നെ. നിനക്ക് റസൂലുള്ളയോട് യഥാർത്ഥ ആദരവുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യണം? അവിടുന്ന് പാലിച്ച തൗഹീദ് നീ പാലിക്കണം. അവിടുന്ന് വഫാത്തിൻ്റെ വേളയിൽ വരെ പറയണം, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. യഹൂദ നസാറാക്കൾക്ക് ശാപമുണ്ടാകട്ടെ, അവർ അവരുടെ നബിമാരുടെ ഖബറുകളെ മസ്ജിദാക്കി. നീ അത് ചെയ്താൽ എന്താ നീ റസൂലിനോട് സ്നേഹം ഉള്ളവനാണ് എങ്ങനെ നിനക്ക് അവകാശപ്പെടാൻ സാധിക്കാം? എങ്ങനെ നീ അത് പറയാം? അവിടുന്ന് പറയാൻ, അല്ലാഹുമ്മ ലാ തജഅൽ ഖബ്രി വസനൻ യുഅബദ്. അല്ലാഹു, എൻ്റെ ഖബറിനെ നീ ഒരിക്കലും ആരാധിക്കപ്പെടുന്നൊരു വിഗ്രഹമാക്കരുതേ. എന്നിട്ട് നീ മദീനയിൽ മസ്ജിദ് നബീൻ്റെ അടുത്ത് പോയിട്ട് ഖബറിൻ്റെ അടുത്തേക്ക് തിരിഞ്ഞ് അങ്ങനെ ദുആ ചെയ്യും. അള്ളാഹുവിൻ്റെ റസൂൽ തൃപ്തിപ്പെട്ടിരുന്നില്ല. സഹാബികൾ, അവർക്ക് ശേഷമുള്ള താബിഈങ്ങൾ, ഹസൻ ഇബ്നു അലിയുടെ മകൻ സൈനുൽ ആബിദീൻ, അദ്ദേഹം ഒരിക്കൽ ഒരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഉണ്ടായിരുന്ന മുറിയുടെ മതിലിൽ ഒരു ചെറിയ ഓട്ട വന്നു. അപ്പോൾ ഇയാൾ ഈ മതിലിൻ്റെ ഓട്ടയുടെ അടുത്ത് ചെയ്തിട്ട് ദുആ ചെയ്യാൻ. ദുആ ചെയ്യുന്ന ആരോട്? അള്ളാഹിനോടാണ്, റസൂലുള്ളാഹിനോടല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയോടല്ല പറയുന്നത്, അള്ളാഹിനോടാണ് പറയുന്നത്. പക്ഷേ ആ ഓട്ട, അവിടെ ഒരു ഓട്ട ഉണ്ട്. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ ഖബറിൻ്റെ അടുത്ത് പോയിട്ട് ദുആ ചെയ്യാന്നുള്ള എനിക്ക് പോയിട്ട് ദുആ ചെയ്യാൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സൈനുൽ ആബിദീൻ അദ്ദേഹം പറഞ്ഞു, നീ അങ്ങനെ ചെയ്യരുത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ ഹദീസാണ് ഈ ഹദീസ്, അല്ലാഹുമ്മ ലാ തജഅൽ ഖബ്രി വസനൻ യുഅബദ്. അല്ലാഹുവേ, എൻ്റെ ഖബറിനെ നീ ആരാധിക്കപ്പെടുന്നൊരു വിഗ്രഹമാക്കരുത്. നിനക്ക് റസൂലുള്ളയോട് ആദരവുണ്ടോ സല്ലല്ലാഹു അലൈഹി വസല്ലം? സഹാബികൾ അവിടുത്തെ ആദരിച്ചതുപോലെ നീ ആദരിക്കുക. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഇന്നിപ്പോൾ ചില ആൾക്കാർ കാണാം, ലാ ഹൗല വലാ ഖുവത, മസ്ജിദ് നബിയിൽ പോയി കഴിഞ്ഞാൽ കാണാം സിയാറത്തിൻ്റെ സ്ഥലത്ത് അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം എന്ന് ഒച്ചട്ട് മുദ്രാവാക്യം വിളിക്കുന്നതാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് മസ്ജിദ് നബവിയിൽ ഒരിക്കൽ രണ്ട് ആൾക്കാർ ഒച്ചയിൽ സംസാരിക്കുന്നപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു, എവിടുന്നാന്ന് ചോദിച്ചു. പറഞ്ഞു, ഞങ്ങൾ യമന്നാണ്. നിങ്ങളെങ്ങാനും മദീനക്കാരായിരുന്നെങ്കിൽ എൻ്റെ വടിയുടെ വേദന നിങ്ങൾ അറിയുമായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മസ്ജിദ് ശബ്ദം ഉയർത്തരുത്. ചില ആൾക്കാർ അസ്സലാമു അലൈക്കും പാട്ട് പാടുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുകയായിരുന്നെങ്കിൽ അവിടുത്തോട് സലാം പറയേണ്ട രൂപമാണിത്. പാട്ട് പാടിയിട്ട് സലാം പറയാം ഒരാളോട്? അല്ല. അവിടുന്ന് ജീവിച്ചിരിക്കുകയാണെങ്കിൽ അവിടത്തേക്ക് എങ്ങനെ സലാം പറയേണ്ടത്? ആദരവോടുകൂടി സലാം പറയും. ഖബറിൻ്റെ അടുത്ത് പോയാൽ അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക യാ അബൂബക്കർ, അസ്സലാമു അലൈക യാ ഉമർ. അത് അദബിൽ പറഞ്ഞ് തിരിച്ചു പോരാ. അവിടുന്ന് അദബില്ലാത്ത കാര്യങ്ങൾ ചെയ്യരുത്. പക്ഷേ അദബ് എന്ന പേരിൽ എന്ത് ചെയ്യരുത്? നീ നിസ്കരിക്കാൻ നിൽക്കുന്ന പോലെ, അല്ലെങ്കിൽ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഇല്ലാത്ത അത്ര ഖുശൂഇൽ പോയിട്ട് അവിടെ നിന്ന് കഴിഞ്ഞാലോ? അള്ളാഹിൻ്റെ മുന്നിൽ നിസ്കരിക്കുമ്പോൾ എത്ര ഖുശൂ അല്ല, ഖബറിൻ്റെ മുന്നിൽ എത്തിയാൽ എൻ്റെ കൈ വിട്ടുപോയി. അങ്ങനെ ആകരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദരവ് സഹോദരങ്ങളെ നിങ്ങൾ പാലിക്കേണ്ടത് എങ്ങനെയാണ്? അവിടുത്തെ തൗഹീദിനെ ആദരിച്ചുകൊണ്ടാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് ചെയ്തതുപോലെ, അദ്ദേഹത്തെ ചരിത്രത്തിൽ പറയപ്പെട്ടതുപോലെ, ഒരിക്കൽ ഒരു യാത്രക്കിടയിൽ ചില ആളുകൾ പറഞ്ഞു, ഇതാണ് ബൈഅത്തു റിദ്വാൻ നടന്ന വൃക്ഷം. ഖുർആനിൽ പറഞ്ഞ വൃക്ഷമല്ലേ ഇത്, യുബായിഊനക തഹ്ത അശ്ശജറ എന്ന് പറഞ്ഞ ഒരു മരം. ചില ആൾക്കാർ ഇതാണ് ആ മരം എന്ന് ചിലർ പറഞ്ഞു. എന്താണ് ഉമർ ഖത്താബ് ചെയ്തത്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്ന മരമല്ലേ എന്നാണോ പറഞ്ഞത്? അല്ല. അദ്ദേഹം പോയി ആ മരം അങ്ങ് പിഴുതു കളഞ്ഞു, എടുത്ത് പുറത്തേക്ക് കളഞ്ഞു.
അത് ഉമർ ഇബ്നുൽ ഖത്താബിനുണ്ടായിരുന്ന ആദരവാണ് തൗഹീദിൻ്റെ ആദരവ്. ഇന്ന് ചില ആൾക്കാർ പറയുന്നതാണ് എത്രയോ സഹാബികളെ ഖബർ ഇവർ വന്നതിന് ശേഷം വഹാബികൾ പൊളിച്ചു കളഞ്ഞു, കണ്ടില്ലേ അള്ളാഹുവിൻ്റെ റസൂലിന് ആദരവില്ലാത്ത. അതാണ് ആദരവ്, പൊളിച്ചു കളഞ്ഞു എന്നുള്ളതാണ് ആദരവ്. അലി ഇബ്നു അബി താലിബിനെ റസൂൽ ഏൽപ്പിച്ച ജോലിയാണത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പറഞ്ഞു അലാ അബ്അസുക, അലി ഇബ്നു അബി താലിബ് തൻ്റെ സേനാനായകനോട് പറഞ്ഞ വാക്കാണ്, അലാ അബ്അസുക അലാ മാ ബഅസനി ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹിൻ്റെ റസൂൽ എന്നെ ഏൽപ്പിച്ചൊരു കാര്യം ഞാൻ നിന്നെ ഏൽപ്പിക്കട്ടെ. അല്ലാ തദഅ തിംസാലൻ ഇല്ലാ കസർതഹ വലാ ഖബ്റൻ മുശ്രിഫൻ ഇല്ലാ സവൈതഹ, ഒരു രൂപവും പൊളിച്ചു നീക്കാതെ വിടരുത്, ഒരു കെട്ടി ഉയർത്തിയ ഖബറും നിരപ്പാക്കാതെ ഒഴിവാക്കരുത്. അതാണ് തൗഹീദ്, അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീൻ. നീ അതിലാവണം, അതിനുവേണ്ടി നിലകൊള്ളണം. അതാണ് അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള ആദരവ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹദീസുകൾ ജനങ്ങൾക്കിടയിൽ എത്തിച്ചു കൊടുക്കുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദരവിൽപ്പെട്ടതാണ്. അവിടുന്ന് അവർക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്, ഹദീസ് എത്തിച്ചു കൊടുക്കുന്ന ആൾക്കാർക്ക് വേണ്ടി. അവസാനത്തെ കാര്യം അത് ഞാൻ നേരത്തെ പറഞ്ഞതുകൊണ്ട് വീണ്ടും ആവർത്തിക്കുന്നില്ല, അള്ളാഹുവിൻ്റെ റസൂൽ അനുസരിക്കുകയും അവിടുത്തെ കൽപ്പനകൾക്ക് കീഴൊതുങ്ങുകയും ചെയ്യുക. നേരത്തെ ഷഹാദത്തിൻ്റെ വിശദീകരണം പറഞ്ഞപ്പോൾ ഞാനത് പറഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തോട് നമുക്ക് വലിയ ബാധ്യതയുണ്ട്. അള്ളാഹുവിനെ അറിയുക എന്നത് കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയുക എന്നത് നമുക്ക് അത്രമാത്രം ആവശ്യമായ കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രം ഒരിക്കലെങ്കിലും ഒരു തവണയെങ്കിലും ഒരു ആവർത്തിയെങ്കിലും വായിച്ചു തീർക്കാത്ത ആൾക്കാർ നമ്മുടെ ഇടയിൽ ഉണ്ടാവാൻ പാടില്ല. ഒരു തവണയെങ്കിലും എന്തൊക്കെയാണ് അവിടുത്തെ ജീവിതത്തിൽ ഉണ്ടായത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകാം. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതം നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് അവിടുത്തെ ഇഷ്ടപ്പെടാതിരിക്കാൻ സാധിക്കുകയില്ല. അവിടുത്തെ പോലെ ഒരാൾ വന്നിട്ടില്ല, ഇനിയൊരാൾ വരികയുമില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എത്ര മനോഹരമായ ഒരു ജീവിതം വേറെയില്ല. നിങ്ങൾ ഷമാഉൽ നബി വായിച്ചു നോക്കുക. ഷമാഉൽ നബി ഇമാം തിർമിദിയുടെ കിതാബാണ്, മലയാളത്തിലുണ്ട് ആ പുസ്തകം, വിവർത്തനം ചെയ്യപ്പെട്ട ഗ്രന്ഥമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ പ്രത്യേകമായി അവിടുന്ന് എങ്ങനെ ചിരിച്ചിരുന്നത്, അവിടുത്തെ രൂപം എങ്ങനെയായിരുന്നു, അവിടുത്തെ നടത്തം എങ്ങനെയായിരുന്നു, അവിടുന്ന് പറഞ്ഞ തമാശകൾ എന്തായിരുന്നു, അവിടുന്ന് കരഞ്ഞ സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്, അവിടുന്ന് ഉപയോഗിച്ചിരുന്ന മുറിയുടെ രൂപം എന്തായിരുന്നു, ഇങ്ങനെയുള്ള കാര്യം അവിടുത്തേക്ക് പ്രത്യേകമായ സുബ്ഹാനല്ലാഹ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം എൻ്റെ ഹൃദയത്തെ സ്പർശിക്കുന്ന കാര്യങ്ങളാണ് ഹദീസുകളുള്ള. അത് അവിടുത്തെ കേവലം വ്യക്തിപരമായ കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക അവിടുത്തെ ജീവിതം എങ്ങനെയായിരിക്കും, അവിടുത്തെ പെരുമാറ്റം, അവിടുത്തെ കണ്ട ഒരാൾക്കും അവിടുത്തോട് അങ്ങേയറ്റത്തെ ഇഷ്ടം തോന്നാതിരിക്കുകയില്ല, കുഫർ ഹൃദയത്തിൽ പ്രവേശിച്ചവനൊഴികെ. അതുകൊണ്ടാണ് അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞേക്കണം, അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്നോട് അള്ളാഹുവിൻ്റെ റസൂൽ എങ്ങനെയായിരുന്നു എന്ന് വിവരിച്ച് നൽകാൻ പറഞ്ഞാൽ എനിക്കതിന് സാധിക്കുകയില്ല. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ അവിടുത്തെ മുഖത്തേക്കൊന്ന് തറപ്പിച്ചു നോക്കിയിട്ടില്ല. അവിടുത്തോടുള്ള ആദരവ് കാരണത്താൽ സഹാബികൾക്ക് അവിടുത്തോടുള്ള ആദരവായിരുന്നു. ഹുദൈബിയ സന്ധിയുടെ സന്ദർഭത്തിൽ ഉഖ്ബത്ത് ഇബ്നു ആമിർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നു സന്ധി എഴുതാൻ വേണ്ടി. അപ്പോൾ ഉഖ്ബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഇവരെ കണ്ടിട്ടാണോ, പിന്നിൽ നിൽക്കുന്ന സഹാബികളെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഇവരെ കണ്ടിട്ടാണോ യുദ്ധം ചെയ്യാൻ നിൽക്കുന്നത്? യുദ്ധത്തിൽ പരാജയം രുചിച്ചാൽ ഇവർ ഓടിക്കളയും, നിന്നെ ഉപേക്ഷിച്ച് ഇവർ കടന്നു കളയും. ഹുദൈബിയുടെ ഹദീസിൽ കാണാം, ഹുദൈബിയ സന്ധിയുടെ ഹദീസിൽ കാണാം, ഉഖ്ബത്ത് ഇബ്നു ആമിർ തിരിച്ചു പോയിട്ട് അദ്ദേഹം പറയാണ്, ലഖദ് വഫത്തു അലൽ മുലൂക്ക് വകിസ്റ വഖൈസർ, രാജാക്കന്മാരുടെ അടുത്തേക്ക് നിവേദക സംഘങ്ങളുമായി ഞാൻ പോയിട്ടുണ്ട്, കിസ്റയുടെയും കൈസറിൻ്റെയും കൊട്ടാരങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവിടുത്തെ അനുചരന്മാർ കാണിക്കുന്നത് പോലെ ഒരു ആദരവ് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. അവിടുന്ന് ഒരു കൽപ്പന പറഞ്ഞാൽ അത് നടപ്പിലാക്കാൻ അവർ ധൃതി കൂട്ടുകയാണ്. അവിടുത്തെ ഉമിനീരൊന്ന് പുറത്തേക്ക് തെറിച്ചാൽ അത് അവർ കയ്യിൽ ഏറ്റുവാങ്ങിയത് അവർ ശരീരത്തിൽ പുരട്ടുകയാണ്. ഹദീസ് വിശദീകരിച്ച പണ്ഡിതന്മാർ പറഞ്ഞേക്കാണ്, കാരണം ഉഖ്ബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹാബികൾ വിട്ടേച്ചു പോകുമെന്ന് പറഞ്ഞപ്പോൾ അവരുടെ മനസ്സിൽ കൊണ്ടുവന്നത്. അപ്പോൾ അവർ ഉഖ്ബയെ ബോധ്യപ്പെടുത്താണ് ഞങ്ങൾ എങ്ങനെയാണ് റസൂലിനെ ബഹുമാനിക്കുന്നത് എന്ന്. ഉഖ്ബയെ അവർ കാണിച്ചു കൊടുക്കുകയാണ്, ഞങ്ങൾ ഇങ്ങനെയാണ് അള്ളാഹുവിൻ്റെ റസൂലിനെ ബഹുമാനിക്കുന്നത്, അവിടുത്തെ ഒരു ഉമിനീര് താഴെ വീഴാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അവിടുന്ന് വുദൂ ചെയ്താൽ ആ വുദൂവിൻ്റെ വെള്ളത്തിന് വേണ്ടി അവർ മത്സരിക്കുകയാണ്. അങ്ങനെയാണ് സഹാബികൾ റസൂലുള്ളാഹിയെ സ്നേഹിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർക്ക് അത്രമാത്രം പ്രിയപ്പെട്ടവരായിരുന്നു. അവിടുത്തെ വഫാത്തിൻ്റെ ഹദീസുകൾ നോക്കൂ. സഹാബികൾ പറയാം, അനസ് ഇബ്നു മാലിക് പറയാം,
ഞാൻ മദീനയിൽ അള്ളാഹുവിൻ്റെ റസൂൽ ഹിജറ ചെയ്തു വരുന്ന ദിവസം ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ പ്രകാശം നിറഞ്ഞ് വെളിച്ചം നിറഞ്ഞൊരു ദിവസം ഞാൻ വേറെ കണ്ടിട്ടില്ല. മദീനയിലേക്ക് റസൂൽ വന്നെത്തുന്ന ദിവസം സഹാബികൾ വീടിൻ്റെ മുകളിലൊക്കെ കയറി നിന്ന് ദൂരെ നിന്ന് അവിടുത്തെ കാണാൻ വേണ്ടി കാത്തിരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ വന്നെത്തുന്ന സന്ദർഭത്തിൽ അവിടുത്തെ കാണാൻ വേണ്ടി കാത്തിരുന്ന സമയം അള്ളാഹുവിൻ്റെ റസൂൽ വഫാത്തായ ദിവസവും ഞാൻ മദീനയിലുണ്ട്. അതുപോലെ കാളിമ പടർന്ന ഒരു ദിവസം ഞാൻ മദീനയിൽ വരെ കണ്ടിട്ടില്ല. അങ്ങനെ സഹാബികൾക്ക് അവിടുന്ന് പ്രിയപ്പെട്ടവരായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തേക്ക് അവർക്ക് എല്ലാമായിരുന്നു. ഉഹദ് നോക്കൂ നിങ്ങൾ, എങ്ങനെയാണ് തൽഹ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയെ പ്രതിരോധിച്ചത് എന്ന് നോക്കൂ. അവിടുന്ന് തല ഉയർത്തുമ്പോൾ തൽഹ പറയണം, ശരീരത്തിൽ അമ്പുകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറച്ചു പിടിച്ചുകൊണ്ട് തൽഹ ശരീരത്തിൽ അമ്പുകൾ ഏറ്റുവാങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തല ഉയർത്തുമ്പോൾ തൽഹ പറയാൻ, നബിയെ തല ഉയർത്തരുത്, അവർ താങ്കളെ കാണും. സഹാബികൾക്ക് അള്ളാഹുവിൻ്റെ റസൂലിനോടുണ്ടായിരുന്ന ബഹുമാനം, സുബ്ഹാനല്ലാഹ്. സഹോദരങ്ങളെ, നമ്മൾ ഇത്രയും കാലം ഇപ്പുറത്തേക്കെത്തി. തിന്മകളും ഹറാമുകളും വ്യാപിച്ചൊരു കാലഘട്ടത്തിലാണ്. അള്ളാഹുവിൻ്റെ റസൂലിനെ പരിഹസിക്കുന്ന ആളുകൾ വ്യാപിച്ചൊരു കാലഘട്ടത്തിലാണ്. ആളുകൾ ചിലർക്കെങ്കിലും ഇതൊക്കെ കേട്ടിട്ട് മനസ്സ് മടുത്തിട്ടുണ്ട്. മുസ്ലിമീങ്ങളുടെ ഹൃദയങ്ങൾ ചിലതെങ്കിലും ചത്തുപോയതുപോലെയാണ്. എന്തു കേൾക്കുന്നതും അവർക്കൊരു പ്രയാസമില്ലാതെ ഇരിക്കുന്നു. എന്നിട്ട് ഇത് പോയിട്ട് കേൾക്കുക, ഇത് പോയിട്ട് നിനക്കറിയാം അള്ളാഹുവിൻ്റെ റസൂലിനെ പരിഹസിക്കുന്ന ആളുകൾ ഇതുകൊണ്ട് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്ന് നിനക്കറിയാം. ഇത് നീ പോയിട്ട് ഇത് എന്തിനാണ് കാണുന്നത്? എന്തിനാണ് നീ ഇത് പോയിട്ട് കാണുന്നത്? മുസ്ലിങ്ങളായ ആൾക്കാരെന്നെ ഇതിൻ്റെ അടിയിൽ പോയിട്ട് കമൻറ്റ് ചെയ്യും. നിനക്ക് ഇത്ര ബുദ്ധിയില്ലേ? ഇത്ര നിനക്ക് വിവേകമില്ലേ? ഇത് പോയിട്ട് കാണുന്നത്, നീ കാണുന്നതനുസരിച്ച് ഇവന് പൈസ കിട്ടിക്കൊണ്ടിരിക്കുക, നീ കാണുന്നതനുസരിച്ച് ഇത് കൂടുതൽ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂലിനെ പരിഹസിക്കുകയും ചീത്ത പറയുകയും കളിയാക്കുകയും ചെയ്യുന്ന ആളുകളുടെ പിറകിൽ അത് പോയിട്ട് കാണുക, അത് പോയിട്ട് കേൾക്കുക. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂലിനോട് നമുക്ക് വലിയ ബാധ്യതയുണ്ട്. അത്തരം ആളുകളോട് ചേർന്നിരിക്കുക, അവരോട് തമാശ പറയരോടും. ആളുകൾ എന്നിട്ട് ഇതിലേക്ക് തമാശ പറയുന്നത് കാണാം. അല്ലെങ്കിൽ ഇത്തരം ആളുകളെ പുറത്തു വെച്ച് കണ്ടാൽ പ്രതിപക്ഷ ബഹുമാനം എന്ന് പറഞ്ഞിട്ട് അവരോടൊപ്പം ചിരിച്ച് നിൽക്കുക, അവരെ ഒപ്പം ഫോട്ടോ എടുക്കുക, അല്ലെങ്കിൽ അവരായിട്ട്. ഒരു മുസ്ലിമിന് ഇത് അനുയോജ്യമല്ല. ഞാൻ ഈ അടുത്ത് കണ്ടു, സുബ്ഹാനല്ലാഹ്, നല്ല താടി വെച്ച ആൾക്കാർ. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അള്ളാഹു അല്ല രാത്രി നിസ്കരിക്കുക വരെ ചെയ്യുന്നുണ്ടാവും. മലപ്പുറത്ത് നിരീശ്വരവാദം പ്രചരിപ്പിക്കാൻ പണ്ടുകാലം മുതലേ പണിയെടുത്ത് തുടങ്ങിയ ഒരുത്തൻ, അവനായിട്ട് രണ്ട് ഭാഗത്തു നിന്ന് നല്ല താടി വെച്ച രണ്ട് ആൾക്കാർ ഫോട്ടോ എടുത്തിട്ട് ഞങ്ങൾ ഇന്ന ആളെ ഈ മാഷ ഇന്ന് കണ്ടതാണ്. എങ്ങനെ നിനക്കിത് സാധിക്കുന്നത്? എങ്ങനെയാണ് നിനക്കിത് പറ്റുന്നത്? നിൻ്റെ വാപ്പാനെ ചീത്ത വിളിച്ചൊരുത്തനാണെങ്കിൽ അവൻ്റെ ഒപ്പം പോയിട്ട് ഇങ്ങനെ നിൽക്കുക നിനക്ക് പറ്റുമോ? എനിക്കറിയില്ല, എനിക്ക് എങ്ങനെയാണ് മനസ്സിലാവുന്നില്ല. ആൾക്കാർ പറയും ഇതൊരു പ്രതിപക്ഷ ബഹുമാനത്തിൻ്റെ ബഹുമാനം. അതെൻ്റെ സ്വന്തം ബാപ്പാനെ നിന്നെ ചീത്ത വിളിച്ചാൽ വണ്ടിമേലൊന്ന് ചെറിയായി വർദ്ധി കഴിഞ്ഞാൽ നാട്ടിൽ എന്തൊക്കെ കുഴപ്പമുണ്ടാക്കുന്ന ആൾക്കാരാണ് നമ്മുടെ നാട്ടിലുള്ളത്. എന്തൊക്കെ പ്രശ്നങ്ങൾ. അള്ളാഹുവിൻ്റെ റസൂലിനെ ചീത്ത വിളിക്കുന്ന ആൾക്കാരായിട്ട് നിനക്ക് എങ്ങനെയാണ് ചിരിക്കാൻ പറ്റുന്നത്? നിനക്ക് എങ്ങനെയാണ് അവരോട് മമതയുണ്ടാകുന്നത്? അല്ലെങ്കിൽ അവരോട് അതെ, തെറ്റിദ്ധാരണ കൊണ്ട് ആകപ്പെട്ട ആൾക്കാരാണെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുക, പക്ഷെ ഇത് തെറ്റിദ്ധാരണയല്ല എന്ന് നിനക്ക് ബോധ്യമുണ്ട്. എന്നിട്ട് ഈ ആളുകളായിട്ട് സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിനെ ആക്ഷേപിക്കുന്നത് കേട്ടുകൊണ്ട് നിൽക്കേണ്ടി വരുന്നു എന്നത് തന്നെ വലിയൊരു വിപത്താണ്. ഇത് കേട്ടിട്ട് നിൽക്കേണ്ടി വരാന്നുള്ളത്, അള്ളാഹുവിൻ്റെ റസൂലിനെ ഇങ്ങനെ ചീത്ത പറയുന്ന ആൾക്കാരെ കേട്ട് നിൽക്കുക എന്നുള്ളത്, ഒന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കേണ്ടി വരിക എന്നത് വല്ലാത്തൊരു നിസ്സഹായ അവസ്ഥയാണ്. നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് റസൂലുള്ളാഹിന്റെ ജീവിതം വിശദീകരിച്ചു കൊടുക്കാനുള്ള. നമ്മുടെ നാട്ടിൽ അതേ പറ്റുള്ളൂ. അത് നിങ്ങൾ അതിനു മാത്രം ചെയ്യണം. അള്ളാഹുവിൻ്റെ റസൂൽ ഹദീസുകൾ വിവരിച്ചു കൊടുക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പഠിപ്പിക്കുക, ആ വിഷയത്തിലുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുക, ആൾക്കാർക്കിടയിൽ അവർ എത്രയും അത് ഇരട്ടി ചെയ്യും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നുൽ ഖയ്യിം അദ്ദേഹം പറഞ്ഞ പോലെ 2 ഹൗദുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ട്. 2 ഹൗദുണ്ട്. ഒന്ന് അവിടുത്തെ സുന്നത്തിൻ്റെ ഹൗദാണ്, അവിടുത്തെ സുന്നത്ത് ആകുന്ന ഹൗദാണ്. അത് ഈ ദുനിയാവിലുണ്ട്. അതിന്ന് വേണ്ടുവോളം കുടിക്കുക. അതിന്ന് നീ എത്ര കുടിച്ചോ അത്രയും നിനക്ക് നാളെ പരലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗദിൽ നിന്ന് കുടിക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള കടമകളും ബാധ്യതകളും നിറവേറ്റുന്നവരിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ.
اللهم إنا نسألك مرافقة نبيك في الجنة صلى الله عليه وسلم. اللهم إنا نسألك مرافقة نبيك في الجنة. اللهم إنا نسألك مرافقة نبيك في الجنة. اللهم إنا نسألك من خير ما سألك عبدك ونبيك، ونعوذ بك من شر ما عاد منه عبدك ونبيك. اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل، ونعوذ بك من النار وما قرب إليها من قول أو عمل. اللهم إنا نعوذ بك أن نشرك بك ونحن نعلم، ونستغفرك لما لا نعلم. اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء. اللهم إنا نعوذ بك من منكرات الأخلاق والأعمال والأهواء. اللهم إنا نعوذ بك من منكرات الأخلاق والأعمال والأهواء. اللهم إنا نعوذ بك من منكرات الأخلاق والأعمال والأهواء. اللهم اهدنا لأحسن الأخلاق، لا يهدي لأحسنها إلا أنت، واصرف عنا سيئها، لا يصرف عنا سيئها إلا أنت. اللهم علمنا ما ينفعنا، وانفعنا بما علمتنا، وزدنا علما. اللهم إنا نسألك علما نافعا ورزقا طيبا وعملا متقبلا. اللهم أدخلنا الجنة وأجرنا من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. صلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم. سبحانك اللهم وبحمدك، أشهد أن لا إله إلا أنت، أستغفرك وأتوب إليك.